പ്രിയപ്പെട്ടവരെയും ക്രിസ്തയേശുവിൽ ഈ പകൽ വന്ദനം ചെയ്യുന്നു. നിങ്ങളോടുകൂടെ ഒരുമിച്ച് ഈ ദിവസങ്ങൾ ദൈവശബ്ദങ്ങൾ കൈമാറാൻ കർത്താവ് തന്ന നല്ല പദവിക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ദൈവഭൃത്യനായ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തിയ നല്ലൊരു ഹാലേലൂയ പറഞ്ഞാട്ടെ. കർത്താവിന് വായിച്ചാട്ടെ. ആവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായം അതിൽ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചു. മതി, എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിന്, ദൈവശബ്ദം നമ്മുടെ നടുവിൽ വെളിപ്പെടേണ്ടതിന്. ആമേൻ. മനുഷ്യ ശബ്ദമല്ല, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ, കണ്ണുകളെ തുറക്കേണ്ടതിനായി, നമ്മുടെ കാതുകളെ തുറക്കേണ്ടതിനായി ചില നിമിഷങ്ങളെല്ലാവരും കൈകളടിച്ച് അന്യഭാഷകളിൽ ആത്മാവിൽ 1-2 മിനിറ്റുകൾ പ്രാർത്ഥിച്ചാട്ടെ. വൈഡല പ്രബന്ധന വേദി വിധി ഘടകലക്ഷ പ്രൗഢബലപടധന ജീവനമന ഘടക ശബദല ബല ഘടകല ഗജ പ്രൗഢബലപടധന ലാധാരലരഭാഷയ്ക്ക് വിലിയന്ധരലരബനസിക്ക് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ ചലിക്കട്ടെ. ദൈവശക്തി ചലിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കട്ടെ. ആത്മസാന്നിധ്യം നമ്മുടെ നടുവിൽ ചലിക്കട്ടെ. ആമേൻ. പിശാചിൻ്റെ എല്ലാ പദ്ധതികളും പൊട്ടിമാറട്ടെ. എതിരുകൾ യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ. സാത്താന്യ ദുഃഖങ്ങൾ തകരട്ടെ. ശാപത്തിൻ്റെ ചങ്ങലകൾ പൊട്ടട്ടെ. എല്ലാ ബന്ധനങ്ങളും പൊളിയട്ടെ. ഉടരബലബലബലഘടക ചുടബലബലബലഘടകജം അതരബലബലഘടക ശബദ പ്രഭാതവേ അർദ്ധനാദരഘടക സാധ പ്രൗഢബലബലഘടകജം അർത്ഥുടരക്ഷസ്കമാന വൈഡ പ്രബലവർദ്ധന ജീവന മഹാന്തുരബലഘടക ജഗന പ്രഭ ലേകൽക്കമാന വൈഡല പ്രഭാതവതിബിലിയന്ധന. അഭിഷേകം പ്രാപിച്ച എല്ലാവരും അന്യഭാഷകളെ സംസാരിച്ച് ആത്മശക്തി അനുഭവിക്കുന്നവരെല്ലാം ആത്മാവിൽ ആരാധിച്ച കർത്താവിനെ. അന്യഭാഷകളെ സംസാരിക്കുന്നവൻ ദൈവത്തോട് വൻ കാര്യങ്ങളെ സംസാരിക്കുന്നു. അന്യഭാഷകളെ സംസാരിക്കുന്നവൻ ദൈവത്തോട് മർമ്മങ്ങൾ സംസാരിക്കുന്നു. അന്യഭാഷകളെ സംസാരിക്കുന്നവൻ ആത്മാവിൽ സംസാരിക്കുന്നു. അന്യഭാഷകളെ സംസാരിക്കുന്നവൻ ആത്മീയ അഭിവൃദ്ധി ഉണ്ടാകുന്നു. അന്യഭാഷ വിശ്രാമം തരുന്നു. അന്യഭാഷ സ്വസ്ഥത തരുന്നു എന്നെല്ലാം ദൈവവചനം പഠിപ്പിക്കുന്നുള്ള ആത്മാവുള്ളവരെല്ലാം ആത്മാവിൽ സംസാരിച്ച് അറ്റ്മോസ്ഫിയർ ശുദ്ധീകരിക്കപ്പെടട്ടെ. രാധാലരഘടന അർദ്ധനാദരഘടക ശതൽക്കമാന വൈഡപ്രഭ അന്തരക്ഷണ വൈഡ പ്രബലവർദ്ധനാദര ദീപൽ പ്രേമവർദ്ധന മനഘടകര ഗജ പ്രബന്ധനി ലത്തുങ്കരഘടതുടകക്ഷബല പ്രൗഢബലപടധന യാധാരഘടക സിഖേരി വിരി ഘടക ശബല പ്രഭതി അധുരബല ഘടക ജഗന പ്രബല ബല ഘടകര ഗജ പ്രഭ ശ്രീമന വധുരബല ഘടക ശബല പ്രബടധന അസദര ഘടക സന്ധർഘമന വൈഡ പ്രബലവർദ്ധന ശ്രീബാല വൈഡ പ്രബല ബല ഘടക ജഗനമന ഘടകര ഗജ പ്രഭ ശ്രീമനീധരലരബന പ്രഭാധിബിരിയന്ധരലരബടധന. Thank you, Holy Spirit. Nin maha krubakya angge njan സ്തുതിച്ചിടുമെന്നും nin maha krubakya അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും
അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും. ഒന്നുമില്ലായ്കയിൽ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു. ഒന്നുമില്ലായ്കയിൽ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു. നിത്യമായി സ്നേഹിച്ചെന്നെ തന്റെ പുത്രനെ തന്നു രക്ഷിച്ചു. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും. അങ്ങേ ഞാൻ സ്തുതിച്ചിടും. മോചനം വീണ്ടും നിജപാവിയനിൽ. എല്ലാരും ചേർന്ന് പറഞ്ഞേ, മോചനം വീണ്ടും നിജപാവിയനിൽ വസിപ്പാൻ നിന്നാത്മാവിൻ്റെ ദാനവുമേ തന്നു സ്വർഗാനുഗ്രഹങ്ങളും. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചു. യേശുവേ നിൻ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചു. ഞങ്ങളുടെ കർത്താവേ, നല്ല പകലിനായി സ്തോത്രം. ഞങ്ങളുടെ നല്ല സാന്നിധ്യത്തെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കർത്താവ്, ഇന്ന് മുതൽ വരുന്ന ശനിയാഴ്ച വരേക്കും തുടർമാനമായി ഞങ്ങൾ ദൈവസന്നിധിയിൽ ഉപവാസത്തോടെ ദൈവസഭയായിരിക്കുന്നു. കർത്താവ്, ഞങ്ങളൊരു പ്രത്യേക തിരുവെഴുത്തുകളുടെ ഭാഗങ്ങൾ നിങ്ങൾ ധ്യാനിക്കാൻ പോകുന്നു. കർത്താവ്, വരുന്ന ശനിയാഴ്ച വരെ ധ്യാനിക്കുന്ന ഈ ഭാഗങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ വലിയ വിടുതലിനും അനുഗ്രഹത്തിനും കാരണമായി മാറണം. പരിശുദ്ധാത്മാവാൽ വരുന്ന വലിയ വിടുതലുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ അയക്കണം. ഈ ദൈവസഭയ്ക്ക് ഇതൊരു അഭിവൃദ്ധിയുടെ സീസണായി മാറട്ടെ. കാലങ്ങളായി അനുഭവിക്കുന്ന ഞെരുക്കങ്ങളിൽ നിന്ന് ഒരു വിശാലതയുടെ വഴി യേശുവിൻ്റെ നാമത്തിൽ തുറക്കപ്പെടാൻ ഇടവരട്ടെ. ഞെരുങ്ങുന്ന കുടുംബതലങ്ങൾക്കൊരു വലിയ വിടുതലിന് കാരണമായി മാറട്ടെ. ശുശ്രൂഷകളുടെ നിയന്ത്രണങ്ങൾ മുഴുവൻ പരിശുദ്ധാത്മാവ് തന്നെ ഏറ്റെടുക്കണം. ആത്മാവ് ആഗ്രഹിക്കുന്നത് പോലെ ഇന്ന് പകൽ കർത്താവ് ഞങ്ങളുടെ നടുവിൽ വലുത് ചെയ്യണം. തിരുനാമത്തിന് മഹത്വം കൊണ്ടുവന്നാട്ടെ. സ്വർഗം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം. അത്ഭുതം പ്രവർത്തിച്ചാട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കൈകൾ ഉയർത്തി നല്ല ആമേൻ പറഞ്ഞാട്ടെ കർത്താവിന്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ബഹുമാന്യ ദൈവഭൃത്യനായി കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളോട് കൂടെ ഈ 3 ദിവസങ്ങൾ ദൈവജനം ധ്യാനം കർത്താവ് എനിക്ക് തന്ന നല്ല പദവിക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ആമേൻ പറഞ്ഞ കർത്താവിന് ഹല്ലേലൂയ. ആമേൻ. എനിക്ക് നിങ്ങളെ ആരെയും പരിചയമില്ല. ഞാൻ ഈ സ്ഥലത്ത് ആദ്യമായിട്ടാണ്. എന്നെ നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്നറിയത്തില്ല. പക്ഷെ നമ്മെ പരിചയമുള്ള കർത്താവ് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ
അനുഗ്രഹിക്കട്ടെ. ഈ കർത്താവിൻ്റെ അഭിഷക്തൻ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പേ ഈ പ്രോഗ്രാമിനെ കുറിച്ച് ആവർത്തിച്ച് എന്നെ വിളിച്ച് ഈ ഡേറ്റ് വാങ്ങിച്ച ദിവസങ്ങൾ മുതൽ നിങ്ങൾ ഈ യോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നാം വായിച്ച വേദഭാഗം ആവർത്തന പുസ്തകം 28-ാം അധ്യായം. ആമേൻ. കർത്താവ് തൻ്റെ ജനത്തെ മരുഭൂമിയിലൂടെ നടത്തി മോശയിലൂടെ കനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോകാൻ വിളിക്കപ്പെട്ട ആ സന്ദർഭത്തിൽ തൻ്റെ ജനത്തിന് ആവർത്തിച്ച് ദൈവവചനത്തിലൂടെ അവരെ ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തി കൈമാറിപ്പോകുന്ന വേദഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആവർത്തന പുസ്തകം. ആവർത്തന പുസ്തകം 28-ാം അധ്യായം മുഴുവൻ അനുഗ്രഹത്തെയും ശാപത്തെയും കുറിച്ചാണ് പറയപ്പെട്ടിരിക്കുന്നത്. സോ നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന ഭാഗം ഇതാണ്, അനുഗ്രഹവും ശാപവും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ ദൈവജനം പഠിപ്പിക്കുന്നത് 2 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സാധാരണ സഭ എന്ത് എന്ന് ആവർത്തന പുസ്തകത്തിൽ, സംഖ്യാപുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലും സഭയെക്കുറിച്ച് നമ്മൾ കാണാൻ കഴിയും. സഭ എന്നതിന് എബ്രായ പദത്തിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന പദം വന്ന് മിഷ്നാക്ക് എന്ന പദമാണ്. മിഷ്നാക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം ടാബർനക്കിൾ എന്നാണ്, സമാഗമന കൂടാരം. ടാബർനക്കിൾ എന്നാണ്. എന്തിനു വേണ്ടിയാ കർത്താവ് സഭയെ സ്ഥാപിച്ചു എന്നാൽ അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഞങ്ങൾ ചെയ്യും എന്ന് പറയുന്നവർക്കാണ് സഭ. അവൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങളത് ചെയ്യാം എന്ന് പറഞ്ഞവർക്ക് വേണ്ടി മാത്രമാണ് സമാഗമന കൂടാരം ദൈവം സ്ഥാപിച്ചത്. അപ്പം സഭയെ ദൈവം എന്തിനു സ്ഥാപിച്ചെന്നാൽ കർത്താവ് പറയുന്നത് കേൾക്കുന്നവർക്ക് വേണ്ടിയുള്ളതല്ല, അനുസരിക്കാം എന്നുള്ളവർക്ക് വേണ്ടിയല്ല. ദൈവം പറയുന്നത് അങ്ങനെ തന്നെ ചെയ്യാം എന്നുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് സഭ. നാം എന്തിനാ സഭയ്ക്ക് വരുന്നതെന്ന്, ചർച്ചിന് നമ്മൾ എന്തിനു വരുന്നതെന്നാൽ, 1 ദൈവത്തെ കാണാൻ വേണ്ടി സഭയിൽ വരുന്നു, 2 ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ വരുന്നു, 3 നമ്മെ ദൈവത്തിന് കൊടുക്കാൻ വേണ്ടി വരുന്നു. അല്ലാതെ അടിപിടി ഉണ്ടാക്കാനും ലേലം വിളിക്കാനും സെലക്ഷൻ നടത്താനും വേണ്ടിയല്ല ചർച്ചയിൽ വരുന്നത്. ചർച്ചയിൽ വരുന്നത് ദൈവത്തെ കാണാൻ വേണ്ടിയാണ് വരുന്നത്. ആമേൻ. 2 ചർച്ചയിൽ വരുന്നത് ദൈവശബ്ദം കേൾക്കാനാണ് വരുന്നത്, മനുഷ്യ ശബ്ദമല്ല, ദൈവശബ്ദം കേൾക്കാനാണ് ചർച്ചയിൽ വരുന്നത്. 3 ആമേൻ, നമ്മെ ദൈവത്തിന് യാഗമായി അർപ്പിക്കാനാണ് ആലയത്തിൽ വരുന്നത്. വേദപുസ്തകത്തിൽ വായിച്ചാൽ സമാഗമന കൂടാരത്തിൽ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം എന്ന ആമേൻ 3 ഭാഗങ്ങൾ സമാഗമന കൂടാരത്തിൽ കാണാൻ കഴിയും. പ്രാകാരം ആമേൻ ജനത്തിനും മൃഗങ്ങൾക്കും വേണ്ടിയൊക്കെ ഉള്ളതാണ്. പ്രാകാരത്തിൽ ആമേൻ ആൾക്കാരും വസ്തുവകളൊക്കെ പ്രാകാരത്തിലായിരിക്കും. വിശുദ്ധ സ്ഥലം ആരാധന നടക്കുന്ന സ്ഥലമാണ്. അതിവിശുദ്ധ സ്ഥലം ആമേൻ പുരോഹിതൻ വർഷത്തിൽ ഒരിക്കൽ പ്രവേശിച്ച് ദൈവത്തെ അഭിമുഖമായി സന്ദർശിക്കുന്ന സ്ഥലമാണ്. ഈ വിശുദ്ധ സ്ഥലത്തിലാണ് ആരാധന നടക്കുന്നത്. ആരാധന നടക്കുന്ന ആ സ്ഥലത്ത് മൃഗങ്ങളെ യാഗത്തിന് വേണ്ടി കൊണ്ടുവരും. അങ്ങനെ മൃഗങ്ങളെ യാഗത്തിന് വേണ്ടി കൊണ്ടുവരുമ്പോൾ ആ മൃഗത്തെ പുരോഹിതൻ്റെ കയ്യിൽ കൊണ്ടേൽപ്പിക്കും. പുരോഹിതൻ്റെ കയ്യിൽ മൃഗം ഏൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ആ മൃഗത്തിന് വാ തുറക്കാൻ അനുവാദമില്ല. എവിടെ കിട്ടിയോ? ആമേൻ. യാഗത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട മൃഗത്തിന് വാ തുറക്കാൻ അനുവാദമില്ല. ആ മൃഗം യാഗമർപ്പിക്കാൻ സമർപ്പിക്കപ്പെട്ടത് കൊണ്ട് അത് ശബ്ദമുണ്ടാക്കരുത് എന്നതാണ് നിയമം. മാത്രമല്ല പുരോഹിതന് കീഴ്പ്പെട്ടിരിക്കണം, അടങ്ങിയിരിക്കണം. പുരോഹിതന് ഇഷ്ടമുള്ളതുപോലെ അതിനെ യാഗം കഴിക്കും. ചിലപ്പം അറുത്തായിരിക്കും മുറിക്കുന്നത്, ചിലപ്പം വെട്ടിയായിരിക്കും മുറിക്കുന്നത്. ആമേൻ. പുരോഹിതന് ഇഷ്ടമുള്ളതുപോലെ ദൈവിക നിയമപ്രകാരം യാഗവസ്തുവിനെ യാഗമർപ്പിക്കാൻ പുരോഹിതൻ കൈകാര്യം ചെയ്യും. അവിടെ യാഗവസ്തുവിന് എൻ്റെ ആഗ്രഹം പോലെ ചെയ്യണമെന്ന് പറയാൻ അനുവാദമില്ല, പുരോഹിതന് ഇഷ്ടപ്രകാരം ചെയ്യാനേയുള്ള അനുവാദം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് സഭ. സഭയ്ക്കകത്ത് കയറിക്കഴിഞ്ഞാൽ വാ തുറക്കരുത്, മിണ്ടാതെ സഭയ്ക്കകത്തിരുന്നോണം. നല്ലതായാലും ചീത്തയായാലും അത് സഭയ്ക്ക് പുറത്താണ്. സഭയ്ക്കകത്ത് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന സ്ഥലമാണ്, ദൈവത്തിൻ്റെ ആരാധന നടക്കുന്ന സ്ഥലമാണ്. അവിടെ അഭിഷക്തനെ കർത്താവ് അധികാരം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആമേൻ. സഭയ്ക്കകത്ത് കയറിയാൽ നിങ്ങൾ യാഗവസ്തുവാണ്. യാഗവസ്തു യാഗമർപ്പിക്കാൻ സമർപ്പിക്കപ്പെട്ടവനായതുകൊണ്ട് സഭയ്ക്കകത്ത് നല്ലതും ചീത്തയും പറയാൻ പോലും അനുവാദമില്ല. അതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്ന മർമ്മം. നല്ലൊരു ആമേൻ പറഞ്ഞ കർത്താവിന്. ആമേൻ. ഒരു പക്ഷേ പുറത്ത് അത് തൊഴിക്കുന്ന പശുവായിരിക്കും, കുത്തുന്ന പശുവായിരിക്കും, ചിലപ്പോൾ മുട്ടുന്ന ആടായിരിക്കും. പക്ഷെ പുരോഹിതൻ്റെ അടുക്കൽ വന്ന കയ്യും കാലും കെട്ടും. മനസ്സിലായോ? പുരോഹിതൻ്റെ അടുക്കൽ വന്ന വാ പൂട്ടും.
പുരോഹിതൻ അടുക്കൽ വന്നാൽ പിന്നെ അതിനെ ശബ്ദിക്കാൻ അനുവാദമില്ല. പുരോഹിതൻ ആഗ്രഹിക്കുന്നത് പോലെ ആ വസ്തുവിനെ യാഗമർപ്പിക്കുക എന്നതാണ് പുരോഹിതൻ്റെ കടമ. ഇത് തന്നെയാണ് സഭ. സഭയ്ക്കകത്ത് കയറി അടിപിടി ഉണ്ടാക്കുന്നതല്ല സഭ. സഭയ്ക്കകത്ത് കയറി അടിപിടി ഉണ്ടാക്കുന്ന സ്ഥലവുമല്ല സഭ. പരസ്പരം വിധിക്കുന്നതും കുറ്റം പറയുന്നതും വഴക്കുണ്ടാക്കുന്ന സ്ഥലമല്ല. ചർച്ചിനകത്ത് കയറിക്കഴിഞ്ഞാൽ നിശബ്ദമായി ദൈവത്തെ ആരാധിക്കാൻ സമർപ്പിച്ചോണം. അതാണ് സഭ. ഒരാമേൻ പറഞ്ഞ് ആമേൻ. അങ്ങനെ ഏൽക്കാൻ കഴിയാത്തവരാരും സഭയ്ക്കകത്ത് കയറി വരരുത്. സഭയ്ക്കകത്ത് കയറി വന്നാൽ പുരോഹിതന് കീഴ്പ്പെട്ട് നിൽക്കണം. ഇതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്ന ആത്മീയ മർമ്മം. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ ആമേൻ അനുഗ്രഹവും ശാപത്തെയും കുറിച്ച് ആമേൻ ദൈവസഭയ്ക്ക് വേണ്ടി കൈമാറുന്ന ഭാഗമാണ്. ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്ന ഭാഗമായത്. ഇത് ജാതികൾക്ക് കൊടുക്കുന്നതല്ല. ആമേൻ. അവിടെ ദൈവജനം പഠിപ്പിക്കുന്നു, എൻ്റെ പ്രമാണങ്ങളെ നീ കേട്ട് അനുസരിച്ചാൽ ഈ പറയുന്ന അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും, അനുസരിച്ചില്ലെങ്കിൽ ഈ പറയുന്ന ശാപങ്ങളൊക്കെ വരും. ഇങ്ങനെ അനുഗ്രഹത്തിൻ്റെയും ശാപത്തിൻ്റെയും അടയാളങ്ങൾ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ പറയപ്പെട്ടിട്ടുണ്ട്. നാം അനുഗ്രഹിക്കപ്പെടുന്നതിനൊറ്റ ആത്മീയ മർമ്മമേ ഉള്ളൂ, ദൈവവചനത്തെ അനുസരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പ്രമാണം അനുസരിക്കുന്നവർ തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. പ്രമാണം അനുസരിക്കാത്തവർ ഒരിക്കലും അനുഗ്രഹിക്കപ്പെടത്തില്ല. പ്രമാണം അനുസരിക്കുന്നവൻ അനുഗ്രഹത്തിൻ്റെ കീഴിലായിരിക്കും, പ്രമാണം അനുസരിക്കാത്തവൻ ശാപത്തിൻ്റെ കീഴിലായിരിക്കും. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ പ്രമാണത്തെ അനുസരിക്കുന്നവന് അനുഗ്രഹവും അടുത്ത ഭാഗങ്ങളിൽ അനുസരിക്കാത്തവന് ശാപവും എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അപ്പം അനുഗ്രഹത്തിൻ്റെയും ശാപത്തിൻ്റെയും ലക്ഷണം ദൈവവചനത്തോടുള്ള അനുസരണവും അനുസരണക്കേടും തന്നെയാണ്. അടുത്ത് ആമേൻ മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം അവസാനത്തെ ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചാൽ യേശു കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ ഒടുവിൽ കർത്താവ് പറയുന്ന ഒരു പദമുണ്ട്. ആമേൻ. ഞാൻ ഈ പറയുന്ന വചനങ്ങളെല്ലാം കേട്ട് അനുസരിക്കുന്നവൻ പാറയുടെ മേൽ അടിസ്ഥാനമിട്ട വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യന് സദൃശൻ. വൻമഴ ചൊരിഞ്ഞു, വെള്ളപ്പൊക്കം വന്നു, കാറ്റടിച്ചു, പക്ഷേ ആ വീട് ചലിച്ചില്ല. ആമേൻ. അടിസ്ഥാനം പാറയുടെ മേലായതുകൊണ്ട്. ഞാൻ പറഞ്ഞ വചനങ്ങൾ കേട്ട് അനുസരിക്കാത്തവൻ മണലിന് മേൽ അടിസ്ഥാനമിട്ട് വീട് പണിത പുരുഷൻ. ആമേൻ. അവൻ വൻമഴ വന്നു, വെള്ളപ്പൊക്കം ഉണ്ടായി, കാറ്റടിച്ചു, ആ വീട് അഡ്രസ് ഇല്ലാതെ പോയി. അപ്പോൾ വചനം കേട്ട് അനുസരിക്കുന്നവൻ നിലനിൽക്കും, വചനം കേട്ട് അനുസരിക്കാത്തവൻ നിലനിൽക്കത്തില്ല. മനസ്സിലായാൽ നല്ലൊരാമേൻ പറഞ്ഞ കർത്താവിന് നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? അനുഗ്രഹത്തിൻ്റെയും ശാപത്തിൻ്റെയും അടയാളങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ ദൈവവചനം അനുസരിക്കുന്നത് അനുഗ്രഹവും ദൈവവചനം അനുസരിക്കാത്തത് ശാപവുമാണ്. അനുഗ്രഹത്തെയും ശാപത്തെയും കുറിച്ച് ഏകദേശം നീണ്ട 30 മണിക്കൂറുകൾ എടുക്കേണ്ട ഒരു ക്ലാസ്സാണ്. ആമേൻ. ഈ 4 സെഷനിൽ എടുത്തിട്ട് ശനിയാഴ്ച പകൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ക്ലാസ്സുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എനിക്കറിയാം നല്ല കടുത്ത ചൂടിൻ്റെ അന്തരീക്ഷമാണെന്നറിയാം. ഒരുപക്ഷെ ഞങ്ങൾക്കിത് ബുദ്ധിമുട്ടാണ്, പക്ഷെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയില്ല. ആമേൻ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിൽ എഴുന്നേറ്റ് പോയി ഒന്ന് മുഖമൊക്കെ കഴുകിയിട്ട് വരണം. ഇവിടെ കണ്ണടച്ചിരിക്കരുത്. നിങ്ങൾ അടുത്തുള്ളവർ അപ്പം ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം. ഞാൻ ഉണർവ് പ്രസംഗം അല്ലല്ലോ ചെയ്യുന്നത്. അപ്പം നിങ്ങളെ കൈയടിപ്പിച്ച് തട്ടി ആമേൻ ദൂത് പറഞ്ഞ് നിങ്ങളെ എൻകറേജ് ചെയ്ത് പോകാൻ. അങ്ങനെ പോയാൽ 1 മാസം വേണം ഈ ക്ലാസ് തീരാൻ. ആമേൻ. അതുകൊണ്ട് ആമേൻ ഓടിച്ച് ക്ലാസ് എടുത്ത് പോയാലേ ക്ലാസ് അവസാനിക്കത്തുള്ളൂ. നിങ്ങൾ അയൽവക്കത്തുള്ളവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം, അടുത്തുള്ളവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഉറങ്ങിയാൽ പതുക്കെ ഒരു ഞുള്ളം കൊടുത്താൽ നല്ല വേദനിക്കുന്ന പോലെ ഞുള്ളണം. ആമേൻ. എന്നാലേ പിന്നെ ഉറങ്ങാതിരിക്കത്തുള്ളൂ. ഒരു നല്ല ആമേൻ പറഞ്ഞ കർത്താവിന് ഹല്ലേലൂയ. ആമേൻ. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നിർബന്ധമായിട്ടും ഈ ക്ലാസ് എടുക്കുന്ന മുമ്പേ വീണ്ടും ആവർത്തിക്കുന്നു. ആമേൻ. ഇന്ന് ഈ സെഷൻ മുതൽ അവസാന സെഷൻ വരെ വന്നവർക്ക് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവർ എക്സ്ക്യൂസ് പറഞ്ഞ് ആരും വരരുത്. ആമേൻ. ഈ 3 ദിവസങ്ങൾ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രം പ്രാർത്ഥിച്ചാലേ ഈ പറയപ്പെടുന്നത് പോലെ വിടുതൽ നടക്കത്തുള്ളൂ എന്നത് ഓർമ്മിപ്പിക്കുന്നു. നല്ലൊരു ആമേൻ പറഞ്ഞ കർത്താവിന്. ശാപങ്ങളും അനുഗ്രഹങ്ങളും ഈ ഭാഗം എന്നെ തൊട്ട് 3 കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിച്ചിട്ട് ഈ ഭാഗത്തിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. ആമേൻ. 1988 വർഷമാണ് ഞങ്ങൾ രക്ഷിക്കപ്പെടുന്നത്. അതിനു മുമ്പേ എൻ്റെ പപ്പ ഒരു തികഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. എൻ്റെ മമ്മി ഹൈന്ദവ പൂജാരി കുടുംബത്തിൽ ജനിച്ചതാണ്. എൻ്റെ അമ്മയ്ക്ക് സ്വന്തമായിട്ട് കുടുംബക്ഷേത്രമൊക്കെ ഉണ്ടായിരുന്നു. ആമേൻ. വളരെ ദാരിദ്ര്യം വേട്ടയാടിയ കാലഘട്ടമാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആമേൻ. ഞങ്ങളുടെ വീട് ഒരു ചെറിയ വീടായിരുന്നു. ഇത്രയേ ഉള്ളൂ, ഈ ഒരു പോർഷനേ ഉള്ളൂ ഞങ്ങളുടെ
ഞങ്ങളുടെ വീട്. അതിനകത്ത് ഒരു ഭാഗം അടുക്കളയായിരിക്കും, മറ്റേ ഭാഗം ബെഡ്റൂമാണ്. ഇവിടെ ആഹാരം വെച്ച് ഇവിടെ കഴിച്ച് ഇവിടെ കിടന്നുറങ്ങും. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ അവസ്ഥ. കർക്കിടക മാസത്തൊക്കെ ഭയങ്കരമായി വീടിനകത്ത് വെള്ളം ഇറങ്ങി ഇങ്ങനെ ചോർച്ച വന്നു, വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പല രാത്രികളിലും കിടന്നുറങ്ങാൻ കഴിയാതെ പപ്പയും മമ്മിയും ഞങ്ങളെ മടി വെച്ച് കിടത്തുറക്കി എഴുന്നേറ്റിട്ടുണ്ട്. ചില രാത്രികളിലെല്ലാം ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അവിടെ വസ്ത്രങ്ങളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ കടുത്ത ദാരിദ്ര്യം അനുഭവിച്ചൊരു കാലഘട്ടം. നല്ല ഭക്ഷണമില്ലായിരുന്നു, നല്ല വസ്ത്രമില്ലായിരുന്നു, നല്ല പാർപ്പിടമില്ലായിരുന്നു. അങ്ങനെ ഇരുന്നൊരു കാലഘട്ടം. 1988 ജാനുവരി 1-ാം തീയതിയാണെന്ന് തോന്നുന്നു ഒരു അഭിഷക്തൻ്റെ കാൽപാദം ഞങ്ങളുടെ വീട്ടിൽ പതിയുന്നത്. അങ്ങനെ ആ ദൈവദാസൻ്റെ കാൽപാദം ഞങ്ങളുടെ വീട്ടിൽ പതുകയും സുവിശേഷം പറയുകയും പപ്പയും മമ്മിയും അങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഇറങ്ങുകയും ഉപവാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പിക്കപ്പെട്ട ഞങ്ങളുടെ വീട് പിന്നീട് ആ ദൈവശബ്ദത്തിന് സമർപ്പിക്കപ്പെട്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദൈവസഭയോട് ഒരുമിച്ച് യോജിച്ചതിന് പിമ്പിൽ 1 by 1 ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ അനുഗ്രഹിക്കാൻ തുടങ്ങി. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കാൻ തുടങ്ങുന്ന ഓരോ സമയത്തും കർത്താവിൻ്റെ അഭിഷക്തന്മാർ നല്ല പഥ്യോപദേശത്തിൽ തന്നെ ഞങ്ങളെ വളർത്തി. അതുകൊണ്ട് ഉപദേശം വിട്ട് മാറാത്തൊരു വിശുദ്ധ ജീവിതം നയിപ്പാൻ ഞങ്ങളെ ഭയങ്കരമായിട്ട് നിർബന്ധിച്ചു. ചില സമയങ്ങളിലെല്ലാം പാസ്റ്റർമാരുടെ അമ്മ പൊട്ടിത്തെറി നടത്തിയിട്ടുണ്ട്. എന്നാലും ആവർത്തിച്ച് അമ്മയോട് ദൈവത്തിൻ്റെ അഭിഷക്തന്മാർ ദൂത് പറഞ്ഞ് അമ്മയെ നിശബ്ദമാക്കും. ഇങ്ങനെ ഒത്തിരി കറക്റ്റ് ചെയ്ത് വളർന്നു വന്ന ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. അന്ന് കർത്താവിനെ ആരാധിക്കാൻ ഇറങ്ങിയപ്പം ഒരു ചെറിയ കുടിയിലും ഒരേ ഡ്രസ്സ് തന്നെ 8, 9, 10 എന്ന 3 സ്റ്റാൻഡേർഡ് സ്കൂളിൽ പോകുമ്പോൾ ഒരേ വസ്ത്രം തന്നെ നനച്ചിട്ടുകൊണ്ട് പോയതും ഞാൻ ഓർക്കുന്നുണ്ട്. സ്കൂളിൽ പോകുമ്പോൾ ആഹാരത്തിന് വകയില്ലാതെ തോട്ടത്തിലിട്ടിരുന്ന ബീൻസും വാഴക്കായൊക്കെ പറിച്ച് കഴിച്ചിട്ട് സ്കൂളിൽ പോയത് ഞാൻ ഓർക്കുന്നുണ്ട്. 10 പൈസ വണ്ടിക്കൂലിക്കില്ലാത്തത് കൊണ്ട് 3 മണിക്കൂർ സ്കൂളിൽ നടന്നുപോയി പഠിച്ചത് ഓർക്കുന്നുണ്ട്. നല്ല ബുക്കില്ല, നല്ല പെന്നില്ല, ഒരു ബാഗ് വാങ്ങിച്ച ചരിത്രമില്ല, കാലിന് ചെരുപ്പില്ല. ഈ 3 മണിക്കൂർ ഈ ചെരുപ്പില്ലാതെ വേണം നടന്നു പോകാൻ. ഇങ്ങനെയൊക്കെ വളരെ കടുത്ത ദാരിദ്ര്യം അനുഭവിച്ച ഒരു കാലഘട്ടം. അപ്പോഴാണ് ഞങ്ങൾ കർത്താവിനെ അറിയുന്നത്. കർത്താവിനെ അറിഞ്ഞ ശേഷവും പെട്ടെന്നൊന്നും ദാരിദ്ര്യം മാറിയില്ല, കഷ്ടതയുണ്ടായി. പെട്ടെന്ന് കർത്താവിനെ അറിഞ്ഞു. പിന്നെ എല്ലാ ദിവസവും ആരാധന പ്രാർത്ഥനയാണ്. ഒരൊറ്റ പ്രാർത്ഥന പോലും മുടക്കത്തില്ല. എല്ലാ ശനിയാഴ്ചയും ഉപവാസ പ്രാർത്ഥന, പിന്നെ ഇട ദിവസങ്ങളിൽ വീട്ടുപ്രാർത്ഥന, പിന്നെ സുവിശേഷ യോഗം. ഇങ്ങനെയൊക്കെ പപ്പയും മമ്മിയും നടക്കാൻ തുടങ്ങിയതുകൊണ്ട് ജോലിക്കധികം പോകത്തില്ല. ജോലിക്ക് പോക്ക് കുറവ് കൊള്ളുന്നത് വീണ്ടും ദാരിദ്ര്യം കുടുംബത്തിൽ വേട്ടയാടി. അങ്ങനെ ആഹാരമില്ലാത്ത പല സാഹചര്യങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെ വേട്ടയാടിയിരുന്നു. പക്ഷെ ദൈവമായിട്ടുള്ള ബന്ധം അവരൊരിക്കലും വിട്ടിട്ടില്ലായിരുന്നു. ദൈവത്തെ ഉറപ്പിച്ച് വിശ്വസിച്ച് സ്നേഹിച്ച് വന്നിരുന്നു. അങ്ങനെ കർത്താവ് 1 by 1 ഞങ്ങളെ ദൈവവചനത്തിലൂടെ അനുഗ്രഹിക്കാൻ തുടങ്ങി. ദൈവവചനത്തെ അനുസരിക്കും തോറും കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കാൻ തുടങ്ങി. 1996 വർഷമായപ്പോൾ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ആദ്യമായിട്ട് ദൈവവചന പഠനത്തിന് വേണ്ടി ബൈബിൾ കോളേജിലേക്ക് പുറപ്പെട്ടു. അതിനുശേഷം 97 വർഷം ഞാനും ബൈബിൾ കോളേജിലേക്ക് യാത്ര പുറപ്പെട്ടു. ഞങ്ങൾ രണ്ടുപേരും വീട് വിട്ട് ബൈബിൾ കോളേജിലേക്ക് പോകാൻ തുടങ്ങി. അടുത്ത വർഷം മുതൽ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് നിലവെച്ച് ഇന്ന് കർത്താവ് ഞങ്ങളെ ഒത്തിരി അനുഗ്രഹിച്ചു. ഞങ്ങൾ രക്ഷിക്കപ്പെട്ട കാലഘട്ടത്തിൻ്റെ അവസ്ഥ വെച്ച് നോക്കിയാൽ ഇന്ന് ഒരുപാട് മുകളിലാണ്. ഈവൻ 100-110% കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് പറയാം. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ദൈവത്തെ അറിഞ്ഞാൽ അനുഗ്രഹിക്കപ്പെടണം എന്നതാണ്. യേശുവിനെ ആരാധിച്ചാൽ അനുഗ്രഹിക്കപ്പെടണം. യേശുവിനെ ആരാധിച്ചിട്ട് അനുഗ്രഹിക്കപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ശരിയായ ജീവിതം നയിക്കുന്നവരല്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. എന്നെ പഠിപ്പിച്ച മർമ്മം. അങ്ങനെ 1997 വർഷമാണ് ഞാൻ ബൈബിൾ കോളേജിൽ പോകുന്നത്. 2000 ആദ്യത്തെ തിയോളജിക്കൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ശുശ്രൂഷയുമായിട്ട് ഭൂമിയിൽ സ്റ്റെപ്പ് വയ്ക്കുന്നു. ദൈവം അസാധാരണമായി ശുശ്രൂഷയിൽ എന്നെ ഉപയോഗിക്കുന്നു. 8-ാമത്തെ വയസ്സിൽ തന്നെ കർത്താവിനെ പ്രവചനാത്മാവിൽ അഭിഷേകം ചെയ്തു. 8-ാമത്തെ വയസ്സിൽ തന്നെ പരിശുദ്ധാത്മാവാലും കർത്താവ് നിറച്ചിരുന്നു. എൻ്റെ ശുശ്രൂഷ തുടങ്ങിയത് എൻ്റെ 8-ാമത്തെ വയസ്സിലാണ്. എന്നാൽ 17-ാമത്തെ വയസ്സിലാണ് ഞാൻ ബൈബിൾ കോളേജിലേക്ക് പുറപ്പെടുന്നത്. അങ്ങനെ ശുശ്രൂഷയിൽ ദൈവം ശക്തമായി ഉപയോഗിക്കുന്നുവെങ്കിലും സാമ്പത്തിക അഭിവൃദ്ധി ഞങ്ങൾക്ക് പ്രാപിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. ശുശ്രൂഷയിൽ ഒരുപടി ഉയർന്നു വരാനും സാധിച്ചില്ലായിരുന്നു. അന്നൊക്കെ വൻ ക്രൂസൈഡുകളൊക്കെയാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. എങ്കിലും കിട്ടുന്ന നന്മകൾ വരുന്നതും പോകുന്നതും അറിയത്തില്ല. കുടുംബത്തിൻ്റെ ദാരിദ്ര്യം മാറിയിട്ടില്ല. നല്ലൊരു വീടിൻ്റെ അന്തരീക്ഷം തുറക്കപ്പെട്ടിട്ടില്ല. അവസ്ഥകൾക്കൊന്നും മാറ്റം വന്നില്ല.
ഒരു നോർമൽ ലെവലിൽ ഇങ്ങനെ പോകുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാ 2009 വർഷം ഞാൻ ഒരു മെയ് മാസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡെറിക് പ്രിൻസിൻ്റെ അനുഗ്രഹവും ശാപവും എന്നൊരു പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടുന്നത്. ആ പുസ്തകം കിട്ടിയവണ്ണം പുസ്തകം വല്ലാണ്ട് എന്നെ ആകർഷിച്ചു. എന്നെ ആകർഷിച്ചതിൻ്റെ പേരിൽ ആ പുസ്തകം ഞാൻ ഇരുന്ന് വായിച്ചു. അങ്ങനെ ജൂൺ മാസം 1-ാം തീയതി മുതൽ ജൂലൈ 10 വരെ എല്ലാ വർഷവും 40 ദിവസം ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി എന്നെ സമർപ്പിച്ച ആ ദിവസം ഞാൻ ഉപവാസത്തോടെ ഇരുന്ന് ഡെറിക് പ്രിൻസിൻ്റെ പുസ്തകം മുഴുവൻ വായിച്ചു. ആ പുസ്തകം ഏകദേശം ഒരു 16-17 ദിവസങ്ങൾ കൊണ്ട് ഞാൻ വായിച്ചു തീർത്തു. ആ പുസ്തകം വായിച്ചു തീർത്ത ഉടനെ എനിക്ക് മനസ്സിലായി, ഡെഫിനറ്റ്ലി ഞാൻ ശാപത്തിൻ്റെ കീഴിലാണ് എന്നുള്ള കാര്യം എനിക്ക് പിടികിട്ടി. പെട്ടെന്ന് എൻ്റെ ശാപത്തിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ കണ്ടെത്തി. ആ പുസ്തകത്തിൽ പറയപ്പെട്ടതുപോലെ തന്നെ മറ്റൊരു പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ടില്ല, ഞാൻ തന്നെ സ്വയം പ്രാർത്ഥിക്കാൻ സമർപ്പിച്ചു. ആ പുസ്തകത്തിൽ പറയപ്പെട്ടതുപോലെ തന്നെ എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് തോന്നി ഒരു ദിവസം പ്രഭാതം 3 മണിക്ക് ഞാൻ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി ഇതുപോലെ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ്റെ ചർച്ച് ഹോളിലാണ് ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. ഇതുപോലെ പുൾപിറ്റിൽ കയറി ഞാൻ മുട്ടുകുത്തി എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ, എനിക്ക് ഓർമ്മ വെച്ചത് എൻ്റെ 3 വയസ്സ് പ്രായം മുതൽ ഉള്ള സംഭവങ്ങൾ ഓർമ്മയുണ്ട്. ആ 3 വയസ്സ് പ്രായം മുതൽ എനിക്ക് ഓർമ്മ വന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റുപറയും, പാപങ്ങളെല്ലാം ഏറ്റുപറയുമായിരുന്നു. ഞാൻ ചെയ്ത തെറ്റുകൾ, കുറവശങ്ങൾ, പാപങ്ങൾ ഏറ്റുപറയുമായിരുന്നു. അങ്ങനെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പിശാചമായിട്ടുള്ള നിയമപരമായ അവകാശം മുറിക്കും. അതിന് പിമ്പിൽ എൻ്റെ മേൽ സ്വാധീനിച്ചിരിക്കുന്ന ശാപങ്ങൾ പൊട്ടിപ്പോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ഇങ്ങനെ വെളുപ്പിന് 3 മണി മുതൽ അന്ന് രാത്രി 9:30 വരെ ഞാൻ കണ്ടിന്യൂവായി പ്രാർത്ഥിച്ചു. ഏകദേശം രാത്രി 9:30 ആകുമ്പോൾ പെട്ടെന്ന് എൻ്റെ മേൽ കിടക്കുന്ന ശാപം മുഴുവൻ ക്രൂശിൻ്റെ രക്തത്തിൻ്റെ വീര്യത്താൽ തകർന്നു പോകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് ബ്രേക്ക് ചെയ്തു. ഞാൻ ബ്രേക്ക് ചെയ്തപ്പോൾ പെട്ടെന്നൊരു ദൈവശക്തി എൻ്റെ മേൽ ആഞ്ഞടിച്ചു. ഞാൻ വലിച്ചെറിയപ്പെട്ടു. ഞാൻ തെറിച്ചു പോയി വീണു. പെട്ടെന്ന് എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തൊക്കെയോ വിട്ടുപോകുന്നത് ഞാൻ ഫീൽ ചെയ്തു. ഞാൻ ചില മിനിറ്റുകൾ കിടന്ന കിടപ്പിൽ തന്നെ ഇരുന്നു. എൻ്റെ ശരീരത്തിനകത്ത് എന്തോ ഓപ്പറേഷൻ ചെയ്തതുപോലെ ഉണ്ടാകുന്ന ഭയങ്കര വേദന എൻ്റെ ബോഡിയെ ഞാൻ അനുഭവിച്ചു. ഭയങ്കര ക്ഷീണം എനിക്ക് തട്ടി. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞു. കിടന്ന കിടപ്പിൽ തന്നെ കിടന്നു. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് മയങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റു. ഞാൻ ഫ്രീ ആയി. ഞാൻ എഴുന്നേറ്റപ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ ശരീരത്തിനകത്തിരുന്ന് 1000 കിലോ വെയിറ്റ് പോയതുപോലെയാണ് ഞാൻ തോന്നുന്നത്. എനിക്ക് ഭയങ്കര വെയിറ്റ്ലെസ് അങ്ങ് ഫീൽ ചെയ്യുന്നു. ഭയങ്കര ബ്രീത്തിങ് ഫ്രീനെസ് ഉണ്ടാകുന്നു. ഞാൻ സംസാരിക്കുമ്പോൾ ശബ്ദമൊക്കെ ഭയങ്കര ക്ലിയറായിട്ട് ഇങ്ങനെ വരുന്നു. അതേപോലെ ഞാൻ പാടി നോക്കുമ്പോൾ പാട്ട് നല്ല വോയിസ് നല്ല ക്ലിയർ ആയിട്ട് വരുന്നു. അതിൻ്റെ മുമ്പിലുള്ളതിൽ വെച്ച് ഒത്തിരി വ്യത്യാസം ആ സമയത്ത് ഞാൻ മനസ്സിലാക്കി. അത് മനസ്സിലാക്കിയപ്പം എനിക്ക് മനസ്സിലായി എന്നിൽ നിന്ന് എന്തൊക്കെയോ ശാപങ്ങൾ തകർന്നു പോയി, ഞാൻ വിടുവിക്കപ്പെട്ടു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ അന്ന് രാത്രി സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങി. ഉറക്കമധ്യയിൽ ധാരാളം സ്വപ്നങ്ങൾ കണ്ടു. ഞാൻ എൻ്റെ കുഞ്ഞുനാൾ മുതൽ ചെയ്തു വന്ന ഒത്തിരി സ്വപ്നങ്ങൾ ഞാൻ അന്ന് കണ്ട സ്വപ്നങ്ങൾ ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പം വെളുപ്പാങ്കാലം അന്ന് അടുത്ത ദിവസം രാവിലെ ഏകദേശം ഒരു 4-4:30 സമയമായിരിക്കും. ആ സമയത്ത് ഞാനൊരു സ്വപ്നം കണ്ടു. എൻ്റെ മുകളിലേക്ക് ഒരു ഫ്ലൈറ്റ് വന്നിങ്ങനെ പറന്ന് നിൽക്കുന്നു. ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ എൻ്റെ മുകളിൽ പറന്ന് നിൽക്കുന്നു. ആ ഫ്ലൈറ്റിൽ നിന്ന് കുറച്ച് കറൻസികൾ, ഫോറിൻ കറൻസി, ഇന്ത്യൻ മണിയല്ല, കറൻസികൾ ഇങ്ങനെ വീഴുന്നു. അങ്ങനെ ഒരു വെളിപ്പാട് കർത്താവിനെ കാണിച്ചു. വീണ്ടും ഞാൻ മയങ്ങി. പ്രഭാതം ഞാൻ എഴുന്നേറ്റ ഉടനെ എൻ്റെ ഹൃദയത്തിനകത്ത് തലേ രാത്രി നടന്ന സംഭവങ്ങളെല്ലാം ഓർമ്മയിൽ വന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഫോണിൽ ഒരു കോൾ വന്നു. പാസ്റ്ററെ, അക്കൗണ്ടിൽ ഒരു ചെറിയ ഓഫറിങ് ഇട്ടിട്ടുണ്ട്, ഒരു നന്മ ഇട്ടിട്ടുണ്ട്. പാസ്റ്റർ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വന്നോ ഇല്ലയോ എന്ന് പറയണം എന്ന് സിംഗപ്പൂരിൽ നിന്ന് വന്ന ഒരു കോളായിരുന്നു. അപ്പം സാധാരണ അന്നൊന്നും ഈ നാട്ടിലെ ഓഫറിങ് വരുന്നതില്ല. പിന്നെ സിംഗപ്പൂരിൽ നിന്ന് വരുന്നത്, അന്യരാജ്യത്തിൽ നിന്ന് വരുന്നത് പാടേ ഇല്ലാത്ത കാര്യമാണ്. പക്ഷേ അന്ന് അങ്ങനെ ഒരു ടെസ്റ്റ് മണി വന്നത് എൻ്റെ ഹൃദയത്തെ ഭയങ്കരമായി തൊട്ടു. ഇന്നത്തെ പോലെ മൊബൈലൊന്നും ഇല്ല. അക്കൗണ്ടൊക്കെ ചെക്ക് ചെയ്യാൻ ATM കൗണ്ടറിൽ പോയി വേണം ചെക്ക് ചെയ്യാൻ. ATM കൗണ്ടറിൽ പോകണമെങ്കിൽ 1 മണിക്കൂർ നടന്നു പോകണം. നടന്നു പോയാലേ ATM കൗണ്ടറിൽ പോയി ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ വേണ്ട, കൂടിപ്പോയാൽ എൻ്റെ ഓർമ്മയിൽ അന്നൊക്കെ കൂടിപ്പോയാൽ ഒരാൾ ഓഫറിങ് തന്നാൽ അന്നൊക്കെ 100 രൂപ 200 രൂപ തരുന്ന സമയമാണ്. ശരിക്കും പറഞ്ഞാൽ 500 അല്ലെങ്കിൽ 1000, കൂടിപ്പോയാൽ 1500 2000 രൂപ ഓഫറിങ് തരും. ഇനിയിപ്പം പുറം രാജ്യത്തിൽ നിന്ന് വന്നതുകൊണ്ട് എൻ്റെ ഓർമ്മയിൽ ഒരു 2000 രൂപ 3000 രൂപയുടെ കൂടുതൽ ഓഫറിങ് വരാൻ സാധ്യതയില്ല. അതാണ് എൻ്റെ കോൺസെപ്റ്റ്. അതുകൊണ്ട് ഞാൻ അതിനെ വളരെ സീരിയസ് ആയിട്ട് എടുത്തില്ല. എന്തായാലും എൻ്റെ ഹൃദയത്തിനകത്തൊരു ഭയങ്കര പ്രേരണ, ഇങ്ങനെ കണ്ടതല്ലേ, എന്താ വന്നിരിക്കണമെന്ന് നോക്കണമെന്ന്. അങ്ങനെ അന്ന് വൈകിട്ട്
ഞാൻ വീട്ടിൽ നിന്ന് യാത്ര ചെയ്ത് ATM കൗണ്ടറിൽ പോയി. ഞാൻ ATM കാർഡ് ഇട്ട് അക്കൗണ്ട് ചെക്ക് ചെയ്തു. അക്കൗണ്ട് ചെക്ക് ചെയ്തപ്പം ആദ്യമായിട്ട് എൻ്റെ അക്കൗണ്ടിൽ 1,75,000 രൂപ ഓഫറിങ് വന്ന് കിടക്കുന്നുണ്ട്. ആമേൻ. അന്ന് തുടങ്ങിയ ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ് ആണ് കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് വരെയും സാമ്പത്തികമായി കർത്താവിനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും എൻ്റെ അക്കൗണ്ട് സമൃദ്ധിയിലാണ്, എൻ്റെ അക്കൗണ്ട് ദാരിദ്ര്യത്തിലല്ല. അന്ന് തുടങ്ങിയ സാമ്പത്തിക അനുഗ്രഹം ഇന്ന് വരെ നിന്നിട്ടില്ല, ഇപ്പോഴും ആ ഒഴുക്ക് തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ശാപം തകർന്നതിന് അടയാളമാണ് അനുഗ്രഹത്തിൻ്റെ ലക്ഷണമെന്ന് ഞാൻ ഇത് പറയുമ്പോൾ ആമേൻ, ഈ സീസണിൽ നിങ്ങളുടെ ജീവിതത്തിലും കർത്താവ് ശാപത്തെ തകർത്ത് അനുഗ്രഹത്തിൻ്റെ വഴികൾ തുറക്കാൻ ഈ മീറ്റിംഗ് അനുഗ്രഹമായി മാറട്ടെ എന്ന് പറഞ്ഞാൽ എത്ര പേർ കൈകളടിച്ച് കർത്താവിനെ ആത്മാവിൽ സ്തോത്രം ചെയ്യും? നിങ്ങളുടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടാൻ ഇടവരട്ടെ, നിങ്ങളുടെ വസ്തു അനുഗ്രഹിക്കപ്പെടാൻ ഇടവരട്ടെ, നിങ്ങളുടെ വാഹനം അനുഗ്രഹിക്കപ്പെടാൻ ഇടവരട്ടെ, നിങ്ങളുടെ ജോലി അനുഗ്രഹിക്കപ്പെടാൻ ഇടവരട്ടെ, നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ ഇടവരട്ടെ, നിങ്ങളുടെ സഭ അനുഗ്രഹിക്കപ്പെടാൻ ഇടവരട്ടെ, നിങ്ങളുടെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ. ഈ ശാപം തകർക്കപ്പെടുന്നതിലൂടെ ഒരു വലിയ ബ്രേക്ക് ത്രൂ നമ്മുടെ ജീവിതത്തിൽ നടത്താൻ ഇടവരട്ടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർ കൈകളടിച്ച് അന്യഭാഷകളിൽ കർത്താവിനെ ചില നിമിഷങ്ങൾ സ്തുതിക്കുക. ഞാൻ ആരാധിക്കുന്ന ദൈവത്തെ തന്നെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്. എൻ്റെ ശാപത്തെ തകർത്ത ദൈവത്തിന് നിങ്ങളുടെ ശാപത്തെയും തകർക്കാൻ കഴിയും. എന്നെ അനുഗ്രഹിച്ച ദൈവത്തിന് നിങ്ങളെയും അനുഗ്രഹിപ്പാൻ കഴിയും. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് വിടുതലിന് കാരണമായി മാറട്ടെ. കൈകൾ ഉയർത്തി നല്ലൊരു ഹാലേലൂയ പറഞ്ഞാട്ടെ കർത്താവിന്. അങ്ങനെ സാമ്പത്തികമായി ഞാൻ ഭയങ്കരമായി അനുഗ്രഹിക്കപ്പെട്ടു. പിന്നീട് സാമ്പത്തികമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ പല മേഖലകളിലും ഇന്ന് കാലിയായ നാളെ നിറയത്തക്ക വിധത്തിൽ പിന്നീട് ഒരു ഉറവ് പോലെ അനുഗ്രഹങ്ങൾ അങ്ങ് ഒഴുകാൻ തുടങ്ങി. ആമേൻ. പക്ഷേ എന്നാൽ അത് കഴിഞ്ഞ് 2014 വർഷത്തിലാണ് എൻ്റെ വിവാഹം കഴിയുന്നത്. വിവാഹ ജീവിതത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ, വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പേ എനിക്കറിയാവുന്ന സീനിയർ പാസ്റ്റേഴ്സ്, എക്സ്പീരിയൻസ് ഉള്ള ദൈവദാസന്മാർ, അവരെല്ലാം അവിടെ കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇങ്ങനെ അവർ അവിടെ എക്സ്പീരിയൻസ് പറഞ്ഞതും എന്നോട് ഉപദേശിച്ചതുമായ ചില കാര്യങ്ങളുണ്ട്. വിവാഹം കഴിഞ്ഞ ശേഷം ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങളുടെ പാരമ്പര്യമായിട്ടുള്ള ശാപങ്ങളൊക്കെ മുറിച്ചിട്ടാണ് ഞങ്ങൾ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചത്. അതുകൊണ്ട് ഞങ്ങളുടെ ഫാമിലി ലൈഫ് ഭയങ്കരമായി അനുഗ്രഹിക്കപ്പെട്ടു എന്നൊക്കെ സാക്ഷ്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്തും തോന്നി ഫാമിലി ലൈഫിലോട്ട് പ്രവേശിക്കുമ്പോൾ ശാപത്തെ തകർത്ത് ഫാമിലി ലൈഫിലോട്ട് പ്രവേശിക്കാമെന്ന്. അങ്ങനെ 2014 വർഷത്തിലാണ് ഏപ്രിൽ മാസം 3-ാം തീയതിയാണ് എൻ്റെ വിവാഹം കഴിയുന്നത്. എൻ്റെ വിവാഹം കഴിഞ്ഞവണ്ണം ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, വിവാഹം കഴിഞ്ഞ 3-ാമത്തെ ദിവസം മുതൽ ഞങ്ങൾ ശുശ്രൂഷയിലാണ്. അതുകൊണ്ട് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നമ്മളൊരു 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് 2 കുടുംബങ്ങളുടെയും ശാപങ്ങളെ ബ്രേക്ക് ചെയ്ത ശേഷം നമുക്ക് ഫാമിലി ലൈഫിലോട്ട് പ്രവേശിക്കാം. അതുവരയ്ക്കും ഫാമിലി ലൈഫിലോട്ട് പ്രവേശിക്കേണ്ടതാണ് തീരുമാനമെടുത്തു. അങ്ങനെ അടുത്ത ദിവസങ്ങൾ തന്നെ ഞങ്ങൾ ശുശ്രൂഷയിലേക്ക് യാത്രയിലേക്ക് പുറപ്പെട്ടു. ഇങ്ങനെ ഏകദേശം 14-15 ദിവസങ്ങൾ ഞങ്ങൾ യാത്രയിലായിരുന്നു. ഏകദേശം 15 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിൽ വരുന്നത്. വീട്ടിൽ വന്ന ശേഷം ഞങ്ങൾ രണ്ടുപേരും 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. 3-ാം ദിവസം അവളുടെ കുടുംബത്തിൻ്റെ പാപങ്ങൾ, മാതാപിതാക്കളുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു. കാരണം എനിക്ക് ഡെഫിനറ്റ്ലി അറിയാം, എൻ്റെ കുടുംബവും ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടാണ്, അവളുടെ കുടുംബവും ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടാണ്. ഇപ്പോഴും അവരുടെ കുടുംബത്തിൽ പൂജാരികളെല്ലാം ഉണ്ട്. ഈ കടക്കടയിലാണ് അവളുടെ വീട്. തിരുവനന്തപുരംകാരിയാണ് ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. അവരുടെ കുടുംബത്തിലും ഒത്തിരി ഹൈന്ദവ കുടുംബമാണ്. അവരുടെ കുടുംബത്തിൽ ഇപ്പോഴും പൂജാരികളുണ്ട്, ക്ഷേത്ര ഒക്കെ വെച്ച് ആരാധിക്കുന്നത്. ഇവർ മാത്രമേ അവർ രക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. അപ്പം ഡെഫിനറ്റ്ലി പാരമ്പര്യ ശാപങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അടുത്ത ജനറേഷൻ അനുഗ്രഹിക്കപ്പെടണമെന്നതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും 2 ഭാഗത്തുമുള്ള പാപങ്ങൾ ഏറ്റുപറഞ്ഞ ശാപത്തെ തകർത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ച ആ ഉച്ച കഴിഞ്ഞ സമയത്തിൽ അസാധാരണമായി ദൈവശക്തി ഞങ്ങളുടെ മേൽ ഇറങ്ങി വന്നു. ഞങ്ങൾ രണ്ടുപേരിലുള്ള ശാപത്തെ തകർത്തു. കർത്താവ് ഞങ്ങളെ വിടുവിച്ചു. അതിൻ്റെ പിമ്പിലാണ് ഞങ്ങൾ ഫാമിലി ലൈഫിൽ പ്രവേശിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ലഭിക്കാത്ത ഐശ്വര്യവും സൗന്ദര്യമുള്ള കുഞ്ഞുങ്ങളെ കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്നു. അതിനപ്പുറത്ത് കുടുംബജീവിതത്തിൽ ഇന്ന് വരെ കഴിഞ്ഞ 10 വർഷങ്ങൾ കഴിഞ്ഞു. 10 വർഷത്തിൽ ഇന്ന് വരെ ഒരു ചെറിയ പിണക്ക് പോലും ഉണ്ടാകാതെ ഞങ്ങളുടെ കുടുംബജീവിതത്തെ കർത്താവ് സൂക്ഷിച്ചു. എന്നാൽ 5 മിനിറ്റിലധികം ഞങ്ങൾ സംസാരിക്കാതിരുന്ന ദിവസം ഇന്ന് വരെ ഇല്ല. അവൾ എൻ്റെ വീട്ടിലേക്ക് വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ ഒരു 2 ചുടിദാറോടെയാണ് അവൾ വീട്ടിലേക്ക് വരുന്നത്. പക്ഷെ കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് അവളുടെ ഡ്രസ്സ് വയ്ക്കാൻ സ്ഥലമില്ല. അത്രയും
അത്രയും വസ്ത്രങ്ങളാണ് കർത്താവൾക്ക് കൊടുത്തിരിക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് 3 പ്യൂറ നിറഞ്ഞ് പിന്നെ ബാഗ് നിറഞ്ഞ് ഇപ്പം ഈ പാർസൽ പോലെ കെട്ടിയും വെച്ചിട്ടുണ്ട് ഡ്രസ്സ്. അത്രയും വസ്ത്രങ്ങളാണ്. ആഹാരത്തിന് ഞങ്ങൾക്ക് കുറവില്ല, സാമ്പത്തികത്തിന് കുറവില്ല. ഞങ്ങൾ ഒരു നേരം ഭക്ഷണത്തിന് ഭയങ്കരമായി വലഞ്ഞു. പക്ഷെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ചോദിച്ചാൽ 3 പാക്കറ്റ് ബിസ്ക്കറ്റ് വരും, ഒരു ഡ്രസ്സ് ചോദിച്ചാൽ 3 ഡ്രസ്സ് വരും. എല്ലാം ഡബിൾ ബ്ലെസ്സിങ് ആണ്, എല്ലാം ഡബിൾ പോർഷനാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് ഭയങ്കരമായി അനുഗ്രഹിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി, കുടുംബജീവിതത്തിൻ്റെ ശാപം തകർക്കപ്പെട്ടതിൻ്റെ അടയാളമാണ് ഞങ്ങളെ അനുഗ്രഹിച്ചുവെന്ന്. അത് കഴിഞ്ഞിട്ട് 2019 വർഷം നേരെ കോവിഡിന് 2020 വർഷം എന്ന് തോന്നുന്നു, ആ കോവിഡിൻ്റെ ഫൈനൽ സീസണിൽ ഞങ്ങളൊരു 21 ദിവസം മാറിയിരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി തീരുമാനിച്ചു. എൻ്റെ സ്നേഹിതന്മാർ ഉൾപ്പെടെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കാമെന്ന്. അങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു സെമിനാർ നടക്കുന്ന സ്ഥലം ഞങ്ങളിങ്ങനെ അറിഞ്ഞു. എന്തായാലും സെമിനാർ അറ്റൻഡ് ചെയ്തതുപോലെ ഇരിക്കും, നമുക്ക് പ്രാർത്ഥിച്ചതുപോലെ ഇരിക്കും, ഞങ്ങൾ അവിടെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി 21 ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സെമിനാറിൽ ഒരു ദിവസം ഒരു കേഴ്സ് ബ്രേക്ക് സെഷൻ വെച്ചിരുന്നു. ആ കേഴ്സ് ബ്രേക്ക് സെഷനിൽ എല്ലാവരും പ്രാർത്ഥിച്ച് ആരാധിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ ആക്ച്വലി എൻ്റെ ശാപത്തെ എല്ലാം പൊട്ടിച്ചത് കൊണ്ട്, തകർത്തത് കൊണ്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞ് സിമ്പിളായിട്ട് ചുമ്മാ അലക്ഷ്യമായിട്ട് നിന്നുകൊണ്ടിരുന്നു. അന്ന് പ്രത്യേകിച്ച് ഒരു നിയോഗത്താൽ ആ പ്രാർത്ഥന സമയത്ത് ഒരു ദൈവദാസൻ വന്ന് എൻ്റെ തോളത്തിങ്ങനെ കൈവച്ച് ഇദ്ദേഹത്തിന് മേലെ കിടക്കുന്ന ശാപത്തെയും ശുശ്രൂഷയുടെ അതിരുകളെയും വിശാലമാക്കുന്നത് പറഞ്ഞ് പ്രാർത്ഥിച്ച് അതിനെ ബ്രേക്ക് ചെയ്തു. ശാപത്തെ ബ്രേക്ക് ചെയ്യുന്നു പറഞ്ഞ് ബ്രേക്ക് ചെയ്തു. അധികം ബ്രേക്ക് ചെയ്ത സെക്കൻഡ് പെട്ടെന്ന് ഞാൻ ആത്മാവിൽ തെറിച്ചുപോയി. ചില നിമിഷങ്ങൾ കഴിഞ്ഞ് ചാടി എഴുന്നേറ്റ്. പക്ഷെ ഒന്നും ഞാൻ ഒന്നും ചെയ്തില്ല. ആൾറെഡി എനിക്ക് ബ്രേക്ക് ത്രൂ നടന്നതുകൊണ്ട് എനിക്ക് അന്ന് വലുതായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷെ അന്ന് രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. ഞങ്ങൾ പാർത്ത പാർപ്പിടവുമായിട്ട് ബന്ധപ്പെട്ട്, ഞങ്ങളുടെ കുഞ്ഞുകാലത്തിൽ വളർന്ന സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ വലുസർപ്പം അത് ഇങ്ങനെ ആവേശത്തോടെ വിഷം ചീറ്റി ഇങ്ങനെ വരുന്നു. ഞാനൊരു വലിയ കോടാലി എടുത്ത് അതിൻ്റെ തലയ്ക്ക് ഇങ്ങനെ അടിച്ച് അതിനെ വെട്ടി ചതയ്ക്കുക. അതിനെ 2-3 കഷ്ണങ്ങളായിട്ട് വെട്ടുന്നു. അവസാനം അത് വെട്ടി വീഴുന്ന ശേഷം ആ കോടാലിയുടെ ഭാഗം തിരിച്ചു പിടിച്ച് ഞാൻ അതിൻ്റെ തല ഇങ്ങനെ ചതയ്ക്കുക. ചതച്ചിട്ട് തല ഇല്ലാതെ അങ്ങ് ആക്കുന്നു. അങ്ങനെ ഒരു വെളിപ്പാട് കണ്ടു. വെളിപ്പാട് കണ്ട് പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഞാൻ ചില ലീഡേഴ്സിനോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇന്നലെ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടത്, എന്തുവാണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. അപ്പം അവർ പറഞ്ഞു, നിന്റെ ശുശ്രൂഷയുടെ അതിര് വിശാലമായി ഇന്ന് വരെ നിന്നെ ബന്ധിച്ചിട്ടിരുന്ന ബന്ധനത്തെ പരിശുദ്ധാത്മാവ് തകർത്തു. ശാപം പൊട്ടിയതിന് അടയാളമാ സർപ്പം തകർക്കപ്പെട്ടത്. ഇനി നിന്റെ അനുഗ്രഹത്തിന്റെ ലക്ഷണമാണെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയണോ, കോവിഡിൻ്റെ സീസണാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് കർത്താവിൻ്റെ ശുശ്രൂഷയുടെ റേഞ്ച് അങ്ങ് മാറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് അന്ന് വരെയും ചെറിയ ചെറിയ ചർച്ചകളും ചെറിയ കൂട്ടായ്മകളൊക്കെ ശുശ്രൂഷിച്ച ഞാൻ പിന്നീട് വന്നിര ചർച്ചകളിലേക്ക് പ്രസംഗിക്കാൻ തുടങ്ങി. വന്നിര ചർച്ചകളിലേക്കുള്ള വാതിലുകൾ തുറന്നു. രാജ്യങ്ങൾക്ക് വേണ്ടി പല ആവർത്തി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് രാജ്യങ്ങളിലേക്കുള്ള വാതിലുകൾ കർത്താവ് തുറന്നു തന്നു. ശുശ്രൂഷയിൽ ഒരുപടി ശക്തമായി എന്നെ അനുഗ്രഹിച്ച് ഉയർത്താൻ തുടങ്ങി. സാമ്പത്തിക മേഖലയിൽ അതിരുകൾ കർത്താവ് വിശാലമാക്കാൻ തുടങ്ങി. അന്നൊക്കെ ഡേറ്റ് കാലിയാണ്. പക്ഷെ ഇന്ന് ഇനി ഒരു ഡേറ്റ് വേണമെങ്കിൽ അടുത്ത വർഷം കഴിയണം. അതുവരെ റെഗുലർ മീറ്റിങ്ങുകളാണ്. ഇങ്ങനെ കർത്താവ് അനുഗ്രഹത്തിന്റെ വഴികൾ തുറന്നു തന്നു. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ശാപം തകർന്നാൽ അതിരുകൾ വിശാലമാകുമെന്ന്. ഇന്ന് പകൽ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ശാപത്തിന്റെ കീഴിലാണെങ്കിൽ ഇത് എടുക്കപ്പെടുന്നതിലൂടെ ഷാജിമോനല്ല, ദൈവം നിങ്ങളുടെ ബന്ധനങ്ങളെ തകർക്കും. ദൈവം നിങ്ങളുടെ ശാപത്തെ തകർത്ത് നിങ്ങളെ വിടുവിക്കും. ദൈവം നിങ്ങളെ ഉയർത്തുവാനിടവരും. ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിന് കാരണമായി മാറട്ടെ. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് 1-2 മിനിറ്റുകൾ ആത്മാവിൽ പ്രാർത്ഥിച്ച്, ഞങ്ങളുടെ ജീവിതത്തിലും അനുഗ്രഹത്തിന് ഇത് കാരണമായി മാറണം. ഞങ്ങളുടെ ജീവിതത്തിലും സാക്ഷ്യം പറയത്തക്ക വിധത്തിൽ ഒരത്ഭുതങ്ങൾ നടക്കണമെന്ന് പറയുന്നവർ ശക്തിയോടെ നന്നായി കൈകളടിച്ച് അതരങ്ങൾ തുറന്ന് നല്ലൊരു ഹാലിലെ പറഞ്ഞ കർത്താവ് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തെയും ശാപത്തെയും കുറിച്ച്
എൻ്റെ ഹൃദയത്തെ തൊട്ട ഈ 3 അനുഭവങ്ങളിലൂടെ എനിക്ക് തോന്നി അനുഗ്രഹവും ശാപവും എന്നൊരു വിഷയം എടുത്ത് പഠിക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ മറ്റാരുടെയും നിർബന്ധത്താൽ അല്ലാതെ ഞാൻ തന്നെ അനുഗ്രഹത്തെയും ശാപത്തെയും കുറിച്ച് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സെർച്ച് ചെയ്ത് പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അനുഗ്രഹവും ശാപവും ഇന്നും ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. ശാപത്തിന് കീഴിലാണ് ഇന്നും ജനം എന്നുള്ള കാര്യം മനസ്സിലായി. അത് മനസ്സിലാക്കിയിട്ട് ഞാൻ ഈ സബ്ജക്റ്റിനെ കുറിച്ച് സെർച്ച് ചെയ്ത് പഠിച്ചിട്ട് എനിക്ക് തോന്നി 2021 വർഷമാണെന്ന് തോന്നുന്നു, ആദ്യമായിട്ട് കോവിഡ് സീസണിൽ ഫൈനൽ സമയം ഓൺലൈനിൽ അനുഗ്രഹത്തെയും ശാപത്തെയും കുറിച്ച് എടുക്കണമെന്ന് തോന്നി. അങ്ങനെ ഓൺലൈൻ മീറ്റിങ്ങിൽ സൂമിലൂടെ ഏകദേശം 17-18 ദിവസങ്ങൾ ഞാൻ ഈ അനുഗ്രഹത്തെയും ശാപത്തെയും കുറിച്ചുള്ള ക്ലാസ്സുകൾ എടുത്തിട്ട് അവസാനം ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അസാധാരണമായ വിടുതലുകൾ സൂമിലൂടെ ഞാൻ കണ്ടു. കൂട്ടമായി കൈവശങ്ങൾ ഛർദ്ദിക്കുന്നു, ഭൂതങ്ങൾ ഇളകിപ്പോകുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു. ഡയറക്റ്റായിട്ടല്ല, ഞാൻ ഓൺലൈനിൽ പ്രാർത്ഥിക്കുമ്പോൾ ഓൺലൈനിൽ വിടുതലുകൾ നടക്കുന്നു. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, അനുഗ്രഹവും ശാപവും എന്ന് പറയുന്നത് ഒത്തിരി പേർക്ക് വിടുതലിന് കാരണമായി മാറുമെന്ന് മനസ്സിലായി. അന്ന് ബ്രേക്ക് ത്രൂ കഴിഞ്ഞ അടുത്ത ദിവസം UAE നിന്ന് എനിക്കൊരു ഫോൺ കോൾ വന്നു. ഒരു സഹോദരി ദീർഘകാലങ്ങളായിട്ട് UAE വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് ദീർഘകാലങ്ങളായിട്ട് ലഭിക്കേണ്ട സാലറി കിട്ടാതെ അവർ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക. അന്ന് ആ കേസ് ബ്രേക്കിംഗ് കഴിഞ്ഞ അടുത്ത ദിവസം, കേസ് ബ്രേക്കിംഗ് കഴിഞ്ഞ സമാവേശ് ചില മണിക്കൂറുകളെ കഴിഞ്ഞിട്ടുള്ളൂ. ആ സഹോദരി പെട്ടെന്ന് ഒരു ദിവസം മൊബൈലെടുത്തപ്പോൾ അടുത്ത ദിവസം മൊബൈലിൽ ഒരു SMS വരുന്നു. പെട്ടെന്ന് മൊബൈൽ ചെക്ക് ചെയ്ത് നോക്കി. മൊബൈൽ ചെക്ക് ചെയ്തപ്പോൾ 25 lakhs rupees 25 ലക്ഷം രൂപ അവിടെ അക്കൗണ്ടിൽ വന്ന് വീഴുന്നത് SMS വന്നിരിക്കുന്നു. പെട്ടെന്ന് അവർ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നോക്കി. അവിടെ പിടിച്ചു വെച്ചിരുന്ന സാലറി എല്ലാം റിലീസാക്കി. അവർ പറഞ്ഞു, പാസ്റ്റർ ഇന്നലെ ശാപം തകർന്നു, എൻ്റെ ജീവിതത്തിൽ ഇന്ന് വിടുതലായെന്ന്. പിന്നീട് അനുഗ്രഹവും ശാപത്തെയും കുറിച്ച് പല ആവർത്തി ഞാൻ ഓൺലൈനിൽ കൂടെ എടുത്തിട്ടുണ്ട്. ഓൺലൈനിൽ എടുത്ത സ്ഥലത്തെല്ലാം അത്ഭുത വിടുതലുകൾ കണ്ടു. ഈ കഴിഞ്ഞ ഡിസംബർ മാസവും ഓൺലൈനിൽ ഞാൻ അനുഗ്രഹത്തെയും ശാപത്തെയും കുറിച്ച് അന്ന് ഈ ദൈവദാസനാരോ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. ഞാൻ അനുഗ്രഹത്തെയും ശാപത്തെയും കുറിച്ച് അന്ന് എടുത്തു. ആ മീറ്റിംഗ് കഴിഞ്ഞ പിന്നീട് ഒത്തിരി ടെസ്റ്റിമണീസാണ്. വണ്ടിയില്ലാത്ത പലരും ഷോറൂമിൽ നിന്ന് പ്രാർത്ഥിച്ചു, വണ്ടി ഇറക്കി. ചിലർ പുതിയ വീടുകൾ വാങ്ങിച്ചു, ചിലർ വസ്തു വാങ്ങിച്ചു. ചിലർക്ക് ജോലി കിട്ടി, ചിലർക്ക് സാലറി ഇൻക്രിമെൻ്റായി. ഇങ്ങനെയുള്ള ടെസ്റ്റിമണികൾ ഈ കഴിഞ്ഞ ഞായറാഴ്ച വരെയും ഞങ്ങളുടെ യൂട്യൂബിൽ ആ മെസ്സേജ് കിടക്കുമായിരിക്കും. യൂട്യൂബ് കഴിഞ്ഞ ഞായറാഴ്ചത്തെ സൺഡേ മെസ്സേജ് നിങ്ങൾ നോക്കിയാൽ സൺഡേ ടെസ്റ്റിമണീസ് ഉണ്ട് യൂട്യൂബിലും. കഴിഞ്ഞ സൺഡേ വരെ ചിലർ ടെസ്റ്റിമണി പറഞ്ഞു. ആ കേസ് ബ്രേക്കിന് ശേഷം ജോലിയിൽ പ്രൊമോഷൻ കിട്ടി, പുതിയ ജോലി കിട്ടി, സാലറി ഇൻക്രിമെൻ്റായി. ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിവർത്തിച്ചു. അങ്ങനെ അത്ഭുത സാക്ഷ്യങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ അർത്ഥം നമ്മൾ അനുഗ്രഹിക്കപ്പെടാത്തതിന് അടയാളം ശാപം എന്നത് ഡെഫിനറ്റ്ലി കൺഫേംഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദീർഘകാലങ്ങളായി ദൈവത്തെ ആരാധിച്ചിട്ടും നിങ്ങൾക്കൊരു അനുഗ്രഹം വരുന്നില്ലെങ്കിൽ, നിങ്ങളൊരു ശാപത്തിൻ്റെ കീഴിലാണെങ്കിൽ, ഞാൻ പ്രസംഗിക്കുന്ന യേശു ആ ശാപത്തെ തകർത്തവനാണ്. ഇന്ന് പകരം ആ ശാപം തകരപ്പെടാൻ ഇടവരട്ടെ എന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിച്ച് ആമേൻ പറയും കർത്താവിന്? അതിനുശേഷം ഞാൻ പല സ്ഥലങ്ങളിലും അനുഗ്രഹത്തെയും ശാപത്തെയും കുറിച്ച് ക്ലാസ്സുകൾ എടുത്ത സ്ഥലങ്ങളിലെല്ലാം വിടുതലുകൾ കാണാനിടയായി. ജനം അനുഗ്രഹിക്കപ്പെടുന്നത് കാണുവാനിടയായി. ഞാൻ ഇവിടെയും അത് തന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് പരിശുദ്ധാത്മാ വലിയ വിടുതലായിക്കട്ടെ. ഇതിന് ശ്രദ്ധിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഈ ദൈവവചനങ്ങൾ നന്നായി ശ്രദ്ധിക്കണം, പറയപ്പെടുന്ന വചനം നന്നായിട്ട് ശ്രദ്ധിക്കണം. ശേഷം ഞാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. ഇത് ചെയ്താൽ നിർബന്ധമായിട്ടും കർത്താവ് നിങ്ങളെ വിടുവിച്ചിരിക്കും. നല്ല കൈകൾ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ കർത്താവിന്. ആമേൻ. ഇനി നമ്മൾ സബ്ജക്റ്റിലേക്ക് പ്രവേശിക്കുന്നു. ശാപങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക. ഒരേ സ്കൂളിൽ ഒന്നായി പഠിച്ച 2 പേർ, ഒരുപോലെ വിവാഹം കഴിച്ച 2 കുടുംബങ്ങൾ, ഒരുമിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത 2 വ്യക്തികൾ, ഒരുമിച്ച് വളർന്ന 2 കളിക്കൂട്ടുകാർ. ഒരാൾ വളർന്ന് അനുഗ്രഹിക്കപ്പെട്ട് ഉയർന്ന പദവിയിലേക്ക് വരുന്നു. ഒരുവൻ തളർന്ന് ഒന്നുമില്ലാതെ പോകുന്നു. ഒരുവൻ പഠിച്ച് IAS അധികാരിയായിട്ടോ IPS ആയിട്ടോ ഉയർന്ന പദവിയിലേക്ക് കയറി വരുന്നു. മറ്റൊരുത്തൻ ഇപ്പോഴും കൂലി തൊഴിലാളിയായിട്ട് ജീവിക്കുന്നു. ഒരേപോലെ വിവാഹം കഴിച്ച 2 കുടുംബങ്ങൾ. ഒരു കുടുംബം മക്കളുമായി കൊച്ചുമക്കളുമായിട്ടൊക്കെ പ്രസവിച്ച് വളർത്തി നല്ല കുടുംബജീവിതം നയിച്ച് സന്തോഷത്തോടെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തിൽ നല്ല വീട്, വസ്തു, വാഹനങ്ങളോടെ അനുഗ്രഹത്തോടെ ജീവിക്കുന്നു. മറ്റൊരു കുടുംബം പാതി വഴിക്ക് തന്നെ വിവാഹ ബന്ധം വേർപെട്ടു, കുടുംബജീവിതം തകർന്നു, തലമുറകളില്ല, ജീവിതം തകർന്നു പോയി, നല്ല വീടില്ല, വസ്തുവില്ല, ഇപ്പോഴും ദാരിദ്ര്യത്തിലും കഷ്ടതയിലുമാണ്. ഒരുപോലെ തന്നെയാണ് വിവാഹം കഴിച്ചത്.
പ്രാപിച്ചത്. പക്ഷെ ഒരാൾ അനുഗ്രഹിക്കപ്പെട്ട് ഉയർച്ച പ്രാപിച്ചു, മറ്റൊരാൾ തളർന്നുപോയി. അതിനർത്ഥം ഒരുവൻ അനുഗ്രഹത്തിന് കീഴിലും മറ്റൊരുവൻ ശാപത്തിന് കീഴിലുമാണ്. ഒരുമിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത രണ്ട് വ്യാപാരികൾ, ഒരാൾ ബിസിനസ്സിൽ സാമ്രാജ്യം പണിതു, അനിൽ അംബാനിയോ മുകേഷ് അംബാനിയോ പോലെ വലിയ ബിസിനസ്സുകാരനായി മാറി. അവർ വളർന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് കൂടെ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത മറ്റൊരു ബിസിനസ്സുകാരൻ കടം കയറി ആത്മഹത്യ ചെയ്തു. അവൻ്റെ ബിസിനസ് പോലും ഇല്ലാതെ പോയി. അർത്ഥം ഒരുവൻ അനുഗ്രഹത്തിന് കീഴിലും മറ്റൊരുവൻ ശാപത്തിന് കീഴിലുമാണ്. ഒരുമിച്ച് വളർന്ന രണ്ട് കളിക്കൂട്ടുകാർ, കുഞ്ഞുനാളിൽ ഒരുമിച്ച് ഒരേ ഗ്രാമത്തിൽ ഒരുമിച്ച് ജനിച്ച് വളർന്ന രണ്ടുപേരാണ്. പക്ഷെ ഒരുവൻ ഉയർന്ന നിലയിൽ വളർന്ന് അനുഗ്രഹിക്കപ്പെട്ടു. മറ്റൊരുവൻ ആ ഗതിയിൽ തന്നെ, അതേ സാധാരണ ഗതിയിൽ, അതേ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ ഒരു ഗതിയും പ്രാപിക്കാതെ ഇപ്പോഴും ആ പഴയ വീട്, പഴയ ഭക്ഷണം, പഴയ വസ്ത്രം, പഴയ കൾച്ചർ, ആ പഴയ അനുഭവം, അതിൽ തന്നെ അങ്ങ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അത് വിട്ട് ഒരു പടിയിലേക്ക് ഉയർന്നു വരാൻ കഴിഞ്ഞില്ല. ഇതിൻ്റെ അർത്ഥം ഒരുവൻ അനുഗ്രഹത്തിന് കീഴിൽ അവൻ അനുഗ്രഹിക്കപ്പെട്ട് ഉയർന്നു, മറ്റൊരുവൻ ശാപത്തിന് കീഴിൽ അവൻ ശാപിക്കപ്പെട്ട് തകർന്നു പോയി. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലായാൽ ഒരു ആമേൻ പറഞ്ഞ കർത്താവിന്. ഒരേപോലെ സ്കൂളിൽ ഒന്നിച്ച് പഠിച്ച രണ്ടുപേരിൽ ഒരാൾ ഉയർന്ന പദവിയിലേക്ക് കയറി വന്ന ഒരാൾ ഒന്നുമില്ലാതെയായിപ്പോയി. രണ്ടിൻ്റെ പ്രത്യേകത എന്താ? അനുഗ്രഹിക്കപ്പെട്ടവൻ ഉയർച്ച പ്രാപിച്ചു, ശാപത്തിന് കീഴിലുള്ളവൻ തകർന്നു പോയി. ഒരുമിച്ച് വിവാഹം കഴിച്ച ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെട്ട നല്ല ജീവിതം നയിക്കുന്നു, മറ്റൊരു കുടുംബം തലമുറയായി ശപിക്കപ്പെട്ട് കിടക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും ശാപത്തിൻ്റെയും അടയാളങ്ങളാണ്. അനുഗ്രഹിക്കപ്പെട്ടവൻ ഒരുവൻ ശാപത്തിലും, ഒരുവൻ അനുഗ്രഹത്തിനും കീഴിലാണ്. അനുഗ്രഹിക്കപ്പെട്ടവൻ എവിടെ കൈവച്ചാലും അവിടെയെല്ലാം അനുഗ്രഹമായിരിക്കും. ശാപത്തിന് കീഴിലുള്ളവൻ എവിടെ തൊട്ടാലും അവിടെയെല്ലാം ശാപമായിരിക്കും. അനുഗ്രഹത്തിലുള്ളവൻ എന്ത് ചെയ്താലും ജയമായിരിക്കും. ശാപത്തിന് കീഴിലുള്ളവൻ എന്ത് ചെയ്താലും തോൽവിയായിരിക്കും. അനുഗ്രഹവും ശാപവും ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പാരമ്പര്യ ശാപങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ വിഷയമാണ്. പാരമ്പര്യ ശാപം എങ്ങനെ പിന്തുടർന്ന് വരുന്നെന്നാൽ മുത്തശ്ശൻ, അച്ഛൻ, മോൻ, മോൻ്റെ മോൻ, ഇങ്ങനെയാണ് 4 തലമുറകളായിട്ടാണ് പാരമ്പര്യ ശാപം തുടർന്ന് വരുന്നത്. ഇപ്പം മുത്തശ്ശൻ ഒരു വിഭചാരിയായിരിക്കും. മുത്തശ്ശന് ഒരു സ്ത്രീകളെ പോരാ, പല സ്ത്രീകളുമായിട്ട് പരസ്ത്രീ ബന്ധമുള്ള ആളാണ്. തീർച്ചയായിട്ടും അപ്പച്ചൻ അതുപോലെ തന്നെ ആയിരിക്കും. അപ്പൻ അതേ ക്യാരക്ടറുള്ളായിരിക്കും. ഇപ്പം മോനും അതേ ക്യാരക്ടർ ഉണ്ടാകും. അതിൻ്റെ അർത്ഥം മുത്തശ്ശൻ ചെയ്ത പാപം മുത്തശ്ശൻ്റെ മോൻ ചെയ്തിരിക്കും, അപ്പച്ചൻ ചെയ്തിരിക്കും, അപ്പച്ചൻ ചെയ്ത് മോൻ ചെയ്തിരിക്കും, മോൻ ചെയ്ത് മോൻ്റെ മോനും ചെയ്യും. അതേപോലെ തന്നെ മുത്തശ്ശൻ്റെ വീട്ടിൽ ഒരാൾക്ക് തലമുറ കാണത്തില്ല, അപ്പച്ചൻ്റെ വീട്ടിൽ ഒരാൾക്ക് തലമുറ കാണത്തില്ല, മോൻ്റെ ജീവിതത്തിൽ ഒരാൾക്ക് തലമുറ കാണത്തില്ല, ഇപ്പം മോൻ്റെ മോക്കും തലമുറ കാണത്തില്ല. അതേപോലെ മുത്തശ്ശന് ഡിവോഴ്സ് ആയിരിക്കും, അപ്പച്ചൻ ഡിവോഴ്സ് ആയിരിക്കും, അപ്പന് ഡിവോഴ്സ് ആയിരിക്കും, മോനും ഡിവോഴ്സ് ആയിരിക്കും. ഇതേപോലെ തുടർന്ന് വരുന്നത്. മുത്തശ്ശനിൽ ഒരാൾ മാനസിക രോഗം കാണും, അടുത്ത തലമുറയിലും ഒരാൾക്ക് മാനസിക രോഗം കാണും, അടുത്ത തലമുറയിൽ മാനസികം കാണും, ഇപ്പം മോന് മാനസിക രോഗം ആയിരിക്കും. ഇതേപോലെ തന്നെ അമ്മയുടെ ഭാഗത്തിൽ മുത്തശ്ശിയുടെ ക്യാരക്ടർ എന്നത് അമ്മച്ചിക്ക്, അമ്മച്ചിയുടെ ക്യാരക്ടർ എന്നത് അമ്മയ്ക്ക്, അമ്മയുടെ ക്യാരക്ടർ ഏതോ അത് തന്നെ ഇപ്പം മോക്കും കാണും. ഇങ്ങനെ പാരമ്പര്യമായി തുടർന്ന് വരുന്ന ശാപങ്ങൾ. നിങ്ങളുടെ ക്യാരക്ടറിനെ നിങ്ങൾ ഇപ്പം ഈ പിള്ളേർ ഇവിടെ ഇരിപ്പുണ്ട്. ഈ പിള്ളേരുടെ ക്യാരക്ടറിനെ തിരിച്ചറിയാൻ ഇവരുടെ അമ്മയുടെ ക്യാരക്ടർ തിരിച്ചറിയാൻ. ഇവരുടെ അമ്മയുടെ ക്യാരക്ടർ ആയിരിക്കും അമ്മച്ചിയുടെ ക്യാരക്ടർ, അവിടെ അമ്മച്ചിയുടെ ക്യാരക്ടർ ആയിരിക്കും മുത്തശ്ശിയുടെ ക്യാരക്ടർ. ഇവരുടെ സ്വഭാവത്തിൽ ഇവരെയല്ല വഴക്ക് പറയേണ്ടത്, ഇവരുടെ മുത്തശ്ശിയിൽ നിന്ന് കയറി വന്ന സ്വഭാവങ്ങളായിരിക്കും ഇവരിലേക്ക് പകരപ്പെടുന്നത്. അല്ലെങ്കിൽ മുത്തശ്ശനിൽ നിന്ന് കയറി വന്ന സ്വഭാവങ്ങളായിരിക്കും ഇവരിൽ നിന്ന് പകരം വരുന്നത്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ക്യാൻസർ, ഇങ്ങനെ മുതലായ രോഗങ്ങളെല്ലാം പാരമ്പര്യ ശാപത്തിലൂടെ വരുന്ന രോഗങ്ങളാണ്. പാരമ്പര്യമായി കൈമാറി വരുന്ന രോഗങ്ങളും പാരമ്പര്യമായി കൈമാറി വരുന്ന ശാപങ്ങളുമാണ്. ഈ ശാപങ്ങളെ യേശുവിനാൽ തകർക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ എത്ര പേർ ആമേൻ പറയും കർത്താവിന്? മുത്തശ്ശൻ കടക്കാരനായിരിക്കും, അപ്പച്ചൻ കടക്കാരനായിരുന്നു, മോനും കടക്കാരൻ, അപ്പനും കടക്കാരനാണ്, ഇപ്പം മോനും കടക്കാരനാണ്. എന്തുവാ? മുത്തശ്ശനിൽ നിന്ന് കുറി വന്ന ശാപങ്ങൾ. അതേപോലെ മക്കളില്ലാത്ത അനുഭവം, അതേപോലെ തുടർച്ചയായി വരുന്ന രോഗങ്ങൾ, അതേപോലെ പാപങ്ങൾ, ഇതെല്ലാം ജനറേഷനലായി പാപം തലമുറകളായി തുടർന്ന് വരുന്ന ശാപങ്ങളാണ്. ഇന്നത്തെ 4ാം തലമുറയായ നിങ്ങളുടെ സ്വഭാവ വൈകല്യങ്ങൾക്ക് കാരണം നിങ്ങളുടെ അപ്പൻ്റെ സ്വഭാവമായിരിക്കും, അല്ലെങ്കിൽ അമ്മയുടെ സ്വഭാവമായിരിക്കും. ഇനി അമ്മയ്ക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാകാൻ, അപ്പന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാകാൻ കാരണം അപ്പച്ചൻ്റെ സ്വഭാവമായിരിക്കും, അമ്മച്ചിയുടെ സ്വഭാവമായിരിക്കും. അപ്പച്ചനും അമ്മച്ചിക്കും ആ സ്വഭാവം വരാൻ കാരണം മുത്തശ്ശനും മുത്തശ്ശിക്കും അതേ സ്വഭാവം ഉണ്ടായിരിക്കും. ഇതാണ് പാരമ്പര്യമായി തുടർന്ന് വരുന്ന ശാപങ്ങൾ. മനസ്സിലായാൽ ആമേൻ പറഞ്ഞേ കർത്താവിന്. പാരമ്പര്യ ശാപങ്ങൾ തകരുന്നതോടെ സ്വഭാവശുദ്ധി നടക്കും. പാരമ്പര്യ ശാപം തകരുന്നതോടെ ഈ പാരമ്പര്യമായി കൈമാറിപ്പാട് വരുന്നത് തകർന്നു പോകും. അടുത്ത ജനറേഷൻ ഭയങ്കരമായി അനുഗ്രഹിക്കപ്പെടാൻ ഇടവരും. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ഞങ്ങൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ പാരമ്പര്യ ശാപത്തെ തകർത്ത് പ്രാർത്ഥിക്കാനുള്ള
പ്രധാന കാരണങ്ങളിൽ ഒന്ന് സൗന്ദര്യമുള്ള കുഞ്ഞുങ്ങൾ ലഭിക്കണം എന്നതാണ് ആദ്യത്തെ കാരണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ആദ്യമേ പ്രാർത്ഥിച്ചത്. ആമേൻ. ദൈവത്തിൻ്റെ കൃപയാൽ ആമേൻ ദൈവം അതേപോലെ തന്നെ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ എനിക്ക് നൽകി തന്നു. രണ്ടാമത്, ഞങ്ങൾ അനുഭവിച്ച ദാരിദ്ര്യം, ആമേൻ, വല്യപ്പച്ചനും മുത്തച്ഛനും ഒക്കെ അനുഭവിച്ച ദാരിദ്ര്യം അപ്പനമ്മയൊക്കെ അനുഭവിച്ചിരുന്നു. അപ്പനമ്മയെ അനുഭവിച്ച ദാരിദ്ര്യം ഞങ്ങളും ഒരു പരിധിവരെ അനുഭവിച്ചിരുന്നു. പക്ഷെ ഞങ്ങളുടെ തലമുറ അനുഭവിച്ചില്ല. അവർ വളരെ ലാവിഷായിട്ടാണ് ജീവിക്കുന്നത്. അതിൻ്റെ അർത്ഥം ശാപം തകർന്നതിൻ്റെ അടയാളമാണ്. ഞങ്ങൾ കിലോമീറ്ററുകൾ നടന്നു പോയാണ് സ്കൂളിൽ പോയി പഠിച്ചത്. പക്ഷെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇന്ന് വരെ ആമേൻ സ്റ്റെപ്പ് വെച്ച് നടന്നിട്ടില്ല. സ്തോത്രം. അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയ വണ്ടിയാണ്, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ വീടാണ്. ആമേൻ. അത്രയും ദൈവം അവരെ അനുഗ്രഹിച്ചു. ഞങ്ങളൊരു വസ്ത്രത്തിന് വേണ്ടി 3-4 വർഷങ്ങൾ കാത്തിരിക്കണമായിരുന്നു. പക്ഷേ അവർക്ക് മാസാമാസം പുതിയ വസ്ത്രങ്ങളാണ്. ഞങ്ങൾ ലോക്കൽ സ്കൂളിലാണ് പഠിച്ചത്. പക്ഷെ അവരിന്ന് പഠിക്കുന്ന നല്ല ഹൈ ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലാണ് അവർ പഠിക്കുന്നത്. ഞങ്ങൾ ഒരു നേരം ഭക്ഷണത്തിന് ഒത്തിരി ബുദ്ധിമുട്ടിയിരുന്നു. പക്ഷേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാകാരം വേണ്ടെന്ന് പറഞ്ഞ് വലിച്ചെറിയുക. ആമേൻ. അത്രയ്ക്കും സമൃദ്ധിയായി ദൈവം അവരെ അനുഗ്രഹിച്ചു. അതിൻ്റെ അർത്ഥം 4 തലമുറകളിൽ വന്ന ശാപങ്ങൾ തകർക്കപ്പെട്ടതോടെ 5ാം തലമുറ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന അതേ സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ ഇടവരുത്തട്ടെ. ഈ ശാപവും അനുഗ്രഹത്തെക്കുറിച്ച് സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ചിലത് തകർന്ന് നിങ്ങളുടെ 5ാം തലമുറ അനുഗ്രഹിക്കപ്പെടാൻ ഇടവരുത്തട്ടെ. അതിന് ഈ ദൈവവചനം നിങ്ങളെ ശുദ്ധീകരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എത്ര പേർ കൈകൾ അടിച്ച കർത്താവിനെ ആത്മാവിൽ സ്തുതിക്കും? അവർ ദൈവത്തെ സ്തുതിക്കട്ടെ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞ കർത്താവ്. ഞാൻ പറയുന്ന ആശയം പിടികിട്ടുന്നുണ്ട് എന്നാണ് വിശ്വാസം. ഉണർവ് പ്രസംഗം അല്ലാത്തത് കൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. സ്തോത്രം. ആമേൻ. എൻ്റെ ജീവിതത്തിൽ നടന്നത് ആമേൻ അടുത്ത ജനറേഷൻ ഭയങ്കരമായി അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി. കോവിഡിൻ്റെ സീസണിലെല്ലാം ആമേൻ പലരും ഭക്ഷണമില്ലാതെ വലയുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വന്നതെല്ലാം ആമേൻ ചാക്ക് കണക്കിലാണ് അരിയും മാവൊക്കെ വരുന്നത്. ആമേൻ. ഞങ്ങൾ അതെല്ലാം മറ്റുള്ളവർക്കെല്ലാം ഷെയർ ചെയ്യുമായിരുന്നു. ആമേൻ. അതേപോലെ പലഹാരങ്ങളെല്ലാം ബാക്കറി ഈ അട്ടപ്പെട്ടിക്ക് പാക്ക് ചെയ്തിട്ട് ആ ബാക്കറി ഐറ്റംസ് ഒക്കെ വീട്ടിൽ വന്നത് കുഞ്ഞുങ്ങൾക്ക്. വിദേശ രാജ്യങ്ങളിൽ നിന്നായിരുന്നു നന്മകളൊക്കെ കർത്താവ് ഞങ്ങൾക്ക് തന്നത്. അങ്ങനെ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചതിൻ്റെ ലക്ഷണം ശാപം തകർന്നപ്പം അടുത്ത തലമുറ അപ്പത്തിന് ഇറക്കാതെ കർത്താവ് അനുഗ്രഹിച്ചു എന്നതിൻ്റെ അടയാളമാണ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ശാപം തകർക്കപ്പെട്ടേ പറ്റൂ. ആമേൻ പറഞ്ഞ കർത്താവിന് ആമേൻ. ഇത് ആമേൻ പാരമ്പര്യമായി തുടർന്ന് വരുന്ന ശാപമാണ്. ഈ പാരമ്പര്യ ശാപം തകർന്നതോടെ നമ്മുടെ ജീവിതത്തിൽ അടുത്ത ജനറേഷൻ അനുഗ്രഹിക്കപ്പെടും. അപ്പൊ ഇന്ന് വരെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചാൽ ഇത് തീർച്ചയായും ചെയ്യണം. ആമേൻ പറഞ്ഞ കർത്താവിന്. അത് അനുഗ്രഹവും ശാപവും നാം അറിയാതെ നമ്മെ പിന്തുടർന്ന് വരുന്ന ഒരു നിഴല് പോലെയാണ്. ശരിക്കും പറഞ്ഞാൽ ശാപത്തിൽ ജീവിക്കുന്നത് നിഴലിനോട് യുദ്ധം ചെയ്യുന്നത് പോലെയാണ്. ശാപത്തിൽ ജീവിക്കുന്നത് നിഴലിനോട് യുദ്ധം ചെയ്യുന്ന പോലെയാണ്. ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ പിന്നാലെ ഒരു നിഴലുണ്ട്. ഇങ്ങനെ നോക്കിക്കേ, ഭിത്തിയിലൊരു നിഴലുണ്ട്. ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ ഭിത്തിയിൽ നിഴലുണ്ട്. ഈ നിഴലിനെ ഞാൻ കുത്തിയാൽ കണ്ടോ, നിഴൽ കുത്തുന്നു. ആമേൻ. നിഴലിനെ ഞാൻ തലോടിയാൽ നിഴൽ തലോടുന്നു. ആമേൻ. ഞാൻ പോയാൽ നിഴലും എൻ്റെ പുറകെ വരും. അതിൻ്റെ അർത്ഥം ഞാൻ എന്ത് ചെയ്താലും ഈ നിഴലും അതേപോലെ ചെയ്യും. പിടികിട്ടുന്നുണ്ടോ? ഇതുപോലെ തന്നെയാണ് ശാപത്തിലുള്ള ജീവിതം. നിഴലിനോട് യുദ്ധം ചെയ്യുന്നത് പോലെയാണ് ശാപത്തിൽ ജീവിക്കുന്ന ജീവിതം. നമ്മൾ എന്ത് ചെയ്താലും ഈ നിഴല് നമ്മെ ഫോളോ അപ്പ് ചെയ്യുന്നത് പോലെ ആമേൻ ശാപം നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അത് നമ്മളെ അനുഗ്രഹിക്കപ്പെടാൻ വിടത്തില്ല. ഓരോ ശാപത്തിൻ്റെയും പിമ്പിൽ ഒരു റൂട്ട് കോസ് കാണും. ആമേൻ. ഒരു ആണിവേര് കാണും. ആണിവേര് പിഴുതെറിയപ്പെടാതെ ശാപം തകർക്കപ്പെടത്തില്ല. ആമേൻ. സോ അനുഗ്രഹിക്കപ്പെടുകയും ശാപിക്കപ്പെടുകയും ചെയ്യുന്നതിന് പിമ്പിലുള്ള റൂട്ട് കോസിനെ കണ്ടെത്തി അതിനെ പ്രാർത്ഥിച്ച് പൊട്ടിച്ചാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായാൽ നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ കർത്താവിന്. അനുഗ്രഹിക്കപ്പെട്ട സഭയും ശുശ്രൂഷകനും വളർന്നുകൊണ്ടിരിക്കുന്നു. ശപിക്കപ്പെട്ട സഭയും ശുശ്രൂഷകനും ഒന്നുമില്ലാതെ വീണു പോകുന്നു. അവർ സാത്താൻ്റെ അതിരുകളെ കടക്കുന്നില്ല. ഈ ചർച്ച തുടങ്ങിയിട്ട് എത്ര വർഷങ്ങളായെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നോക്കിക്കേ, ഇന്ന് ഒരു ചർച്ചിൻ്റെ ആമേൻ അവസ്ഥകൾക്ക് ഒരു പുരോഗതി വരാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് ശാപത്തിൻ്റെ അടയാളമാണ്. ആമേൻ. അറ്റ്ലീസ്റ്റ് ആത്മാക്കൾ വന്നില്ലെങ്കിൽ പോലും ചർച്ച് ഒന്ന് മോഡിഫൈ ചെയ്ത് നല്ലൊരു ബിൽഡിംഗ് എങ്കിലും പണിത് വെച്ചിരുന്നെങ്കിൽ അത് അനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണ്. ആമേൻ. എങ്ങനെ പണിതപ്പെട്ടോ
അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും ആയിരിക്കുന്നത്. നോക്കിക്കുക, ഇതിൻ്റെ പരിശീലനം അങ്ങനെയായിരിക്കുന്ന, മുറി അങ്ങനെയായിരിക്കുന്ന, ജീവിതശൈലി അങ്ങനെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഡെഫിനറ്റ്ലി ശാപത്തിൻ്റെ അടയാളം തന്നെ ഇത് തന്നെ തെളിയിക്കുന്നു. ഈ അവസ്ഥ തന്നെ തെളിയിക്കുന്നു ശാപത്തിൻ്റെ അടയാളത്തെ. അപ്പോൾ ശാപമില്ലെന്ന് നിങ്ങൾക്ക് പറയാനേ പറ്റത്തില്ല. ആമേൻ. ശാപത്തിൻ്റെ കീഴിൽ എന്നതിന് വ്യക്തമായ തെളിവാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടാത്തത്. അനുഗ്രഹിക്കപ്പെട്ട സഭ വളർന്നു വർദ്ധിച്ചുകൊണ്ടിരിക്കും. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൻ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൻ ശുശ്രൂഷയുടെ ആരംഭം പോലെയല്ല, മേൽക്ക് മേൽ വളർന്നുകൊണ്ടിരിക്കും. അവന് ഉയർച്ച സംഭവിച്ചുകൊണ്ടിരിക്കും. അവൻ പിശാച് വെച്ച് അതിരുകളെ കടന്ന് വളർന്നുകൊണ്ടിരിക്കും. ആമേൻ. ആ സഭ ആത്മാക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കും. ആ സഭയ്ക്കകത്ത് ആത്മാക്കളുടെ അതിരുകൾ ആത്മാക്കളുടെ വരവ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. സഭയുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കും. സഭയ്ക്ക് ആത്മീയ അഭിവൃദ്ധി നടന്നുകൊണ്ടിരിക്കും. അത് അനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണ്. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട സഭയും ശുശ്രൂഷകനും വളർന്നുകൊണ്ടിരിക്കും. ശപിക്കപ്പെട്ട സഭയും ശുശ്രൂഷകനും ഒന്നുമില്ലാതെ പോകും. ശപിക്കപ്പെട്ട സഭയ്ക്കകത്ത് പരിമിതിയെ പൊട്ടിച്ച് ആത്മാക്കൾ കയറി വരത്തില്ല. ശപിക്കപ്പെട്ട സഭയ്ക്കകത്ത് ശുശ്രൂഷകനും വളരത്തില്ല. ശുശ്രൂഷകനും ദാരിദ്ര്യത്തിലായിരിക്കും, സഭയും ദാരിദ്ര്യത്തിലായിരിക്കും. രണ്ടിൻ്റെയും പ്രത്യേകത അതിരുകളെ കടക്കാത്തതിന് പിമ്പിലുള്ള പരിമിതികളാണ്. ഇത് സാത്താൻ വെച്ച അതിരാണ്. നമുക്ക് മൂന്ന് അതിരുകളുണ്ട്. ഒന്ന് നമുക്ക് നാം വയ്ക്കുന്ന അതിര്, രണ്ട് നമുക്ക് മനുഷ്യൻ വയ്ക്കുന്ന അതിര്, മൂന്ന് നമുക്ക് പിശാച് വയ്ക്കുന്ന അതിര്. ഒന്ന് നമുക്ക് നാം വയ്ക്കുന്ന അതിര്, ഞാൻ ഇത്രയേ വളരത്തുള്ളൂ, ഇതിനപ്പുറം വളരത്തില്ല, ഇത്രയേ നന്നാകത്തുള്ളൂ, ഇതിനപ്പുറം നന്നാകത്തില്ല, എനിക്ക് ഇത്രയേ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ, ഇതിനപ്പുറം രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇങ്ങനെ നാം നമുക്ക് സ്വയം വെച്ചിരിക്കുന്ന അതിരാണ്. ആമേൻ. എനിക്ക് എൻ്റെ മേൽ കിടക്കുന്ന അഭിഷേകം ഇത്രയേ ഉള്ളൂ, എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ഇത്രയേ ഉള്ളൂ, എനിക്ക് ഇത്രയും ആത്മാക്കളെ നേടാൻ പറ്റത്തുള്ളൂ, ഇതിനപ്പുറത്ത് നേടാൻ പറ്റത്തില്ല, എനിക്ക് ഇത്രയേ പഠിക്കാൻ പറ്റത്തുള്ളൂ, ഇതിനപ്പുറത്ത് എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല, എനിക്ക് ഇവിടം വരെ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതിനപ്പുറത്ത് എനിക്ക് ജോലി ചെയ്യാൻ കഴിയത്തില്ല. ആമേൻ. എനിക്ക് ഇത്രയേ ബിസിനസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതിനപ്പുറം ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് ഇത്രയൊക്കെ അധ്വാനിക്കാൻ പറ്റത്തുള്ളൂ, ഇതിനപ്പുറത്ത് എനിക്ക് അധ്വാനിക്കാൻ പറ്റത്തില്ല. ഇത് ശാപത്തിൻ്റെ അടയാളങ്ങളാണ്. മനസ്സിലായാൽ ഒരാമേൻ പറഞ്ഞ കർത്താവിന്. ഇത് നിങ്ങൾ വെച്ച അതിരാണ്, ഇതിനപ്പുറത്തേക്ക് എനിക്ക് കഴിയത്തില്ല. നിങ്ങൾക്ക് നല്ല കഴിവുണ്ടാകും, പക്ഷെ നിങ്ങൾ പറയും എൻ്റെ കഴിവ് ഇത്രയേ ഉള്ളൂ, ഇതിനപ്പുറത്ത് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയും. ഇത് നിങ്ങൾ വെച്ച അതിരാണ്. രണ്ടാമത് നിങ്ങൾക്ക് മനുഷ്യൻ വെച്ച അതിര്. നിന്നെ വളരാൻ അനുവദിക്കത്തില്ല, നന്നാകാൻ അനുവദിക്കത്തില്ല, രക്ഷപ്പെടാൻ അനുവദിക്കത്തില്ല. ഇത്രയേ നീ വളരത്തുള്ളൂ, ഇത്രയേ നന്നാകത്തുള്ളൂ, ഇതിനപ്പുറത്തേക്ക് നീ നന്നാകത്തില്ല, ഇതിനപ്പുറത്തേക്ക് നീ വളരത്തില്ല. ഇങ്ങനെ മനുഷ്യൻ നിങ്ങൾക്കൊരു പരിധി വെച്ചിരിക്കും, ഇതിനപ്പുറത്തേക്ക് വളരാൻ അനുവദിക്കത്തില്ലെന്ന്. ഇത് മനുഷ്യൻ വെച്ച അതിരാണ്. അടുത്ത മൂന്നാമത് പിശാച് ഒരു അതിര് വെച്ചിരിക്കും നിങ്ങൾക്ക്. ആമേൻ. മന്ത്രവാദം കൊണ്ടോ ആവിചാരങ്ങൾ കൊണ്ടോ ക്ഷുദ്രങ്ങൾ കൊണ്ടോ നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ പൂട്ടും, നിങ്ങളുടെ കുടുംബജീവിതത്തെ ബന്ധിക്കും, നിങ്ങളുടെ ബിസിനസ്സിനെ ബന്ധിക്കും, സഭയുടെ വളർച്ചയെ തടയും. ഇങ്ങനെ പിശാച് ഒരു പരിമിതി വെച്ച് ഇതിനപ്പുറത്തേക്ക് വളരാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് പിശാച് ചില പരിമിതികൾ വെച്ചിരിക്കും. ഈ മൂന്ന് പരിമിതികളെയും യേശുവിനെ പൊട്ടിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ എത്ര പേർ കൈകൾ അടിച്ച കർത്താവിനെ ആത്മാവിൽ സ്തോത്രം ചെയ്യും? നല്ല ശക്തിയോടെ കൈകൾ അടിച്ച കർത്താവിനെ. നിങ്ങൾ ആ പരിമിതിയെ പൊട്ടിച്ച് നിങ്ങളുടെ കഴിവല്ല, ദൈവത്തിൻ്റെ കഴിവ്. നിങ്ങളുടെ കഴിവിനെ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ കഴിവ് മാനിഫെസ്റ്റ് ആകാൻ പ്രാർത്ഥിച്ച്, അവൻ നിങ്ങളുടെ അതിരിനെ പൊട്ടിച്ച് ദൈവത്തിൻ്റെ അതിരുകൾ തുറന്നു വരാൻ പ്രാർത്ഥിച്ച്. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 55-ാം അധ്യായം 10-ാം വാക്യം, നിന്റെ വിചാരങ്ങൾ എൻ്റെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ നിങ്ങളെക്കുറിച്ച് എൻ്റെ വിചാരങ്ങളും വഴികളും ഉയർന്നിരിക്കുന്നു. പ്രിയരെ, നമുക്ക് നാം വെച്ചതല്ല, ദൈവം നമ്മെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്ന, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വിചാരങ്ങൾ നടക്കട്ടെ. ശ്രദ്ധിച്ചേ. ഇന്ന് പകൽ പരിമിതികൾ പൊട്ടുന്ന പകലായി മാറട്ടെ. ഹല്ലേലൂയ. ഒരു സഭയ്ക്കകത്ത് ശാപം കിടപ്പുണ്ടെങ്കിൽ ആ സഭയുടെ അതിരുകൾ ഒരിക്കലും വിശാലമാകത്തില്ല. അതിന് പിമ്പിൽ ചില പ്രത്യേക കാരണങ്ങൾ ഉണ്ടായിരിക്കും. ചില ദൈവദാസന്മാർ ദൈവസഭയ്ക്കകത്ത് കണ്ണുനീരൊഴുക്കിയിട്ട് ഇറങ്ങിപ്പോയി കാണും. ചില ദൈവമക്കൾ ദൈവദാസന്മാരെ ക്രൂരമായി നിന്ദിക്കുകയും അപമാനിക്കുകയും പീഡിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാകും.
ആമേൻ. അതിനെ പിമ്പിൽ ആ ദൈവദാസന സഭയെ ശപിച്ചിട്ട് പോയി കാണും. നിങ്ങൾ ഒരിക്കലും നന്നാകത്തില്ല, നിങ്ങളോ നിങ്ങളുടെ തലമുറയോ നന്നാകത്തില്ല, വിടുവിക്കപ്പെടത്തില്ല, അങ്ങനെ പറഞ്ഞിട്ട് പോയി കാണും. അങ്ങനെയുള്ള ശാപങ്ങൾ കിടപ്പുണ്ടെങ്കിൽ സഭ വളരത്തേയില്ല. ഈ അടുത്ത കാലത്ത് ഒരു ട്രഡീഷണൽ ചർച്ചിൽ ഒരു പാരമ്പര്യം എന്ന് ഉദ്ദേശിക്കുന്നത് പെന്തക്കോസ്ത് ചർച്ചിനെ കുറിച്ചാണ്. ആമേൻ. ഒരു മെയിൻലൈൻ ട്രഡീഷൻ ചർച്ചിലേക്ക് ആമേൻ ഞാൻ ശുശ്രൂഷയിലേക്ക് പോയി. ആമേൻ. ആ ചർച്ചിനകത്ത് ആമേൻ ഒരു കാലഘട്ടത്തിലുള്ള ദൈവദാസൻ തെറ്റി എന്ന് പറയും. ആ ദൈവസഭയ്ക്കകത്തുള്ള ചില ദൈവമക്കൾ ആ ദൈവദാസനെ സഭയ്ക്കകത്തിട്ട് അടിച്ച് എന്നിട്ട് വേദനയോടെ നിറകണ്ണോടെ അഭിഷക്തൻ ആ ചർച്ചിനകത്തിരുന്ന് ആ രാത്രി തന്നെ താനും ഭാര്യയും തന്നെ കുഞ്ഞുങ്ങളൊക്കെ രാത്രി തന്നെ പാക്ക് ചെയ്ത് പ്രഭാതം അവൻ ഒറ്റ ആത്മാവ് അറിയാതെ ആ ചർച്ചിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് അദ്ദേഹം ഇച്ചിരി വെള്ളമെടുത്ത് പ്രാർത്ഥിച്ച് ആ ചർച്ചുകളിലേക്ക് ഇങ്ങനെ തെളിച്ചിട്ട് പറഞ്ഞിട്ട് പോയി, ഈ ഒരിക്കലും നീ നന്നാകാതിരിക്കുക, നീ ശപിക്കപ്പെടുക, എൻ്റെ കണ്ണുനീർ വീണതുപോലെ ഇവിടെ കണ്ണുനീർ വീഴട്ടെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയെന്ന്. ആ ചർച്ചിനകത്ത് കയറിയ ഒറ്റ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴും വിരൽ കൊണ്ട് എണ്ണാവുന്ന കുറച്ച് ആത്മാക്കളേ ഉള്ളൂ. ആമേൻ. ആ ചർച്ച പെടുന്ന പാരമ്പര്യം പറഞ്ഞ് കുറച്ചിരിക്കുന്ന കുറച്ച് പേരേ ഉള്ളൂ. ആ കുടുംബങ്ങൾ ഗതി പിടിച്ചിട്ടില്ല. ആമേനോടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ല. ഇതിനെ അർത്ഥം ഒരു അഭിഷക്തൻ വേദനിച്ച് ശപിച്ചിറങ്ങിപ്പോയാൽ അതും ശാപത്തിൻ്റെ കാരണങ്ങൾ. അതാണ് സഭയുടെ അതിരുകൾ വിശാലമാകാത്തതിന് പിമ്പിലുള്ള പ്രധാന കാരണങ്ങൾ. സോ ആമേൻ. ശാപത്തിന് കീഴിലുള്ളവൻ സാത്താൻ വെച്ച അതിരുകളെ കടക്കത്തില്ല. കാരണം ശാപത്തിൻ്റെ കീഴിലായതുകൊണ്ട് സാത്താൻ്റെ പരിമിതിയിൽ തന്നെ നിൽക്കും. പക്ഷെ അനുഗ്രഹത്തിൻ്റെ കീഴിലുള്ളവൻ സാത്താൻ വെച്ച പരിമിതികളെ പൊട്ടിച്ചവൻ കയറി വന്നിരിക്കും. ആമേൻ. ഇന്നലെ വരെ നിങ്ങൾ ശാപത്തിൻ്റെ കീഴിലാണെങ്കിൽ ഈ ശാപം തകർക്കപ്പെടുന്നതോടെ സാത്താൻ വെച്ച പരിമിതികളെ പൊട്ടിച്ച് വളരുന്ന സഭയായി ഈ സഭ മാറാനിടവരട്ടെ. മനസ്സിലായാൽ നല്ല ആമേൻ പറഞ്ഞാട്ടെ. ഡെറിക് ബിൻസിൻ്റെ പുസ്തകത്തിൽ നിന്ന് എടുത്ത ഒരു ചരിത്ര സംഭവം ഞാൻ നിങ്ങൾക്ക് വായിച്ചു കാണിപ്പിക്കാം. ക്രിസ്തീയ ചരിത്രകാരന്മാരായ അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ചരിത്രകാരന്മാർ ഏകദേശം 1000 കുടുംബങ്ങളെ തിരഞ്ഞെടുത്ത് 200 വർഷത്തിൻ്റെ ചരിത്ര പഠനം നടത്തി. 200 വർഷത്തിൽ ചരിത്രമെടുത്ത് പഠിച്ചു. അവിശ്വാസികളുമായിട്ടുള്ള കുടുംബങ്ങളെ തിരഞ്ഞെടുത്ത് 1000 കുടുംബങ്ങളെ തിരഞ്ഞെടുത്തു. എന്നിട്ട് അവരുടെ 200 വർഷത്തെ കുടുംബ ചരിത്രമെടുത്ത് പഠിച്ചപ്പം അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബവും ശപിക്കപ്പെട്ട മറ്റൊരു കുടുംബവും 2 കുടുംബത്തിൽ നിന്ന് എടുത്ത അനുഗ്രഹത്തിന് ശാപത്തിന് ലക്ഷണങ്ങൾ ഡെറിക് ബിൻസിന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നൊരു സംഭവം ഞാൻ നിങ്ങൾക്ക് വായിച്ചു കാണിക്കാം. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജോനത്താൻ എഡ്വേർഡ് എന്ന മനുഷ്യന്റെ ചരിത്രമാണ്. 200 വർഷത്തിൽ ഈ ജോനത്താൻ എഡ്വേർഡ് അമേരിക്കയിൽ ഉണർവിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ട ശക്തനായ ഒരു ദൈവഭൃത്യനാണ്. അദ്ദേഹത്തിന്റെ കണ്ണ് ഒരു മാതിരി ഇച്ചിരി കോങ്ങണ്ട് പോലെ ഒരു മാതിരി ഇരിക്കുമെന്ന്. വിദ്യാഭ്യാസത്തിന് അത്ര കഴിവും പ്രാപ്തിയോ ഒന്നും ഇല്ല ഉള്ള ആളല്ല. ഒരു സാധാരണ ദാരിദ്ര്യ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട വ്യക്തിയാണ് ജോനത്താൻ എഡ്വേർഡ്. പക്ഷേ ശക്തനായ ഒരു ദൈവഭക്തനാണ്, ദൈവ പൈതലാണ്, വിശ്വാസിയായിരുന്നു, ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവ പൈതലാണ്. ജോനത്താൻ എഡ്വേർഡ് ദൈവഭക്തനായി ജീവിച്ചതിന് പിന്നിൽ 200 വർഷത്തിനൊടുവിൽ ആ കുടുംബം അസാധാരണമായി അനുഗ്രഹിക്കപ്പെട്ടു. 200 വർഷത്തിന് പഠനമെടുത്ത് നടത്തിയപ്പം 19-ാം നൂറ്റാണ്ട് മുതൽ 21-ാം നൂറ്റാണ്ട് വരെ ധ്യാനിച്ച ജോനത്താൻ എഡ്വേർഡിന്റെ കുടുംബത്തിന്റെ ഒടുക്കത്തെ റിസൾട്ട് ഇതായിരുന്നു. 200 വർഷത്തിന്റെ പഠനത്തിന്റെ ഒടുവിൽ ജോനത്താൻ എഡ്വേർഡിന്റെ കുടുംബം വന്ന് 3594 കുടുംബങ്ങളാണ്. ഒരാൾ തന്നെ ജോനത്താൻ എഡ്വേർഡ് 200 വർഷത്തിൻ്റെ പഠനത്തിൻ്റെ ഒടുവിൽ ആ കുടുംബത്തിൻ്റെ അംഗസംഖ്യ 3000 കുടുംബങ്ങളുടെ അംഗസംഖ്യ 3594 കുടുംബങ്ങളാണ്. അത് പുകവലിക്കുന്നവർ ഒരാൾ പോലുമില്ല, പോലീസിൽ കേസുള്ളവർ ആരുമില്ല, ജയിലിൽ പോയവർ ആരുമില്ല, കോടതി പ്രതിക്കൂട്ടിൽ കയറിയവർ ആരുമില്ല, മദ്യപാനികളോ വേശികളോ ആ കുടുംബത്തിലില്ല, ചൊറി ചിരങ്ങം മുതലായ പകർച്ചവ്യാധിയിൽ ഐസൊലേഷൻ വാർഡിൽ പോയവർ ആരുമില്ല, ഡിവോഴ്സ് കേസുള്ളവർ ആരുമില്ല, കടം കൂടി നശിച്ചുപോയ മനുഷ്യർ ആരുമില്ല, അഗതികൾ ആ കുടുംബത്തിലില്ല, വിശപ്പുള്ളവർ ആ കുടുംബത്തിലില്ല, അശുദ്ധിയുള്ളവർ ആ കുടുംബത്തിലില്ല. ആ കുടുംബത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഇതാണ്. 295 പേർ ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചവരാണ്. അതിൽ 13 പേര് കോളേജ് പ്രിൻസിപ്പൽസാണ്, 65 പേര് കോളേജ് പ്രൊഫസേഴ്സാണ്, 3 പേർ USA വൈസ് പ്രസിഡൻറ്റേഴ്സാണ്, 3 പേര് USA സ്റ്റേറ്റ് ഗവർണേഴ്സാണ്, ഒരാൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഗവർണറായിരുന്നു, 7 പേര് ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച ഉന്നത പദവി വഹിക്കുന്നവരായിരുന്നു, 211 പേര് ഫോറിൻ മിഷനിൽ വർക്ക് ചെയ്യുന്നവരായി, IFS വർക്ക് ചെയ്യുന്നവരായിരുന്നു, 30 പേര് ജഡ്ജിമാരായിരുന്നു, ഒരാൾ 100 പേര് അഡ്വക്കേറ്റ് ആയിരുന്നു, അതിൽ ഒരാൾ ഒരു ലോ കോളേജിൻ്റെ ഡീനായിരുന്നു, 56 പേര് മെഡിക്കൽ ഡോക്ടേഴ്സ് ആയിരുന്നു, അതിൽ ഒരാൾ മെഡിക്കൽ കോളേജിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു, 100 പേര് മിലിറ്ററി ഫ്ലാഗ് യൂസ് ചെയ്യുന്ന ഹയർ റാങ്കുള്ള ഓഫീസേഴ്സ് ആയിരുന്നു. പിന്നെ സുവിശേഷകന്മാർ, ബിസിനസ്സുകാർ, എഴുത്തുകാർ, ഇങ്ങനെ പോകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ അംഗസംഖ്യ. ശ്രദ്ധിച്ച്, അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം അംഗത്തിൽ മാത്രമല്ല അനുഗ്രഹത്തിലും അവർ വളർന്നു വന്നിരുന്നു. അടുത്ത ശപിക്കപ്പെട്ട കുടുംബം. അതേ ജോനത്താൻ എഡ്വേർഡിൻ്റെ കൂടെ ഒരേ ക്ലാസ്സിൽ, ഒരേ റൂമിൽ, ഒരേ ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് പഠിച്ച വ്യക്തിയാണ് മാക്സ് ഡ്യൂക്ക്.
ജോണത്തൻ എഡ്വിൻ്റെ കൂടെ പഠിച്ച വ്യക്തി, നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബത്തിൻ്റെ അംഗം, നല്ല എഡ്യൂക്കേഷൻ ഉള്ളവനായിരുന്നു. ഇദ്ദേഹം നല്ല ജ്ഞാനവും കഴിവും അറിവുമുള്ള വ്യക്തിയായിരുന്നു മാക്സ് ജൂക്ക്. പക്ഷെ ദൈവഭക്തനല്ലായിരുന്നു. മാക്സ് ജൂക്കിനെ കുറിച്ച് പറഞ്ഞത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഏകദേശം 100 വർഷത്തിൻ്റെ ഒടുവിൽ ആ കുടുംബത്തിൽ ഒരാൾ പോലും ജീവനോടെ ഇല്ല. അത്രയും പേരും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടിരുന്നു. ശാപിക്കപ്പെട്ട കുടുംബത്തിൻ്റെ പ്രത്യേകത ശ്രദ്ധിച്ചോ? ആ കുടുംബം 100 വർഷത്തിന് ഒടുവിൽ 560 ഫാമിലിയായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ടവൻ്റെ കുടുംബം 3500 ആയിരുന്നു. ശപിക്കപ്പെട്ടവൻ്റെ കുടുംബം 100 വർഷത്തിന് ഒടുവിൽ 560 കുടുംബം, ഒറ്റ ഒരാൾ പോലും ഇല്ലാതെയായിപ്പോയി. സകലതും മരിച്ചുപോയി. ആ കുടുംബത്തിൻ്റെ പ്രത്യേകത 33 കുടുംബങ്ങൾ കടഭാരത്താൽ തകർന്നു പോയവരാണ്. 33 പേർ കുടുംബജീവിതം തകർന്ന് ഡിവോഴ്സ് ആയവരാണ്. 150 പേർ ക്രിമിനൽ കേസുകളിൽ അകപ്പെട്ടവരാണ്. 40 പേർ ജയിലിൽ കിടന്നവരാണ്. 70 പേർ കൊലയാളികളായിരുന്നു. മദ്യപാനികളും പുകവലിക്കുന്നവരും ഒത്തിരി പേര്. ഇതിനപ്പുറത്ത് സ്ത്രീകളിൽ 190 പേർ തെരുവ് വേശികളായി. ശപിക്കപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ അനുഗ്രഹത്തിൻ്റെയും ശാപത്തിൻ്റെയും അടയാളം? അനുഗ്രഹിക്കപ്പെട്ട കുടുംബം അനുഗ്രഹിക്കപ്പെട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു. ശപിക്കപ്പെട്ട കുടുംബം ശപിക്കപ്പെട്ട് തളർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽ നിങ്ങൾ അനുഗ്രഹത്തിൻ്റെ കീഴിലാണോ ശാപത്തിൻ്റെ കീഴിലാണെന്ന് സ്വയം നിങ്ങൾ പരിശോധന ചെയ്യുക. ഞാൻ ഇത്രയും പറയുമ്പോൾ തന്നെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണാം. നിങ്ങൾ അനുഗ്രഹത്തിലാണോ ശാപത്തിലാണോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണാം. മനസ്സിലായാൽ കൈകൾ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞ്. ആമേൻ. അനുഗ്രഹത്തിൽ നിന്ന് ശാപത്തിലേക്ക് പോകുന്ന മാനവരാശിയുടെ നീക്കം. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ ആകാശം ഭൂമിയും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ദൈവം ആകാശത്തെ സൃഷ്ടിച്ചു, ഭൂമിയെ സൃഷ്ടിച്ചു, സമുദ്രത്തെ സൃഷ്ടിച്ചു. ആകാശവും ആകാശത്തിലുള്ളതിനെയും സൃഷ്ടിച്ചു, ഭൂമിയും ഭൂമിയിലുള്ളതിനെയും സൃഷ്ടിച്ചു, സമുദ്രവും സമുദ്രത്തിലുള്ളതിനെ ദൈവം സൃഷ്ടിച്ചു. സൃഷ്ടിച്ചപ്പം സൃഷ്ടിയുടെ ഓരോ ദിവസത്തിനും സൃഷ്ടിയുടെ ഒടുവിൽ ദൈവം അതിനെ നല്ലത് എന്ന് കണ്ടു. നല്ലതെന്ന് കണ്ടു. ആ പദങ്ങൾ ഇംഗ്ലീഷ് ബൈബിളിൽ വായിക്കുമ്പോൾ വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ് എന്ന് പറയുന്നത് കാണാൻ കഴിയും. സോ നല്ലത് എന്ന് കണ്ടു ദൈവം അതിനെ പ്രശംസിച്ചു, അതിനെ ബ്ലെസ് ചെയ്തു എന്നതാണ്. നല്ലത് എന്ന് പറഞ്ഞു, അനുഗ്രഹിച്ചു. അങ്ങനെ ദൈവം സൃഷ്ടിയെ അനുഗ്രഹിച്ചു, മനുഷ്യനെ അനുഗ്രഹിച്ചു, കുടുംബജീവിതത്തെ അനുഗ്രഹിച്ചു, പറവകളെ അനുഗ്രഹിച്ചു, വൃക്ഷങ്ങളെ അനുഗ്രഹിച്ചു, ദിവസങ്ങളെ അനുഗ്രഹിച്ചു. സിസ്റ്റത്തെ, കോസ്മോസിനെ കർത്താവ് അനുഗ്രഹിച്ചു. ഇങ്ങനെ സകലത്തെയും ദൈവം അനുഗ്രഹിക്കുമായിരുന്നു. ദൈവത്തിന് നല്ലതെന്ന് തോന്നുന്നതെല്ലാം ദൈവം അനുഗ്രഹിച്ചു. ഒരാമേൻ പറഞ്ഞ്. ആമേൻ. എൻ്റെ കുഞ്ഞുങ്ങൾ കിഡ്സാണ്, കൊച്ചു കുഞ്ഞുങ്ങളാണ്. ആമേൻ. മൂത്ത കുഞ്ഞിന് ഇപ്പം ഈ വർഷമാണ് 4-ാം ക്ലാസ്സിൽ പോകുന്നത്, 9 വയസ്സ്. ബാക്കിയെല്ലാം എൻ്റെ താഴെയുള്ള കുഞ്ഞുങ്ങളാണ്. സ്തോത്രം. എൻ്റെ കൊച്ചു കുഞ്ഞുങ്ങൾ ഇവർ വളർന്നു വരുന്ന ഈ പ്രായത്തിൽ പെട്ടെന്ന് പടമെടുത്ത് ഡ്രോയിങ് എടുത്ത് ബുക്കെടുത്ത് ഡ്രോയിങ് വരയ്ക്കും. വരച്ചുകൊണ്ട് വരുമ്പോൾ ആനയെ പൂച്ചയായിട്ട് വരയ്ക്കും, പൂച്ചയെ ആനയായിട്ട് വരയ്ക്കും. പട്ടിയെ പശുവായിട്ട് വരയ്ക്കും, പശുവിനെ പട്ടിയായിട്ട് വരയ്ക്കും. ഇങ്ങനെ വരച്ചുകൊണ്ട് വരും. എന്നിട്ട് വരച്ചുകൊണ്ട് വന്ന് എൻ്റെ മുമ്പിൽ കൊണ്ട് കാണിച്ചിട്ട് പറയും, പപ്പ നോക്കിക്കുക ആന എന്ന് പറയും, പപ്പ നോക്കിക്കുക പൂച്ച എന്ന് പറയും. കണ്ട പൂച്ച ആനയായിരിക്കും, ആന പൂച്ചയായിരിക്കും. പക്ഷെ വരയൊന്നും അത്ര ബെറ്റർ ആയിട്ടൊന്നും തോന്നത്തില്ല. എന്നാൽ അത് കാണുമ്പോൾ ഞാൻ പറയും വെരി ഗുഡ്, സൂപ്പർ, എക്സലന്റ് അങ്ങനെ പറയും. അതിനർത്ഥം എന്നറിയാവോ? ഞാൻ പറയുന്നത് കേൾക്കാൻ വേണ്ടി തന്നെയാണ് കുഞ്ഞുങ്ങൾ അങ്ങനെ കൊണ്ട് കാണിക്കുന്നത്. ഞാൻ അങ്ങനെ നല്ലത് എന്ന് പറയുമ്പോൾ അവരുടെ അകത്ത് പോസിറ്റീവ് എനർജി ഉണ്ടാകുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതിൻ്റെ അർത്ഥം വരയ്ക്കുന്നത് എൻ്റെ കുഞ്ഞുങ്ങളാണ്, അതുകൊണ്ട് അവർ ചീത്ത വരച്ചോ നല്ലത് വരച്ചോ, പക്ഷെ എനിക്കവരെ പ്രശംസിക്കാൻ തോന്നി, അതുകൊണ്ട് നല്ലതെന്ന് തോന്നി, ഞാൻ അവരുടെ കഴിവിനെ പ്രശംസിച്ചു. നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? ഇതേപോലെയാണ് അനുഗ്രഹത്തിൻ്റെ കീഴിലുള്ളതിനെല്ലാം ദൈവം പ്രശംസിക്കും, ശാപത്തിൻ്റെ കീഴിലുള്ളത് തകർക്കപ്പെടും. ഒരാമേൻ പറഞ്ഞ്. ശാപത്തിൻ്റെ കീഴിലാകുന്നതിൻ്റെ പ്രത്യേകത തന്നെ അനുസരണക്കേടാണ്. അതുകൊണ്ട് അനുസരണക്കേടുള്ളവനെ ദൈവം മൈൻഡ് ചെയ്യത്തില്ല, അവൻ ശപിക്കപ്പെട്ടു പോകും, അവൻ അനുഗ്രഹിക്കപ്പെടത്തില്ല. പക്ഷെ അനുഗ്രഹത്തിന് കീഴിലുള്ള അവൻ പ്രശംസിക്കപ്പെടും, അവൻ അനുഗ്രഹിക്കപ്പെടും. ഞാൻ ഒരു പ്രാവശ്യം വെരി ഗുഡ് എന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം വീണ്ടും വേറെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കൊണ്ടുവരും. ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. എൻ്റെ 3-ാമത്തെ കുഞ്ഞുണ്ട്. അവളെപ്പോഴും സ്കൂളിൽ പോയ മിടുക്കിയാണ്. ഓരോ ദിവസങ്ങളിൽ സ്കൂൾ കഴിഞ്ഞ് വന്ന ഉടനെ തൻ്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടേ അടുത്ത കാര്യം നോക്കത്തുള്ളൂ. പഠിത്തത്തിൽ മിടുക്കിയാണ്. എല്ലാ ദിവസവും സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ 2, 3, 4 സ്റ്റാർ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വരും. അങ്ങനെ സ്റ്റാർ വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്ന ഉടനെ ആദ്യമേ ബുക്ക് എടുക്കും. ബുക്ക് എടുത്തിട്ട് അവൾ ഈ സ്റ്റാർ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഒരു സ്റ്റാർ നോക്കിയാണ് പറയും വെരി ഗുഡ്, സൂപ്പർ എന്ന് പറയും. ഉടനെ വീണ്ടും കാണിക്കും. ഞാൻ പറയും എക്സലന്റ്, വെരി ഗുഡ്, സൂപ്പർ എന്ന് പറയും. വീണ്ടും പറയും വെരി 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 ഗുഡ് എന്ന് പറയും. ഞാനിത് പറയാൻ വേണ്ടി തന്നെ അവളിങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. ഞാനിങ്ങനെ കാണിക്കുന്നതോറും അവളുടെ കഴിവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നിങ്ങൾക്ക് പറയുന്ന പിടികിട്ടിയോ? ഇതാണ് അനുഗ്രഹത്തിന്റെ ലക്ഷണം. നല്ലത് എന്ന് കണ്ടതിനെല്ലാം ദൈവം നല്ലത് എന്ന് കണ്ടു, നല്ലത് എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ സൃഷ്ടിയെ കർത്താവ് അനുഗ്രഹിച്ചു. അങ്ങനെ ദൈവം സകലത്തെയും ദൈവം അനുഗ്രഹിച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ സൃഷ്ടിയെ മുഴുവൻ ദൈവം നല്ലതെന്ന് കണ്ട് അനുഗ്രഹിച്ചു. വെരി ഗുഡ് എന്ന് പറഞ്ഞു അതിനെ അനുഗ്രഹിച്ചതാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ കാണുന്നത്.
അതേപോലെ രണ്ടാമത്തെ അധ്യായത്തിൽ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു. ആമേൻ. മൂന്നാമത് പറവകളെയും വൃക്ഷങ്ങളെയും ദൈവം അനുഗ്രഹിച്ചു. അതിനുശേഷം ദിവസങ്ങളെയും സിസ്റ്റത്തെ വരെ ദൈവം നല്ലതെന്ന് കണ്ട് ദൈവം അനുഗ്രഹിച്ചു. ആമേൻ. പക്ഷെ അനുഗ്രഹിച്ച അതേ ദൈവം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സകലത്തെയും ദൈവം ശപിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവം സകലത്തെയും അനുഗ്രഹിക്കുന്നു. 2 അധ്യായങ്ങളെ കഴിഞ്ഞുള്ളൂ. 3-ാമത്തെ അധ്യായത്തിൽ സകലത്തെയും കർത്താവ് ശപിക്കുന്നു. ആമേൻ. ശാപത്തിന്റെ 1-ാമത്തെ അടയാളം അനുസരണക്കേടാണ്. പാപം മൂലമാണ് ശാപം വരുന്നത്. രാമൻ പറഞ്ഞ കർത്താവിന് നല്ലൊരു ഹാലിലെ പറഞ്ഞ കർത്താവ്. നമ്മളിൽ പാപമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശാപം വരും. ആമേൻ. പാപമില്ലെങ്കിൽ നമ്മളിൽ ശാപമില്ല. അപ്പൊ ശാപത്തിന്റെ അടയാളം തന്നെ പാപമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. 2-ാമത്തെ അധ്യായത്തിൽ മൺകൂടാരത്തിനകത്ത് മനുഷ്യനെ സ്ഥാപിക്കുന്നു. 2-ാമത്തെ അധ്യായം ഒടുവിൽ ഏദൻ തോട്ടത്തെയും അവന് തക്ക തുണയും കുടുംബജീവിതം ഏൽപ്പിക്കുന്നു. എന്നിട്ട് തോട്ടത്തിന്റെ നടുക്കുള്ള നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ് വിലക്കുന്നു. 3-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ ആമേൻ ഉപായത്താൽ സർപ്പത്താൽ ഹവ്വ വഞ്ചിക്കപ്പെടുന്നു, ചതിക്കപ്പെടുന്നു. അങ്ങനെ പാപം പ്രവേശനം നടത്തുന്നു. പാപം പ്രവേശനം നടത്തുന്നതോടെ ആമേൻ അവർ ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിക്കുന്നു. ഇപ്പോഴും പാപവും ശാപവും വരാൻ കാരണം ദൈവകൽപ്പന ലംഘിക്കുന്നതുകൊണ്ടാണ്. മനസ്സിലായല്ലോ? രാമൻ. നമ്മുടെ പാപത്തിന്റെ പ്രധാന കാരണങ്ങളെ കൽപ്പന ലംഘിക്കപ്പെടുന്നത് കൊണ്ടാണ്. കൽപ്പന ലംഘിക്കുന്നത് പാപത്തിന്റെ അടയാളമാണ്. സ്തോത്രം. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ക്ലാരിഫൈ ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് പോകാം. കൽപ്പന ലംഘിക്കപ്പെടുമ്പോൾ പാപവും ശാപവും ഉണ്ടാകുന്നത് ഡെഫിനറ്റ്ലി കൺഫേംഡ് ആണ്. പാപം ഉണ്ടാകുന്നത് സർവ്വസാധാരണമാണ്. നമ്മുടെ ആത്മീയന്മാർ പറയുന്ന ഒരു പദമാണ് മെയിൻ ലൈൻ ചർച്ചസ് എന്ന് വെച്ചാൽ ട്രഡീഷണൽ ചർച്ചസിനെ കുറിച്ച് ഞാൻ പറയുന്നത്, പെന്തക്കോസുകാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മൾ സാധാരണമായിട്ട് പറയുന്ന ഒരു പദമാണ് ആമേൻ. നമ്മൾ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മിൽ ശാപം ഇല്ല എന്ന് പറയുന്ന ഒരു പദം. നമ്മിൽ ശാപം ഇല്ല എന്ന് പറയുന്നത്. എൻ്റെ ചോദ്യം, ശാപം ഇല്ല എങ്കിൽ നിങ്ങൾ എന്തിനാ ഇങ്ങനെ കിടക്കുന്നത്? അതാ എൻ്റെ ചോദ്യം. നിങ്ങൾ എത്ര വർഷം കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങി? കുറഞ്ഞത് 10 വർഷമെങ്കിലും ആയോ? 10 വർഷം ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയിട്ട് ശാപം ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനാ ഇങ്ങനെ കിടക്കുന്നത്? കാരണം ശപിക്കപ്പെട്ടവനാ തകർന്നു കിടക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവൻ മേൽഗതി പ്രാപിച്ച ലക്ഷണമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നു, ശാപം ഇല്ല എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നില്ല? ചോദ്യം 1. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് പുരോഗതി വന്നില്ലെങ്കിൽ ആമേൻ നിങ്ങൾ 1 ചൊവ്വനേരെ രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് അതിന്റെ അർത്ഥം. അല്ല 2 ആമേൻ നിങ്ങളുടെ ശാപം തകർക്കപ്പെട്ടിട്ടില്ല എന്നത് ഡെഫിനറ്റ്ലി കൺഫേംഡ് ആണ്. അടുത്ത 3-മത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടില്ല എങ്കിൽ ദൈവവചനം വേണ്ടുവോളം നിങ്ങൾ അനുസരിച്ചിട്ടില്ല. ന്യായപ്രമാണത്തെ നിങ്ങൾ അനുസരിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാത്ത. ഞാൻ ആ ചോദ്യത്തിന് ആൻസർ വീണ്ടും ഇതിന്റെ അവസാനം കൊണ്ടുവന്ന് പറഞ്ഞ നിർത്തത്തുള്ളൂ. അടുത്ത ഭാഗത്തിലേക്ക് പോകുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ ആമേൻ ഉപായത്താൽ ആമേൻ സർപ്പം ഹവ്വയെ ചതിക്കുന്നു. അങ്ങനെ ചതിക്കപ്പെട്ട് പാപം ചെയ്യുന്നു. പാപം ചെയ്യുന്നതോടെ ദൈവം പാമ്പിനെ ശപിക്കുന്നു. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഇതെല്ലാം തെളിയിച്ചു പോകാനുള്ള സമയമില്ലാത്തതുകൊണ്ട് താഴോട്ട് നമുക്ക് ഒത്തിരി സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഡീപ്പായിട്ട് എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ സെഷനിൽ ഔട്ട്ലൈൻ പറഞ്ഞ് നിർത്താൻ വേണ്ടിയാണ് ഞാൻ ഓടിച്ചു പോകുന്നത്. പെട്ടെന്ന് വായിച്ചു തുടങ്ങിക്കോ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഇനി പടപടാന്ന് വാക്യം വായിക്കണം. അമ്മച്ചി 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 1-ാമത്തെ വാക്യം. നിങ്ങൾ ശ്രദ്ധിച്ചേ. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശല്യമേറിയതായിരുന്നു. എല്ലാവരും പറഞ്ഞേ. പാമ്പ് അന്ന് തന്ത്രശാലിയാണ്. എല്ലാവരും പറഞ്ഞേ, ഒച്ചയ്ക്ക് പറഞ്ഞേ. പാമ്പ് തന്ത്രശാലിയാണ്. നിങ്ങൾ പാമ്പിനെ സ്വപ്നം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിക്കേ. പാമ്പിനെ സ്വപ്നം കണ്ടവർ, അല്ല സ്വപ്നം കാണുന്നവർ, ധൈര്യമായിട്ട് ഉയർത്ത. അരക്കൈ ഉണ്ടെങ്കിൽ അരക്കൈ ഉയർത്ത്, മുഴുക്കൈ ഉണ്ടെങ്കിൽ മുഴുക്കൈ ഉയർത്തി. ഇത്രയും പേരും പാമ്പിനെ സ്വപ്നം കണ്ടവരാണ്. ഈ നിങ്ങൾ പാമ്പിനെ ജീവിതത്തിൽ എന്നെങ്കിലും നിങ്ങൾ പാമ്പിനെ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ഈ 4 കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാകും. പാമ്പിനെ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ, 1, പാമ്പിനെ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിന്ദിക്കപ്പെട്ടിരിക്കും. നിങ്ങളുടെ മേൽ ഒരു കാരണമില്ലാതെ നിന്നയോ അപമാനമോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. 2, നന്നായിരുന്ന ബന്ധങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടായിരിക്കും. എവിടെന്നെങ്കിലും നിങ്ങൾ ഭിന്നിപ്പിക്കപ്പെട്ടിരിക്കും, വഴക്കുണ്ടാക്കിയിരിക്കും.
അടുത്ത മൂന്നാമത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിച്ചിരിക്കും. ഒന്നീ ബന്ധം നഷ്ടപ്പെട്ടിരിക്കും, ഇല്ലെങ്കിൽ സാമ്പത്തികം നഷ്ടപ്പെട്ടിരിക്കും, ഇല്ലെങ്കിൽ വസ്തു നഷ്ടപ്പെട്ടിരിക്കും, എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിച്ചിരിക്കും. നാലാമത്, നിങ്ങളുടെ മേൽ അപവാദം ചമച്ചിരിക്കും. നിങ്ങൾ ചെയ്യാത്ത കുറ്റം ചെയ്തുവെന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞിരിക്കും. ഈ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നിരിക്കും. പാമ്പിനെ സ്വപ്നം കണ്ടാൽ ഈ 4 കാര്യം നടന്നിരിക്കും. അതിൻ്റെ അർത്ഥം എന്തറിയാമോ? പാമ്പ് നമ്മെ ചതിക്കുന്നവനാണ്. പിടികിട്ടിയോ? പാമ്പിനെ സ്വപ്നം കണ്ടാൽ വീണ്ടും നിങ്ങൾ 1 or 2 ദിവസമെങ്കിലും ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആ പാമ്പിനെ നിങ്ങൾ തല്ലിക്കൊല്ലുന്ന പോലെയോ വെട്ടുന്നത് പോലെയോ ചതയ്ക്കുന്നത് പോലെയൊക്കെ സ്വപ്നം കാണും. അങ്ങനെ കാണുന്നത് വരെ പ്രാർത്ഥിക്കണം. അങ്ങനെ കണ്ടാൽ നിങ്ങൾ അതിന് ജയിച്ചു എന്നാണ് അർത്ഥം. ഇല്ലെങ്കിൽ പാമ്പിനെ കണ്ടാൽ ഇത് സംഭവിച്ചിരിക്കും. ചർച്ചിനകത്ത് പാമ്പിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചർച്ച് സ്പ്ലിറ്റ് ആയിരിക്കും. ചർച്ച് 2ആയിട്ട് വിഭാഗിക്കപ്പെട്ടിരിക്കും. പാമ്പിന്റെ സ്വഭാവമാണ്. പാമ്പിന്റെ വിഷം കിടക്കുന്നത് തലയ്ക്കകത്താണ്. പാമ്പ് കൊത്തിയാൽ വിഷം കയറുന്നതും തലയ്ക്കകത്താണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് പാമ്പിന്റെ തലയെ, സർപ്പത്തിന്റെ തലയെ ചതച്ച് കളഞ്ഞത്. മനസ്സിലായാൽ കൈകളടിച്ച കർത്താവിനെ സ്തോത്രം ചെയ്ത്. അതുകൊണ്ട് പാമ്പിന് നമുക്ക് ഒരു കേടും വരുത്താൻ പറ്റത്തില്ല. യേശുവിനെ നിങ്ങളെ വിടുവിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. സർപ്പം തന്ത്രശാലിയായിരുന്നു. പിശാച് എപ്പോഴും തന്ത്രപരമായിട്ടേ ആമേൻ ചലിക്കത്തുള്ളൂ. ഇനി പാമ്പ് ചെയ്യുന്ന ഒരു സ്വഭാവം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ ഭാഗത്തേക്ക് വരാം. താഴോട്ട് വായിച്ചാൽ കണ്ടോ? പോഷ്കിനെ വിശ്വസിപ്പിക്കും. പാമ്പ് എന്താ പറയുന്നേ? ദൈവം എന്തോ പറഞ്ഞ് മരിക്കുമെന്ന്. പാമ്പ് എന്താ പറയുന്നത്? മരിക്കത്തില്ലെന്ന്. എല്ലാവരും പറഞ്ഞ്. ദൈവം എന്താ പറയുന്നത്? മരിക്കും. പക്ഷെ പാമ്പ് എന്താ പറയുന്നത്? മരിക്കത്തില്ല. നിങ്ങൾ മരിക്കത്തില്ല നിശ്ചയം. എക്കോ കുറച്ച്. ആമേൻ. നിങ്ങൾ മരിക്കത്തില്ല നിശ്ചയം. വായിച്ചേ. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾ നന്മ തിന്മകളെ കുറിച്ച് അറിയും. കണ്ടോ? ദൈവം പറയുന്നത് മരിക്കുമെന്ന്. പക്ഷെ പിശാച് എന്ത് പറയുന്നു? മരിക്കത്തില്ല. പിന്നെ നിങ്ങൾ ആരെ പോലെയാകും? നന്മ തിന്മകളെ കുറിച്ച് അറിവ് ലഭിക്കും. പിന്നെ ദൈവത്തെ പോലെയാകും. ഇങ്ങനെ പോഷ്കിനെ വിശ്വസിപ്പിക്കുക. എല്ലാവരും പറഞ്ഞേ. പാമ്പ് പോഷ്കിനെ വിശ്വസിപ്പിക്കും. പറഞ്ഞേ. കള്ളത്തരത്തെ വിശ്വസിപ്പിക്കും. പിടികിട്ടിയോ? ഇന്നും നമ്മുടെ ആത്മീയ കോളത്തിനകത്തും ഇങ്ങനെ കുറെ പാമ്പ് കിടന്ന് വിളയാടുന്നുണ്ട്. അതുകൊണ്ടാണ് കള്ളത്തരത്തെ വിശ്വസിപ്പിക്കുന്നത്. ആമേൻ പറഞ്ഞ്. യാഥാർത്ഥ്യതയെ വിശ്വസിക്കാൻ അനുവദിക്കാത്തതിന് അടയാളം പാമ്പാണ്. നിങ്ങൾ പിടിച്ചോ? പാമ്പ് എപ്പോഴും നമ്മൾ ചതിക്കാനേ തീരുമാനിക്കത്തുള്ളൂ. സോ ഇന്നത്തെ ആത്മീയർ ഒത്തിരി ചതിക്കപ്പെടുന്നുണ്ട്. ശുശ്രൂഷകളിലായാലും കൃപാവരങ്ങളിലായാലും ഉപദേശങ്ങളിലായാലും നാം ഒത്തിരി ചതിക്കപ്പെടുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിക്കോണം, നാം ചതിക്കപ്പെടുന്നതിന് പിമ്പിൽ പാമ്പാണ്. പാമ്പ് എപ്പോഴും നമ്മളെ വഞ്ചിക്കുന്നവനായിരിക്കും. അവൻ യാഥാർത്ഥ്യതയിൽ നിന്ന് ജനത്തെ തിരിക്കും, കള്ളത്തരത്തെ വിശ്വസിപ്പിക്കും, പോഷ്കിനെ വിശ്വസിപ്പിക്കും. അതാണ് പാമ്പിൻ്റെ സ്വഭാവം. മനസ്സിലായാൽ നല്ലൊരു ആമേൻ പറഞ്ഞേ കർത്താവിന്. സോ പാമ്പ് ഹവയെ ചതിച്ചു. അങ്ങനെ വൃക്ഷഫലം കഴിച്ചു. ആ ദൈവം തോട്ടത്തിൻ്റെ നടുവിലേക്ക് വരുന്ന സമയം, തോട്ടത്തിൽ വരുന്ന സമയം ആമേൻ, ആദമും ഹവയും തോട്ടത്തിൽ നിന്ന് ഒളിച്ചു നിൽക്കുന്നു. കർത്താവ് അവരെ വിളിച്ച് അന്വേഷിക്കുന്നു. അവസാനം ആദം പറയുന്നു, ദൈവമേ ആമേൻ, ഞാൻ നഗ്നനാകുന്ന കൊണ്ട് തോട്ടത്തിൻ്റെ നടുവിൽ, വൃക്ഷങ്ങളുടെ നടുവിൽ ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആമേൻ എസ്കേപ്പ് ആകുന്നു. ഉടനെ കർത്താവിൻ്റെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, ഞാൻ വിലക്കിയ വൃക്ഷത്തിൻ്റെ ഫലം നീ ഭക്ഷിച്ചുവോ? ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞത് നീ ചെയ്തുവോ എന്നാ ചോദിക്കുന്നത്. ഉടനെ അവൻ ആദ്യം പറഞ്ഞ പദം, ഇല്ല ഞാൻ ചെയ്തു എന്നല്ല പറയുന്നത്. ആമേൻ, എനിക്ക് നീ തുണയായിട്ട് തന്ന സ്ത്രീയാണ് ചെയ്തത്. മനസ്സിലായോ? ആമേൻ. ഇപ്പോഴും അത് നമ്മൾ ചെയ്യുന്നില്ലേ? എപ്പോഴും ചെയ്യുന്നില്ലേ? ആരെങ്കിലും സ്വന്തം കുറ്റം ആരെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ? ഇപ്പോഴും അംഗീകരിക്കത്തില്ല. ആമേൻ. സിസ്റ്ററെ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞെന്ന് ഞാൻ കേട്ടായിരുന്നല്ലോ, നിങ്ങൾ പറഞ്ഞായിരുന്ന സിസ്റ്ററെ അങ്ങനെ ചോദിച്ചാൽ, സോറി പാസ്റ്ററെ ഞാൻ പറഞ്ഞു, ക്ഷമിക്കണം, അങ്ങനെ പറയത്തില്ല. നേരെ തിരിച്ച്, ഞാനല്ല പാസ്റ്ററെ, അവളാ പറഞ്ഞെന്ന് ഇപ്പോഴും പറയും. അവളുടെ മേലിടും നമ്മൾ. അവനാ പറഞ്ഞെന്ന് പറയും. അവസാനം പറഞ്ഞ് ഒന്നുമില്ലാത്ത കൊച്ചു കുഞ്ഞിനെ മേലിൽ കൊണ്ടിട്ടേക്കും, എസ്കേപ്പ് ആകാൻ വേണ്ടി. ഇത് അന്ന് തുടങ്ങിയത് ഇന്നും ഉണ്ടാകുന്നുണ്ട്. ആമേൻ പറഞ്ഞ്. ആമേൻ. പാമ്പിനെ ആദ്യമേ ദൈവം സ്ത്രീയോട് ആദമിനോട് ചോദിച്ചു. ആദം ഉടനെ സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചു. സ്ത്രീയോട് ചോദിച്ചപ്പോൾ സ്ത്രീ പറഞ്ഞു, ഞാനല്ല, പാമ്പാന്ന് പറഞ്ഞു. അവസാനം കർത്താവ് കലിപ്പിച്ചിട്ട് 3 ശപിച്ചു.
ദൈവം ഉൽപ്പത്തി പുസ്തകം 3-ാം 14 ദൈവം പാമ്പിനെ ശപിച്ചു. വായിച്ചേ. ആ കണ്ടോ, നീ ഇത് ചെയ്തത് കൊണ്ട് കാട്ടുജന്തുക്കളിലെല്ലാം നീ ശപിക്കപ്പെട്ടിരിക്കും. കർത്താവ് അങ്ങനെ പാമ്പിനെ ശപിച്ചു. ആമേൻ. അത് ഉൽപ്പത്തി പുസ്തകം 3-ാം 14 പാമ്പിനും സ്ത്രീക്കും ദൈവം ശത്രുത്വം ഉണ്ടാക്കി. പാമ്പിനും മനുഷ്യനും ദൈവം, സാത്താനും മനുഷ്യനും ദൈവം ശത്രുത്വം ഉണ്ടാക്കി. അത് 3-ാം 14 വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാല് തകർക്കും. അങ്ങനെ ആമേൻ. അവർ മനുഷ്യന് തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ പാമ്പിനെ കണ്ട ഉടനെ വടിയെടുക്കുന്നത്. ആമേൻ. അന്നേരം കൊല്ലണം. എന്തിനാ? അന്ന് ദൈവം പറഞ്ഞ ശാപമാണ്. അടുത്ത രണ്ടാമത്തെ ദൈവം സ്ത്രീയെ ശപിച്ചു. ഉൽപ്പത്തി പുസ്തകം 3-ാം 16 ആ ആ ആ മതി. കൈകൾ ഉയർത്തി നല്ലൊരു ആമേൻ പറഞ്ഞേ. കർത്താവ് എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ ഉണ്ടെങ്കിൽ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഉണ്ട്. സ്തോത്രം. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആമേൻ. ശ്രദ്ധിച്ചേ. അടുത്ത ദൈവം സ്ത്രീയെ ശപിച്ചു. സ്ത്രീയുടെ മേലുള്ള ശാപത്തിൻ്റെ അടയാളമാണ് സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. ഇത് സ്ത്രീയെ ശപിച്ച ശാപമാണ്. ആമേൻ. വേദനയില്ലാതെ ഇവിടെ പ്രസവിച്ച ധാരാളം അമ്മമാരുണ്ട്. വേദനയില്ലാതെ പ്രസവിച്ച ഏതെങ്കിലും സ്ത്രീകളുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിക്കാൻ ഞാൻ കാണട്ടെ. നിങ്ങൾ വേദനിക്കാതെ പ്രസവിച്ചു എന്ന് പറയുന്നത് ആർക്കെങ്കിലും നോവുണ്ടാകാതെ പ്രസവം ഉണ്ടായോ? ഇല്ല എങ്കിൽ ശാപത്തിന് അടയാളമാണത്. അപ്പൊ പിന്നെ എങ്ങനെ പറയും ശാപമില്ലത്? ഹലോ, നമുക്കൊരു രോഗം ഉണ്ടാകുന്നതിന് പിമ്പിൽ ആ രോഗത്തിന് ഒരു സിംറ്റംസസ് ഉണ്ടാകുമല്ലോ, ഇല്ലേ? സിംറ്റംസസ് ഇല്ലാതെ രോഗമില്ലല്ലോ. അതുപോലെ ഇതൊരു ശാപത്തിന്റെ അടയാളമല്ലേ. അപ്പൊ പിന്നെ എങ്ങനെ ശാപമില്ല എന്ന് പറയും? വേദനയോടെ മക്കളെ പ്രസവിക്കുമെന്നും, രണ്ടാമത് ഭർത്താവ് നിന്നെ ഭരിക്കുമെന്നും, നിന്റെ ആഗ്രഹം ഭർത്താവിന്റെ മേലായിരിക്കുമെന്നും ആൾറെഡി കർത്താവ് പറഞ്ഞ ശാപമാണ്. ആമേൻ പറഞ്ഞ കർത്താവിന് ഹല്ലേലൂയ. എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ ഞാൻ തോന്നുന്നു. ആമേൻ. ഡെലിവറിക്ക് വേണ്ടി മൂന്നാമത്തെ കുഞ്ഞിനെ ഞാൻ തോന്നുന്നു ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. ആമേൻ. ഭാര്യയെ കൊണ്ടുപോയി ഡെലിവറിക്ക് വേണ്ടി കൊണ്ടുപോയി. സമയം സാധാരണ പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞു. പറഞ്ഞ ഡേറ്റിന് ശേഷവും പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു ദിവസം രാവിലെ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത്, ഈ ഡേറ്റ് എന്നാ ഡോക്ടർ പറഞ്ഞേ? ആമേൻ. ഒരു അനക്കവും കാണുന്നില്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചു. അന്നേരം അവൾ പെട്ടെന്ന് ഓടിപ്പോയി ഡേറ്റ് ചോദിച്ചു. അയ്യോ, ഡേറ്റ് കഴിഞ്ഞു പോയെന്ന് പറഞ്ഞു. ഡേറ്റ് കഴിഞ്ഞ് 4 ദിവസമായെന്ന് പറഞ്ഞു. ആമേൻ. ഡേറ്റ് കഴിഞ്ഞ് 4 ദിവസം ആയെന്ന് പിന്നെ നീ എന്നാ ഓർത്തോണ്ടിരിക്കുക? പെട്ടെന്ന് ഡോക്ടറിനെ വിളിക്കാൻ പറഞ്ഞു. ഡോക്ടറിനെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ചെറിയ സൈൻ പോലും കണ്ടില്ല, ഇല്ലയെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ പെട്ടെന്ന് അങ്ങ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ പറഞ്ഞു. ഹോസ്പിറ്റലിൽ പോയ ഉടനെ മെയിൻ ഡോക്ടറെ കാണുന്നത്. ഹോസ്പിറ്റലിൽ പോയ ഉടനെ അവർ 2 ഷൗട്ട്. 4 ദിവസമായി ഡേറ്റ് പറഞ്ഞിട്ട്, ആക്ച്വലി ഡേറ്റ് പറയുന്ന മുമ്പേ തന്നെ നടക്കണം. ഞങ്ങൾ സാധാരണ 2 ദിവസം എക്സ്ട്രാ ആയിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ 2 ദിവസത്തിന് പിന്നെ നടക്കണം. 4 ദിവസമായിട്ട് നിങ്ങൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പെട്ടെന്ന് ലേബർ റൂമിൽ കയറ്റാൻ പറഞ്ഞു. ലേബർ റൂമിൽ കയറ്റിയ ഉടനെ എനിക്ക് പേടി സിസേറിയൻ ചെയ്യുമെന്നാണ്. കാരണം ഒരു അനക്കവും കാണാത്തതുകൊണ്ട് ഇവരിങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടി. ആമേൻ. ലേബർ റൂമിനകത്ത് കയറ്റി ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞാണ് ഓടി വന്ന് ചോദിച്ചു, സുനിതയുടെ ഭർത്താവ് ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനാണെന്ന്. ഒരു പെൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നത്. അകത്ത് കയറ്റിയതും അറിയാം, പുറത്ത് വന്നതും അറിയാം. ഞാൻ അവളോട് ചോദിച്ചു, എൻ്റെ ഭാര്യയോട് ചോദിച്ചു, നിനക്ക് നോവൊന്നും ഉണ്ടായില്ലേ? എനിക്കൊന്നും അറിയത്തില്ല, അകത്ത് പോയി പ്രസവിച്ച് പുറത്ത് വന്നു. അത്രേ അറിയാം. നിങ്ങൾക്ക് മനസ്സിലായോ? റെയറായിട്ട് ഇന്ന് ഇങ്ങനെ നടക്കുന്നുണ്ട്. വേദനയില്ലാതെ പ്രസവിച്ച അടയാളങ്ങൾ, സാക്ഷ്യങ്ങൾ ഇന്നും ഉണ്ടായിട്ടുണ്ട്. ആമേൻ. എൻ്റെ ഭാര്യയ്ക്ക് മാത്രമല്ല, ഇതേപോലെ വേറെയും കുറേ ടെസ്റ്റിമണീസ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ശാപം തകർക്കപ്പെട്ടാൽ നോവില്ലാതെ ഡെലിവറി നടക്കും. ആമേൻ പറഞ്ഞ കർത്താവിന് ഹല്ലേലൂയ. പക്ഷെ എല്ലാവരും നടക്കുമോ എന്നോട് ചോദിക്കരുത്. എൻ്റെ ഭാര്യയ്ക്ക് ഒരു കുഞ്ഞിനെ നടന്നു.
ആമേൻ. അടുത്ത കുഞ്ഞിന് നോവുണ്ടായിരുന്നു, പക്ഷെ ഒരു കുഞ്ഞിന് അങ്ങനെ സംഭവിച്ചിരുന്നു. അപ്പം അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെ അടയാളമായിരിക്കാം. സ്തോത്രം. സോ ഉൽപ്പത്തി പുസ്തകം 3-ാം വാക്യത്തിൽ ദൈവം സ്ത്രീയെ ശപിക്കുന്നു. സ്ത്രീയെ ശപിക്കുന്നത് എന്തിനാ? ഒന്ന്, നീ വേദനയോടെ പ്രസവിക്കും, നിനക്ക് ഭയങ്കര കഷ്ടമുണ്ടാകും. ആമേൻ. നിന്റെ ആഗ്രഹം ഭർത്താവിൻ്റെ മേലായിരിക്കും, ഭർത്താവ് നിന്നെ ഭരിക്കും. ഇത് സ്ത്രീയെ ശപിക്കുന്ന ശാപം. അടുത്ത് മൂന്നാമത് ദൈവം പുരുഷനെ ശപിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം 17 വായിച്ചു. ആ ആ ആ ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. ദൈവം ആദ്യമേ പാമ്പിനെ ശപിച്ചു, രണ്ടാമത് ദൈവം സ്ത്രീയെ ശപിച്ചു, മൂന്നാമത് കർത്താവ് ആദമിനെ ശപിച്ചു. ആദമിനെ ശപിക്കുമ്പോഴാണ് ശാപത്തിൻ്റെ കാഠിന്യത കൂടുന്നത്. അവിടെ എന്തോ പറയുന്നത്? രോഗവും ശാപവും വരും. ആമേൻ. രണ്ടാമത് ഭൂമിയെ ദൈവം ശപിക്കുന്നു. അതിൽ ഉൽപ്പത്തി പുസ്തകം 3-ാം 17 എന്നെ ഒത്തിരി തൊട്ട കാര്യമാണ്. മനുഷ്യനോട് ദൈവം കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തത് കൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാവരും പറഞ്ഞേ. നിങ്ങൾ പിടികിട്ടുന്നുണ്ടോ? ആദം സകലത്തെയും വാക്കുകളാൽ അനുഗ്രഹിച്ച ദൈവം, ആദം ഒരാളിൻ്റെ അനുസരണക്കേട് കൊണ്ട് ഭൂമിയെ മുഴുവൻ കർത്താവ് ശപിക്കുകയാണ്. എൻ്റെ ചിന്തയിൽ ഹവ്വ പാപം ചെയ്തു എന്നാൽ ഒരു എക്സ്ക്യൂസ് ദൈവം കൊടുക്കും. പാമ്പം അങ്ങനെ കാണിച്ചെങ്കിലും ഒരു എക്സ്ക്യൂസ് കൊടുക്കും. പക്ഷെ ആദം അങ്ങനെ ചെയ്താൽ ദൈവം എക്സ്ക്യൂസ് കൊടുക്കത്തില്ല. എന്താ കൊടുക്കാത്തെന്നറിയാമോ? ആമേൻ. ആദമിനെ ദൈവം സൃഷ്ടിച്ചത് തൻ്റെ സാദൃശ്യത്തിലും തൻ്റെ സ്വരൂപത്തിലുമാണ്. ആദമിനെയാണ് ദൈവം ആദ്യമേ സൃഷ്ടിക്കുന്നത്. ആദമിനാണ് അധികാരം കൈമാറുന്നത്, അഭിഷേകം കൈമാറുന്നത്, അനുഗ്രഹങ്ങൾ കൈമാറുന്നത്. അടുത്ത ആദമിനാണ് ദൈവത്തിൻ്റെ സകലതും പകരപ്പെടുന്നത്. അടുത്ത ആദമിനോടാണ് സകലത്തെയും കുറിച്ച കൽപ്പന കൊടുക്കുന്നത്. ആദം പറഞ്ഞിട്ടാണ് സ്ത്രീ സകലതും കേട്ടതല്ലാതെ സ്ത്രീയോടല്ല ദൈവം സംസാരിച്ചത്. അങ്ങനെയാണെങ്കിൽ ആദമേ, ഞാൻ സ്ത്രീയോടല്ല പറഞ്ഞ്, ഞാൻ നിന്നോടാ പറഞ്ഞ്. പക്ഷെ നീ ഇത് ചെയ്തത് കൊണ്ട്, സ്ത്രീ ചെയ്തത് ഞാൻ ക്ഷമിക്കും, പാമ്പിനോട് ഞാൻ ക്ഷമിക്കും, പക്ഷെ നീ ചെയ്തത് ഞാൻ ഒരിക്കലും ക്ഷമിക്കത്തില്ല. നിങ്ങൾ പിടികിട്ടിയോ? അതുകൊണ്ട് നീ നിമിത്തം നിന്നിലൂടെ ഭൂമിയെ മുഴുവനും ഞാൻ ശപിക്കുകയാണ്. ഒരിക്കൽ നിന്നിലൂടെ ഭൂമിയെ ഞാൻ അനുഗ്രഹിപ്പാൻ തീരുമാനിച്ചു, പക്ഷെ ഇപ്പം നിന്നിലൂടെ ഭൂമിയെ മുഴുവൻ ഞാൻ ശപിക്കുകയാണ്. എന്തിന്? നീ ഒരാൾ ചെയ്ത തെറ്റ് ഭൂമിക്ക് മുഴുവൻ ശാപത്തിൻ്റെ കാരണം. മനസ്സിലായാലോ? രാമൻ പറഞ്ഞ് ഞാൻ ഇതിലൊരു പ്രവചന ദൂത് നിങ്ങളോട് കൈമാറാം. ഒരു പക്ഷേ ദൈവവൈതലേ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ രക്തബന്ധങ്ങളുടെ നടുവിൽ, നിങ്ങളുടെ ചാർച്ചക്കാട് നടുവിൽ നിങ്ങളെ മാത്രം കർത്താവ് രക്ഷിച്ചു. നിങ്ങളുടെ മേൽ അഭിഷേകം വീണു, നിങ്ങൾ സ്നാനപ്പെട്ട് സുവിശേഷം കേട്ടോ, ആലയത്തിൽ വന്നു. പക്ഷെ നിങ്ങൾ ഒരാൾ ദൈവകൽപ്പന അനുസരിക്കാത്തത് കൊണ്ട്, നിങ്ങൾ ഒരാൾ കാരണം നിങ്ങളുടെ വീട് മുഴുവനും ശപിക്കപ്പെട്ടിരിക്കാം. നിങ്ങളുടെ വീട് തകർന്നു പോകാൻ, നിങ്ങളുടെ കുടുംബജീവിതം തകർന്നു പോകാൻ, നിങ്ങളുടെ തലമുറ തകർന്നു പോകാൻ നിങ്ങൾ ഒരാളായിരിക്കും കാരണക്കാരൻ. ഇന്ന് പകൽ നീ ഒരാൾ മാനസാന്തരപ്പെട്ടാൽ നിന്റെ കുടുംബം മുഴുവൻ വിടുവിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർ കൈകളാടിച്ച കർത്താവിനെ സ്തുതിക്കും? Come on, come on, come on, come on. യാഥാരലരബടദന അർത്ഥന മധിരബലഘടകസിഖന സൈഡ പ്രബലവർദ്ധന. ബ്രദറെ, നിങ്ങളായിരിക്കും നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹത്തിൻ്റെ തടസ്സം. സിസ്റ്ററെ, നിങ്ങളായിരിക്കും നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹത്തിൻ്റെ തടസ്സം. അപ്പച്ച, നിങ്ങളായിരിക്കും നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹത്തിൻ്റെ തടസ്സം. ഒരുപക്ഷെ നിങ്ങൾ ഒരാൾ നന്നാകുന്നത് കൊണ്ട്, നിങ്ങൾ ഒരാൾ മാറുന്നത് കൊണ്ട് നിങ്ങളുടെ കുടുംബം മുഴുവൻ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഇന്ന് പകലൊരു തീരുമാനമെടുക്കാമോ? കാരണം ആദ്യം രക്ഷിക്കപ്പെട്ടത് നിങ്ങളാണ്, ആദ്യം വചനം കേട്ടത് നിങ്ങളാണ്, ആദ്യം ദൈവശബ്ദത്തെ അനുസരിച്ചത് നിങ്ങളാണ്. സോ എല്ലാം അറിഞ്ഞ നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കാതെ, ദൈവവചനം ധ്യാനിക്കാതെ, പിന്മാറി മനസ്സുപോയ പോക്കിൽ ആരോടെയൊക്കെയോ വാക്കുകൾ കേട്ട് ലോകപരമായി ജീവിച്ചാൽ എങ്ങനെ കുടുംബം രക്ഷപ്പെടുമെന്ന്, എങ്ങനെ കുടുംബം അനുഗ്രഹിക്കപ്പെടുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഓരോ കുടുംബങ്ങളിലും ദൈവം ഒരാളെ കണ്ടിട്ടുണ്ടാകും. ആ ഒരാളാണ് അനുഗ്രഹത്തിൻ്റെയും ശാപത്തിൻ്റെയും കാരണക്കാരൻ. ആമേൻ. ആ ഒരാൾ അനുഗ്രഹിക്കപ്പെട്ടാൽ ആ കുടുംബം മുഴുവൻ രക്ഷപ്പെടും. ആ ഒരാൾ തകർന്നു പോയാൽ ആ കുടുംബം മുഴുവൻ തകരും. ഒരാളായിരിക്കും ആ കുടുംബത്തിൻ്റെ സന്തോഷത്തിൻ്റെയും കാരണം, ആ കുടുംബത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും കാരണം.
ആമേൻ. നിങ്ങൾക്ക് പിടികിട്ടിയോ? ഒരു കുടുംബത്തിൽ ഒരു ജോസഫാണ് ഇസ്രായേൽ ജനത്തിന് മുഴുവൻ അനുഗ്രഹത്തിന് കാരണമായി മാറിയത്. ഒരൊറ്റ ആകാനാണ് ഇസ്രായേൽ ജനത്തിന്റെ മുഴുവൻ പരാജയത്തിനും കാരണമായി മാറിയത്. ഒരാൾ മതി അനുഗ്രഹത്തിനും, ഒരാൾ മതി ശാപത്തിനും. ഒരു പക്ഷേ നിങ്ങൾ ഒരാളായിരിക്കും നിങ്ങളുടെ കുടുംബത്തിന് സമാധാനം കളയുന്ന വ്യക്തി. നിങ്ങളിലൂടെയാണ് നിങ്ങളുടെ കുടുംബത്തിന് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നീ ഒരാൾ നന്നായാൽ നിന്റെ കുടുംബം മുഴുവൻ നന്നാകും. ഒരാമേൻ പറഞ്ഞ കർത്താവിന് നിങ്ങൾ പിടികിട്ടിയോ? ആദമേ, ഞാൻ നിന്നെയാണ് ആദ്യം സൃഷ്ടിച്ചത്, നിന്നോടാ ഞാൻ ആദ്യമേ ദൂത് സംസാരിച്ചത്, നിന്നോടാ ഞാൻ രഹസ്യങ്ങൾ കൈമാറിയത്, നിന്നെയാ ഞാൻ ആദ്യമേ പഠിപ്പിച്ചത്, നിന്നെയാ ഞാൻ അനുഗ്രഹിച്ചത്, നിനക്കാ ഞാൻ എല്ലാം തന്നത്. പക്ഷെ നീ സ്ത്രീയുടെ വാക്ക് കേട്ട് ഇത് ചെയ്തത് കൊണ്ട് എൻ്റെ ചോദ്യം, അവള് ചെയ്തിട്ട് പോട്ടെ, പാമ്പിന്റെ വാക്ക് കേട്ട് ചെയ്തിട്ട് പോട്ടെ, പാമ്പ് അങ്ങനെ പറഞ്ഞു ചെയ്തിട്ട് പോട്ടെ. എൻ്റെ ചോദ്യം, നീ എന്തിനു ചെയ്തെന്ന? നിന്നോട് ആര് ചെയ്യാൻ പറഞ്ഞു? നീ എന്ത് ചെയ്തിരിക്കണം? ദൈവം എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നീ വന്ന ദൈവം തരുന്നത് നീ അനുഭവിച്ചോ, പക്ഷെ ഞാനത് ചെയ്യത്തില്ല എന്ന് പറയണം. ഞാൻ പ്രമാണം വിട്ട് കളിക്കത്തില്ല എന്ന് പറയണം. ഒരാമേൻ പറഞ്ഞേ. ആരാധന മുടക്കിയിട്ട് എൻ്റെ ജീവിതത്തിൽ ഒന്നില്ല, പ്രാർത്ഥന മുടക്കിയിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു ഫംഗ്ഷൻ ഇല്ല, ദൈവത്തിന് കൊടുക്കാതെ ആമേൻ എനിക്ക് ഒരു ചെലവില്ല, പ്രമാണം വിട്ട ഒന്നിനും എന്നെ കിട്ടത്തില്ല. അങ്ങനെ പറയുന്നവനാണ് ദൈവവൈതൽ. നാട് ഓടുമ്പോൾ നടുവേ ഓടുന്നവനല്ല പെന്തക്കോസുകാരൻ. ആമേൻ. മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നടക്കുന്നവനല്ല ദൈവവൈതൽ. ആമേൻ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കല്യാണം ഞായറാഴ്ച വെച്ചു, അത് അവരുടെ കാര്യം. പക്ഷെ എൻ്റെ കാര്യം, ഞായറാഴ്ച ആരാധനയ്ക്ക് വരാതെ ഞാൻ വരത്തില്ല, എന്നെ നീ പ്രതീക്ഷിക്കണ്ട. അതാണ് ദൈവവൈതൽ. ഒരാമേൻ പറഞ്ഞ കർത്താവിന് ഹല്ലേലൂയ. ആമേൻ. ആമേൻ. അവരുടെ ആഗ്രഹം അവർ ചെയ്തു. പക്ഷെ നമ്മുടെ ആഗ്രഹം എത്ര വലിയ രക്തബന്ധങ്ങളായാലും നമ്മുടെ ഇഷ്ടം ദൈവത്തെ വിട്ടിട്ട് ഞാൻ ഒന്നിനും കളിയില്ല. പ്രമാണം വിട്ട് എന്നെ പിടിക്കണം, എന്നെ ആഗ്രഹിക്കണം, കിട്ടത്തില്ല എന്നെ. അങ്ങനെ പറയുന്നവനാ ഒരു നല്ല ദൈവവൈതൽ. ആദമിനോട് ദൈവം പറയുന്ന, നീ ഇത് ചെയ്തത് കൊണ്ട് നിന്റെ നിമിത്തം ഭൂമി മുഴുവൻ ശപിക്കുക. കണ്ടോ, ഒറ്റ ഒരാളുടെ പാപം കൊണ്ട് ഭൂമിയെ മുഴുവൻ കർത്താവ് ശപിച്ചു. സകലത്തെയും അനുഗ്രഹിച്ച ദൈവം സകലത്തെയും ശപിച്ചു. കോസ്മോസിനെ ശപിച്ചു, സിസ്റ്റത്തെ ശപിച്ചു, ആമേൻ, ദിവസങ്ങളെ ശപിച്ചു, ആമേൻ, എല്ലാത്തിനെയും, ആമേൻ, മത്സ്യം വൃക്ഷത്തെ ശപിച്ചു, ഭൂമിയെ മുഴുവൻ കർത്താവ് ശപിച്ചു. ഒരാളിലൂടെ ഭൂമി മുഴുവൻ ശപിക്കപ്പെട്ടു. ഞാനൊരു പ്രവചന ശബ്ദം പറയാം. ഒരു പക്ഷേ നിങ്ങളുടെ കുടുംബം ഇന്ന് രക്ഷപ്പെടാത്തതിന് കാരണം നിങ്ങൾ ഒരാളായിരിക്കും. നിങ്ങൾ ഒരാൾ നന്നായാൽ നിങ്ങളുടെ കുടുംബം സന്തോഷിക്കാൻ വകയുണ്ടാകും. നിങ്ങൾ ഒരാൾ രക്ഷപ്പെട്ടാൽ നിങ്ങളുടെ കുടുംബം മുഴുവൻ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഒരാൾ ദൈവത്തിന് മുമ്പിൽ പെർഫെക്റ്റഡ് ആയാൽ നിങ്ങളുടെ കുടുംബം മുഴുവൻ വിടിവിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നിങ്ങൾ ഒരാളായിരിക്കും. അടുത്തയാളുടെ മേൽ വിരൽ ചൂണ്ടിക്കാണിക്കാതെ സ്വയം നിങ്ങളെ തന്നെ വിവേചിക്കുക. ഞാനാണോ കാരണക്കാരനെന്ന്? ഞാനാണെങ്കിൽ ഈ ദൈവവചന ധ്യാനത്തിലൂടെ ഒരു പ്രവചന ദൂതായി ഇതിനെ സ്വീകരിച്ച് നിങ്ങൾ മാനസാന്തരത്തിലേക്ക് മടങ്ങി വരിക. പ്രാർത്ഥിക്കാത്ത നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുക, വചനം ധ്യാനിക്കാത്ത നീ വചനം ധ്യാനിക്കാൻ തുടങ്ങുക, ആരാധിക്കാത്ത നീ ആരാധിക്കാൻ തുടങ്ങുക, ദൈവത്തോട് അടുക്കാത്ത നീ ദൈവത്തോട് അടുത്ത് തുടങ്ങുക, ദൈവത്തെ സേവിക്കേണ്ട നീ സേവിക്കേണ്ട വിധത്തിൽ ദൈവത്തെ സേവിക്കുക. ഈ അനുഗ്രഹങ്ങൾ നിന്റെ മേൽ വരുമെന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിച്ച് കൈകളടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യും? അവർ 1-2 മിനിറ്റുകൾ കർത്താവിനോട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് ഉടരബലബല ഘടകരഗജം അധരമന ഘടകരഗജ പ്രൗഢപരപടദന അർത്ഥനമന ഘടക ശൈല പ്രബാലബല ഘടകരഗജം യാഥാരലരബല പ്രൗഢപരപടദന അധരമന ഘടകരഗജ പ്രൗഢപരപടദന. തിരിക. പ്രാർത്ഥനയുടെ തല നിങ്ങളുടെ മേൽ വീഴട്ടെ, ആരാധനയുടെ തല നിങ്ങളുടെ മേൽ വീഴട്ടെ, അഭിഷേകത്തിന്റെ തല നിങ്ങളുടെ മേൽ വീഴട്ടെ, വചനത്തിന്റെ തല നിങ്ങളുടെ മേൽ വീഴട്ടെ. മാനസാന്തരപ്പെട്ട് മടങ്ങി വരിക. ഇന്ന് പകൽ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ നിങ്ങളുടെ വീടിന് വിടുതല ബ്രദറെ. നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ നിങ്ങളുടെ ഭവനത്തിന്റെ അനുഗ്രഹമാകുഞ്ഞേ. നീ ഒരാൾ എഴുന്നേറ്റാൽ നിന്റെ കുടുംബം മുഴുവൻ എഴുന്നേൽക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് പകൽ ഇതിനെ സ്വീകരിച്ച് നീ മാനസാന്തരപ്പെടുക. ഒരു ദേശം ശപിക്കപ്പെടാനും, ഒരു സഭ അനുഗ്രഹിക്കപ്പെടാതിരിക്കാനും, ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെടാതെ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരാളുടെ വഴിപിഴച്ച ജീവിതമായിരിക്കും. ഒരാൾ വഴിതെറ്റിപ്പോയതായിരിക്കും.
ഇന്ന് പകലൊന്ന് മടങ്ങി വന്നാൽ ഒരുപക്ഷെ ആനാട് മുഴുവൻ അനുഗ്രഹിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ദൈവം ആമേൻ ഭൂമിയെ ആദമിനെ ശപിച്ചു. ആദം കാരണം ഭൂമി മുഴുവൻ ശപിച്ചു. ശാപം കൊണ്ട് രോഗവും പാപം കൊണ്ട് രോഗവും ശാപവും ഭൂമിയിൽ വന്നു. ഭൂമിയെ ദൈവം ശപിച്ചതിലൂടെ ഭൂമിയുടെ സിസ്റ്റം മുഴുവൻ മാറിപ്പോയി. ഒരു 2-3 വാക്യം കൂടി വായിച്ച് ഞാൻ ഈ പകലത്തെ സെഷൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. വായിച്ചാട്ടെ. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 24-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാവ് 24, 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. കണ്ടോ, അവർ പ്രമാണങ്ങളെ ലംഘിച്ച് ചട്ടത്തെ മറിച്ച് നിത്യനിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നു. അതുകൊണ്ട് ഭൂവാസികൾ ദഹിച്ചുപോയി. നല്ലൊരു ആമേൻ പറഞ്ഞ കർത്താവ്. എല്ലാം മനസ്സിലായോ? ഒരു വർഷവും ഇല്ലാത്ത ചൂടാണ് ഈ വർഷം നമ്മൾ അനുഭവിക്കുന്നത്, ഇല്ലേ? ഒരു വർഷവും ഇല്ലാത്ത കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ഈ വർഷത്തെ മാറ്റം. നിങ്ങൾക്ക് ആണെങ്കിൽ വല്ലപ്പോഴും ഇന്നലെയെങ്കിലും നിങ്ങൾക്ക് ഇവിടെ മഴ പെയ്തെന്തോ, ഞങ്ങൾക്കൊക്കെ ഇതുവരെ മഴയെ പെയ്തിട്ടില്ല. ഒരു വർഷവും ഇല്ലാത്ത കാലാവസ്ഥ മാറ്റം. ചില സമയം കണ്ടോ, മഴ പെയ്യുന്ന സമയം വെയിലടിക്കുന്നു, വെയിലടിക്കുന്ന സമയം മഴ പെയ്യുന്നു. ഭൂമിയെ ദൈവം ശപിച്ചിരിക്കുന്നു. അടുത്ത വചനം എന്താ പഠിപ്പിക്കുന്നേ? ഭൂമി ശാപഗ്രസ്തമായി അതിൽ പാർക്കുന്നവർ. ഭൂമി ശിക്ഷ അനുഭവിക്കുമ്പോൾ പിന്നെ നമ്മളെങ്ങനെ അനുഭവിക്കാതിരിക്കാൻ പറ്റും? നമ്മളും അനുഭവിച്ചേ പറ്റൂ. ഇതിന് കാരണം എന്തെന്നാ ദൈവം പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? പ്രമാണങ്ങളെ ലംഘിച്ച് ചട്ടത്തെ മറിച്ച് നിത്യനിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു. അപ്പം അതിൻ്റെ അർത്ഥം ദൈവവചനത്തോടുള്ള അനുസരണക്കേടാണ് ശാപത്തിൻ്റെ കാരണം. പണ്ട് ഞാനിങ്ങനെ എൻ്റെ കുഞ്ഞുനാളിൽ ചർച്ചിൽ പോകുമ്പോൾ, ഞങ്ങളൊരു നല്ല ആത്മീയ പെന്തക്കോസ്ത് ചർച്ചിലാണ് ആദ്യമായിട്ട് ദൈവത്തെ ആരാധിക്കാൻ പോകുന്നത്. ഞങ്ങൾ ആ ചർച്ചിൽ പോകുമ്പോൾ ഒരു പാസ്റ്റർ ഒരിക്കൽ വന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ ഇങ്ങനെ എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. ഒരിക്കൽ ഒരു അച്ഛൻ ഒരു തോട് കടന്ന് എല്ലാ ദിവസവും ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമെന്ന്. അപ്പോൾ ആ തോട്ടിലൊരു ഈ വസ്ത്രം നനയ്ക്കുന്ന ഡോവി, ഈ തുണി അലക്കുകാരൻ, അവൻ എല്ലാ ദിവസവും ആ തോട്ടിൽ നിന്ന് തുണി നനയ്ക്കുവാണ്. തുണി നനയ്ക്കുമ്പോൾ ഇവൻ ഓരോ ദിവസവും ഈ അച്ഛൻ പോകുമ്പോൾ ഇവൻ പറയുന്നത് കേട്ടിട്ടുണ്ടെന്ന്, ഇവൻ ഇങ്ങനെ തുണിയെടുത്ത് ഇങ്ങനെ പാറയിൽ ഇങ്ങനെ അടിക്കുമ്പോൾ ഇവൻ പറയുന്നത്, അയ്യോ ആ നശിച്ച ആദം ചെയ്ത പാപം ഞാൻ ഈ പാടുപെടുന്നു, ആ നശിച്ച ആദം ചെയ്ത പാപം ഞാൻ ഈ പാടുപെടുന്നു, നശിച്ച ആദം ചെയ്ത പാപം ഞാൻ ഈ പാടുപെടുന്നു. ഇങ്ങനെ എല്ലാ ദിവസവും ഇവൻ പറയുമെന്ന്. ഇത് കുറേ ദിവസങ്ങൾ ഈ അച്ഛൻ കേട്ടിട്ട് ഇദ്ദേഹത്തിന് ഒരു കാര്യം തോന്നി. ഒരു ദിവസം ഇവനോട് പറഞ്ഞു, എടാ നീ ഇങ്ങ് വന്നേ, നീ തുണി ഒന്നും നനയ്ക്കണ്ട, ഇങ്ങ് വാ, നിനക്കൊരു നല്ല ജോലി തരാം. ഇവനെ നേരെ തൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയിട്ട് ഇത് മുഴുവൻ എൻ്റെ കൊട്ടാരമാണ്, ഈ കൊട്ടാരം മുഴുവൻ ഞാൻ നിന്നെ ഏൽപ്പിക്കാൻ പോവുക. ഇന്നു മുതൽ നീ തുണിയൊന്നും നനയ്ക്കണ്ട, നീ എൻ്റെ കൊട്ടാരത്തിന് അധികാരിയാകാൻ പോവുക. നീ വാ, ഈ കൊട്ടാരത്തിൽ എന്തൊക്കെയായിരിക്കുന്നതെന്ന് എല്ലാം ഞാൻ നിനക്ക് കാണിച്ചു തരാം. അങ്ങനെ അദ്ദേഹം ആ കൊട്ടാരം മുഴുവൻ കാണിച്ചു. ഓരോ റൂമായിട്ട് തുറന്ന് ഓരോ റൂമിലും എന്തൊക്കെയായിരിക്കുന്നതെന്നൊക്കെ മുഴുവനും കാണിച്ചു. എന്നിട്ട് ഒരേ ഒരു റൂം മാത്രം തുറക്കരുതെന്ന് പറഞ്ഞു. ഈ റൂം മാത്രം നീ തുറക്കരുത്, ഈ റൂം നിനക്കുള്ളതല്ല, അതുകൊണ്ട് ഇത് മാത്രം നീ തുറക്കരുത്, ബാക്കി എല്ലാ റൂമും നീ തുറന്ന് നിനക്ക് വേണ്ടിയതൊക്കെ എടുക്കാം, അനുഭവിക്കാം, സന്തോഷത്തോടെ ജീവിക്കാമെന്ന് പറഞ്ഞു. അച്ഛൻ താക്കോലും കൊടുത്തു പോയി. പോയി ഇവൻ ഒരേ വിചാരം, എല്ലാ റൂമും തുറന്ന് കാണിച്ചു. അത് മാത്രം എന്താ കാണിക്കാത്തത്? വലിയ റൂം എല്ലാം കാണിച്ചു, വിലയുള്ള പൈസ ഉള്ള റൂം കാണിച്ചു, മണി പേഴ്സ് കാണിച്ചു, സ്വർണം കാണിച്ചു, എല്ലാം കാണിച്ചു, അതെല്ലാം കാണിച്ചു. പക്ഷെ ഇത് മാത്രം എന്താ കാണിക്കാത്തത്? അപ്പം അതിനേക്കാൾ എന്തോ വിലയുള്ളത് ഇതിനകത്തുണ്ട്, അതുകൊണ്ടല്ല കാണിക്കാത്തത്. അച്ഛൻ പോയൻ ഇവൻ ഒരേ ആഗ്രഹം, കൊട്ടാരത്തിലുള്ള മറ്റു റൂമുകളെ കുറിച്ചല്ല, ഈ തുറക്കരുതെന്ന് പറഞ്ഞ റൂമാണ്. എന്തായാലും അത് എന്തെന്ന് കണ്ടിട്ടേ ഉള്ളൂ. ഇവൻ നേരെ പോയി ആ റൂം അങ്ങ് തുറന്നു. റൂം അങ്ങ് തുറന്നപ്പം അതിനകത്ത് വേറെ ഒന്നും കണ്ടില്ല, അതിനകത്തൊരു കൊട്ട മാത്രം ഇങ്ങനെ കമത്തിയിട്ടിരിക്കുന്നു, വേറെ ഒന്നും കണ്ടില്ല. ഇവൻ ചുറ്റുപാടെ നോക്കിയിട്ട് അയ്യേ വെറും ശൂന്യമായിട്ട് കിടക്കുന്ന റൂമാണ്, തുറക്കരുതെന്ന് പറഞ്ഞ് ഈ പുള്ളി എന്താ ഇങ്ങനെ പറഞ്ഞ്, എന്തായാലും ഈ കൊട്ടയ്ക്കകത്ത് എന്താ ഇരിക്കുന്ന നോക്കാന്ന് പറഞ്ഞ് ഇവൻ ആ കൊട്ടയങ്ങ് തുറന്നില്ലേ, അതിനകത്തിരിക്കുന്ന എലി ഒരു ഒറ്റ ഓട്ടം കൂടി. ഇവൻ എലിയെ പിടിക്കാൻ നോക്കി, എലി പിടിക്കാൻ പറ്റിയില്ല. ഫാദർ അച്ഛൻ വന്നപ്പോൾ ഇവൻ പേടിച്ച് മുമ്പിൽ പോയി വിറച്ച് നിൽക്കുക. ഉടനെ അച്ഛൻ ചോദിച്ചു, എന്താടാ പോകുന്നത് പോലെയല്ല, മുഖഭാവത്തിനൊരു മാറ്റം ഉണ്ടല്ലോ, എൻ്റെ മുട്ടൊക്കെ ഇടിക്കുന്നൊരു വിറയില്ല, എന്താ നിനക്ക് സംഭവിച്ച കാര്യം? എന്താ കാര്യം പറയാൻ പറഞ്ഞു. ഞാൻ തുറക്കരുതെന്ന് പറഞ്ഞ റൂം നീ തുറന്നില്ലേ? അപ്പം ഇവ അത് അച്ഛാ എനിക്ക് മനസ്സിലായി, നീ അത് തുറക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം.
അതുകൊണ്ട് അത് ഞാൻ തുറക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞത്. നീ തുറന്നില്ലേ? ഇപ്പം പറ, ആദമാണോ പാപം ചെയ്തത്, നീയാണോ പാപം ചെയ്തത്? അവൻ സമ്മതിച്ചു. ആമേൻ. അച്ഛൻ പറഞ്ഞു, ഇനി മേലാൽ ആദം ചെയ്ത തെറ്റെന്ന് നീ വാ തുറന്ന് പറഞ്ഞു പോരുത്. നീ പറയണം, ഞാൻ ചെയ്ത പാപത്തിന് ഞാൻ ഭാരം ചുമക്കുന്നു. അങ്ങനെ നീ പറയണം. ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞു. ആമേൻ. അവൻ വീണ്ടും വന്ന് തുണി എടുത്ത് നനയ്ക്കുമ്പോഴേക്ക് അവൻ പറയുമെന്ന്, അയ്യോ എന്നോട് ക്ഷമിക്കണം, ആദം ചെയ്ത പാപമല്ല, ഞാൻ ചെയ്ത തെറ്റിന് ഇപ്പം ഞാൻ തുണി നനയ്ക്കുന്നു. ഇതിന് മുമ്പേ ആദം ചെയ്ത പാപത്തിന് വേണ്ടിയാ തുണി നനച്ചത്, ഇപ്പം ഞാൻ ചെയ്ത പാപത്തിന് വേണ്ടിയാ തുണി നനയ്ക്കുന്നത്. കാരണം മുമ്പേ ആദം ചെയ്ത പാപത്തിന് തുണി നനച്ചു, പക്ഷേ ഇപ്പം ആദം ചെയ്ത പാപത്തിൽ നിന്ന് മാനസാന്തരപ്പെടാൻ അവനൊരു കൊട്ടാരം നൽകിയതാണ്. പക്ഷെ കൊട്ടാര ജീവിതം ഉപേക്ഷിക്കാൻ കാരണം ഇവൻ ചെയ്ത പാപമാണ്. അതുകൊണ്ട് ഇനി മുതൽ നീ പറയണം, ഞാൻ ചെയ്ത പാപത്തിന് ഞാൻ ഈ ശിക്ഷ അനുഭവിക്കുന്നു. ഇതേപോലെ നമ്മൾ ചെയ്ത പാപത്തിനാ നമ്മൾ ശിക്ഷ അനുഭവിക്കുന്നത്. രാമേൻ പറഞ്ഞ്, ആദമിനെ കുറ്റം വിധിച്ചിട്ട് കാര്യമില്ല. ഇന്നും മാനവരാശി പ്രമാണം തെറ്റിച്ചാ നടക്കുന്നേ. എല്ലാവരും പറഞ്ഞ്, ഇന്നും പ്രമാണം തെറ്റിച്ചാ നടക്കുന്നത്. പ്രമാണം തെറ്റിച്ച് നടക്കുന്നതാണ് പാപത്തിന്റെ കാരണം. നിങ്ങൾക്ക് മനസ്സിലായാൽ നല്ലൊരു ആമേൻ പറഞ്ഞേ കർത്താവിന്. ഹല്ലേലൂയ. അങ്ങനെ ദൈവം സൃഷ്ടിക്കപ്പെട്ട എല്ലാവരെയും പേരുപരായി അനുഗ്രഹിച്ച ദൈവം പാപം ചെയ്തപ്പം പേരുപരായി സകലത്തെയും ശപിച്ചു. അങ്ങനെ സൃഷ്ടിയെ ശപിച്ചതുകൊണ്ട് സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എല്ലാവറ്റിലും മാറ്റം സംഭവിച്ചു. ഇനി ശാപം എപ്പം പൂർണ്ണമായി മാറും എന്ന് നിങ്ങൾ ചോദിച്ചാൽ, വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 3-ാം വാക്യത്തിലെ ശാപം പൂർണ്ണമായി മാറത്തുള്ളൂ. യാതൊരു ശാപവും ആ ആ ആ പിടികിട്ടിയോ? അപ്പൊ ശാപം പൂർണ്ണമായി എവിടെ മാറുമെന്ന് നിങ്ങൾ ചോദിച്ചാൽ, ആമേൻ, വെളിപ്പാട് പുസ്തകത്തിലെ മാറത്തുള്ളൂ. രാമേൻ പറഞ്ഞ് അതുവരയ്ക്കും ശാപം തുറന്നുകൊണ്ടിരിക്കും. അപ്പം ഇപ്പം നിങ്ങൾ ചോദിക്കും, പിന്നെ ഈ ബ്രേക്ക് ചെയ്യുന്ന ശാപം തകർക്കുന്നതിലൂടെ എന്താ അർത്ഥം, എന്താ അടയാളം എന്ന് ചോദിക്കും. ഇതൊരു താൽക്കാലിക വിടുതലിന് കാരണമാക്കും. രാമേൻ പറഞ്ഞ കർത്താവിന്. ഇപ്പം ഇവിടം വരെ ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്നുള്ളവരെല്ലാം കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞത്. നന്നായി മനസ്സിലായോ? ഒരു ടീച്ചർ ഒരു ക്ലാസ് എടുത്തിട്ട് എല്ലാവരോടും ചോദിച്ചു, മനസ്സിലായവരെല്ലാം എഴുന്നേക്കാൻ പറഞ്ഞു. അന്നേരം എല്ലാവരും കുറച്ച് പേരെല്ലാം എഴുന്നേറ്റു. മനസ്സിലാകാത്തവരെല്ലാം എഴുന്നേക്കാൻ പറഞ്ഞു. കുറച്ച് പേര് എഴുന്നേറ്റു. കുറച്ച് പേര് മനസ്സിലായതിലും എഴുന്നേറ്റിട്ടില്ല, മനസ്സിലാകാത്തതിലും എഴുന്നേറ്റിട്ടില്ല. ആമേൻ. എന്നിട്ട് ടീച്ചർ ചോദിച്ചു എഴുന്നേറ്റവരോട്, നിങ്ങൾക്ക് എന്തുവാ മനസ്സിലായെന്ന് പറയാൻ പറഞ്ഞു. മനസ്സിലായെങ്കിൽ എഴുന്നേക്കാൻ പറഞ്ഞു. മനസ്സിലായെന്ന് ചോദിച്ചത് മനസ്സിലായി, എഴുന്നേറ്റു എന്ന് പറഞ്ഞു. അതുവരെ പറഞ്ഞതൊന്നും മനസ്സിലായില്ല, മനസ്സിലായി എന്ന് പറഞ്ഞത് മനസ്സിലായി, അതുകൊണ്ട് എഴുന്നേറ്റു എന്ന് പറഞ്ഞു. അതുവേണ്ടി അങ്ങനെയാണോ നിങ്ങൾ കൈ ഉയർത്തിയ? ശരിക്കും നിങ്ങൾ എന്തിനാ കൈ ഉയർത്തിയേ? മനസ്സിലായോ? മനസ്സിലായ സ്തോത്രം. ഞാൻ അതുകൊണ്ട് ശാന്തമായിട്ട് പോകുന്നത്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുഖം തകർന്നിരിക്കും. കാരണം ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ വചനം തന്നെ നിങ്ങളുടെ മുഖത്തെ തകർക്കും. പറയുന്നത് മുഴുവൻ പ്രവചന ശബ്ദങ്ങളായിരിക്കും. ആമേൻ. ഇനി ഒരു കാര്യം കൂടി തെളിയിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. ഈ സെഷൻ നിങ്ങൾ ശ്രദ്ധിച്ചേ. ആമേൻ. രക്ഷിക്കപ്പെട്ട ശേഷം നമുക്ക് ശാപം ഇല്ല എന്ന് പരക്കെ നമ്മുടെ ആത്മീയന്മാർ സംസാരിക്കുന്നു. ആമേൻ, ഇപ്പോഴത്തെ പുതിയ ജനറേഷനിലെ ചർച്ചസ് ഒന്നും അധികം പറയത്തില്ല. പക്ഷേ നമ്മുടെ ട്രഡീഷണൽ ചർച്ചസ്, മെയിൻ ലൈൻ ചർച്ചസ് എല്ലാം, നല്ല പഴയ പെന്തക്കോസുകാർ മുഴുവൻ ആമേൻ രക്ഷിക്കപ്പെട്ട ശേഷം ശാപമില്ല, അത് ചതിയാണ്, വഞ്ചനയാണ്, ഇങ്ങനെയൊക്കെ പറയുന്നു. അങ്ങനെയൊക്കെ പറയുന്നുവെങ്കിൽ എൻ്റെ ചോദ്യത്തിൽ 2 ചോദ്യങ്ങൾ ഞാൻ അവിടെ മുമ്പിൽ വയ്ക്കും. അങ്ങനെ പറയുന്നുവെങ്കിൽ 50 വർഷമായിട്ട് എന്തുകൊണ്ട് നിങ്ങളുടെ ചർച്ച് വളരുന്നില്ല? ഇന്നലെ വന്നവൻ ഇതേ 10,000 കഴിഞ്ഞു. നിങ്ങൾ 50 വർഷം 5 പേരെ വെച്ച് ഡ്രം അടിച്ചുകൊണ്ടിരിക്കുക. എന്തെങ്കിലും മാറ്റമുണ്ടോ? അടുത്ത 2ാമത്തെ ചോദ്യം, നിങ്ങൾ ഈ 50 വർഷത്തെ സഭാചരിത്രം പറയുന്ന നിങ്ങളുടെ ചർച്ചിൻ്റെ അവസ്ഥയ്ക്കൊരു മാറ്റം വന്നിട്ടില്ലല്ലോ. ഓടൊന്നും മാറ്റി ഷീറ്റ് ഇട്ടിട്ടില്ല, ഷീറ്റ് മാറ്റിയൊന്നും കോൺക്രീറ്റ് ഇട്ടിട്ടില്ല, നല്ലൊരു PS സിസ്റ്റം ചർച്ചയിൽ എടുത്തു വെച്ചിട്ടില്ല, നല്ലൊരു ഇരിപ്പിടം ചർച്ചയിൽ ഒരുക്കിയിട്ടില്ല. 50 വർഷത്തിന് മുമ്പ് ഇരിക്കുന്ന പോലെ തന്നെ ചാണകമെഴിയ തറയ്ക്കകത്ത ഇപ്പോഴും ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ചുവര് നോക്ക്, ചർച്ച് നോക്ക്, പക്ഷെ നിങ്ങളുടെ വീട് നോക്ക്. നിങ്ങളുടെ വീട് നല്ല ടെറസിട്ട വീടാണ്, പക്ഷെ നിങ്ങൾ ആരാധിക്കുന്ന ആലയം നോക്ക്, ഇപ്പോഴും പശുത്തൊഴുത്ത് പോലെയായിരിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടില്ല? അപ്പം നിങ്ങൾ ശാപത്തിന് കീഴിലാണോ അല്ലയോ? അത് 2ാമത്തെ ചോദ്യമാണ്.
അടുത്ത മൂന്നാമത്തെ ചോദ്യം, ശാപം ഒരിക്കലും എന്തൊക്കെ വഞ്ചിക്കപ്പെടുന്ന ശുശ്രൂഷ അതൊക്കെ ചുമ്മാതെ അങ്ങനെയൊന്നുമില്ല, രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശാപം മുഴുവൻ യേശു ഏറ്റെടുത്തെന്ന് പറയുന്ന ആൾക്കാരോട് ചോദിക്കുന്ന മൂന്നാമത്തെ ചോദ്യമാണ്, എൻ്റെ പാസ്റ്ററെ നിങ്ങൾ നന്നായിട്ടിരിപ്പുണ്ട്, നിങ്ങളുടെ മക്കൾ അമേരിക്ക പഠിക്കുന്നുണ്ട്, നിങ്ങളുടെ മക്കൾ ഡോക്ടറാണ്, നിങ്ങൾ 4 നില ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത്, നിങ്ങൾ ഇന്നോവ കാറിൽ സഞ്ചരിക്കുന്നത്, അതുകൊണ്ട് നാണിക്കാതെ വാ തുറന്ന് പറയുന്നുണ്ട് ആമേൻ ശാപമില്ല, ഇമാര് ചതിക്കുവാണെന്ന്. നിങ്ങളുടെ സഭയിലുള്ള എത്ര ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്? നിങ്ങളുടെ മക്കൾ ഡോക്ടറാണ്, നിങ്ങളുടെ ചർച്ചിലുള്ളവർ ഡോക്ടർമാരുണ്ടാവും. നിങ്ങളുടെ എ സി റൂമിലാണ് താമസിക്കുന്നത്, നിങ്ങളുടെ ചർച്ചിലുള്ളവരെങ്കിലും എ സി റൂമിൽ താമസിക്കുന്നുണ്ടോ? നിങ്ങൾ നല്ല വണ്ടിയിൽ യാത്ര ചെയ്യുന്നു, ചർച്ചിലുള്ളവർക്ക് ആർക്കെങ്കിലും വണ്ടിയുണ്ടോ? നിങ്ങൾ ഇപ്പോഴും നല്ല സാമ്പത്തിക ശേഷിയിൽ ഇറച്ചി മീൻ മുട്ടയുമാട്ട കഴിക്കുന്നത്, പക്ഷെ ചർച്ചിലുള്ളവർ ഇപ്പോഴും കഞ്ഞി കുടിച്ചോണ്ടായിരിക്കുന്നത്. അപ്പം അതിനർത്ഥം ശരിക്കും ജനത്തെ ഞങ്ങളാണ് വഞ്ചിക്കുന്നത്, നിങ്ങളാണ് വഞ്ചിക്കുന്നത്. നിങ്ങൾ ആരും വേണ്ടാതെ ശാപമില്ല എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഉണ്ടാകരുത്. ഇതൊന്നും ഉണ്ടാകാത്തതിൻ്റെ അടയാളമാണ് ആമേൻ ശാപമില്ലാത്തതിൻ്റെ അടയാളം. ഇതുണ്ടെങ്കിൽ ശാപമുണ്ട്. ഒരാമേൻ പറഞ്ഞ കർത്താവിന്. അപ്പം ഞാൻ പറഞ്ഞ ആശയം വെച്ച് ശാപമില്ല, ഇതൊക്കെ ചുമ്മാ പറ്റീര് പരിപാടിയാ എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ള ചോദ്യം പറഞ്ഞാൽ, നിങ്ങൾ നന്നായിട്ടിരിപ്പുണ്ട്, പക്ഷെ ജനം ഇനിയും നന്നായിട്ടില്ല, ജനം ഇനിയും വിടിവിക്കപ്പെട്ടിട്ടില്ല, ജനം ഇനിയും അനുഗ്രഹിക്കപ്പെട്ടില്ല. അവർക്ക് കുടുംബജീവിതത്തിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല, അവരിപ്പോഴും ആ പിടിയിലാണ്. പക്ഷെ നമ്മൾ ഒരു മേപ്പൂച്ച് പൂശി നന്മ മുഴുവൻ വാങ്ങിച്ച് ആമേൻ പോക്കറ്റിലിട്ട് ഇങ്ങനെ നടക്കുക, ആമേൻ നല്ല ബിരിയാണിയും കഴിച്ച്, പക്ഷേ പുരോഗതി ഇല്ലാത്തവർ ഇപ്പോഴും തകർക്കപ്പെട്ട് കിടക്കുക. ഇതിനെയാണ് ശരിക്കും ആത്മീയ വഞ്ചന എന്ന് പറയുന്നത്. ഇതാ പ്രമാണം തെറ്റിച്ച് നടക്കുന്നവന് സംഭവിക്കുന്നതെന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ നിങ്ങൾക്ക് പ്രൂഫ് ചെയ്തിട്ടേ ഈ സബ്ജക്റ്റിലോട്ടേ പോകത്തുള്ളൂ. ആമേൻ, പ്രൂഫ് ചെയ്തിട്ടേ പോകത്തുള്ളൂ. അടുത്ത രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മൾ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ടവന് ശാപം ഇല്ല എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി യാഥാർത്ഥ്യത തന്നെയാണ്. മനസ്സിലായോ? രക്ഷിക്കപ്പെട്ടാൽ ശാപമില്ല എന്നത് സത്യം തന്നെയാണ്. പക്ഷെ രക്ഷിക്കപ്പെട്ടവർക്ക് ശാപം ഇല്ല എന്ന് പറയുന്നത് എവിടെയാണെന്ന് അറിയാമോ? നമ്മുടെ സ്പിരിറ്റിൽ, നമ്മുടെ ആത്മാവിൽ ശാപമില്ല. നിങ്ങൾ പിടി കിട്ടിയോ? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എങ്ങനെ സൃഷ്ടിച്ചു? തൻ്റെ സാദൃശ്യത്തിലും തൻ്റെ സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അങ്ങനെ സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം ഏദൻ തോട്ടത്തിലാക്കി തീർത്തു. ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം 7-ാം വാക്യത്തിൽ ആമേൻ, ദൈവം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആത്മ മനുഷ്യനെ എന്താ ദൈവത്തിൻ്റെ സാദൃശ്യം? യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാം വാക്യം, ദൈവം ആത്മാവാകിയാൽ. അപ്പൊ ദൈവത്തിന്റെ സാദൃശ്യം എന്താ? ആത്മാവാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ നോട്ട് എ സ്പിരിച്വൽ മാൻ ബട്ട് എ സ്പിരിറ്റ് മാൻ. അവനൊരു ആത്മീയ മനുഷ്യനല്ല, അവനൊരു ആത്മ മനുഷ്യനാണ്, ആത്മാവാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ആത്മ മനുഷ്യൻ. ആ ആത്മ മനുഷ്യനെ 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ മൺകൂടാരത്തിനകത്ത് ഊതിക്കയറ്റി സ്ഥാപിച്ചു. മൺകൂടാരത്തിനകത്ത് ഊതിക്കയറ്റിയ മനുഷ്യനെ ഏദൻ തോട്ടത്തിലാക്കി തീർത്തു. ആമേൻ. ശരീരം മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടത്, അതുകൊണ്ട് മണ്ണിലേക്ക് തിരിഞ്ഞു പോകും. ആത്മാവ് ദൈവത്തിൽ നിന്ന് വന്നത്, അതുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു പോകും. നോക്കി, ആദാമിന്റെ ശരീരം മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടത്, അവന് കണ്ണുണ്ടായെന്ന് കാണത്തില്ല, ചെവി ഉണ്ടായെന്ന് കേൾക്കത്തില്ല, കൈയുണ്ട് ചലിക്കത്തില്ല, കാലുണ്ട് അനക്കത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ ശ്വാസം വന്നതോടെ അവൻ ജീവനുള്ള ദേഹിയായി മാറി. മനസ്സിലായോ? അപ്പം ദൈവത്തിൻ്റെ ശ്വാസത്തിലൂടെ വന്നതാണ് ജീവനും ദേഹിയും. മനസ്സിലായോ? ആമേൻ. അപ്പം ശരീരം പഞ്ചേന്ദ്രിയങ്ങൾ ലോകത്തോട് ബന്ധപ്പെടാൻ, ഞാൻ പറയുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കണം, ശരീരം പഞ്ചേന്ദ്രിയങ്ങൾ ലോകത്തോട് ബന്ധപ്പെടാൻ ആത്മാവ്, മൈൻഡ്, പ്രാണൻ, മൈൻഡ്, ഇമോഷൻ, വിൽ, മനസ്സ് അഥവാ ചിന്താമണ്ഡലം, 2 വികാരങ്ങൾ, ഇച്ഛാശക്തി, ഇത് പ്രാണനിലുള്ളത്. പ്രാണൻ മനുഷ്യനെ കൺട്രോൾ ചെയ്യുന്ന കീ കോസ് ആണ്. ആത്മാവ് ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ആത്മാവിൽ ദൈവത്തോടുള്ള ഐക്യത, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, ദൈവിക മനസാക്ഷി, ഇത് 3-മാണ് നമ്മുടെ ആത്മാവിലുള്ളത്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈദ്യരുടെ ആത്മാവിലാണ് ക്രിസ്തുവിൻ്റെ ആത്മാവ് വസിക്കുന്നത്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈദ്യരുടെ ആത്മാവിലാണ് ക്രിസ്തുവാസം ചെയ്യുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ സിംഹാസനം ഇരിക്കുന്നത്. നാം പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും അന്യഭാഷ പറയുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും പാടുന്നതും എല്ലാം നമ്മുടെ സ്പിരിറ്റിൽ നിന്നാണ് പുറത്തു വരുന്നത്. പിടികിട്ടിയോ? അപ്പം ആദമിൻ്റെ ആത്മാവ് ദൈവത്തിൽ നിന്ന് വന്ന ആത്മാവാണ്. കാരണം ദൈവത്തിൻ്റെ റൂഹായാണ് ആദമിൻ്റെ സ്പിരിറ്റ്. മനസ്സിലായോ? അപ്പം ആദമിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവാണ്, ആദമിൻ്റെ പ്രാണൻ ദൈവത്തിൻ്റെ പ്രാണനാണ്. അപ്പം ലിറ്ററലി ആദമിനകത്ത് വന്നിരിക്കുന്നത് ആരാണ്?
ദൈവമാണ് ആദമിൻ്റെ അകത്തിരിക്കുന്നത്. ആദമിനകത്ത് ദൈവമുള്ളത് കൊണ്ട് ആദം മരിക്കുവോ? മരിക്കത്തില്ല. അതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ആമേൻ. പക്ഷെ ആദം വിലക്കിയ വൃക്ഷത്തിൻ്റെ ഫലം കടിച്ചതോടെ പാപം ചെയ്തു. പാപം ചെയ്തതോടെ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ തേജസ് ആദമിനെ വിട്ടുപോയി. ദൈവവുമായിട്ടുള്ള ബന്ധം ആദമിനെ വിട്ടുപോയി. അതാണ് ശരിക്കും ആത്മമരണം. അങ്ങനെ ആദമിൽ ആത്മമരണം സംഭവിച്ചതോടെ പാപം ചെയ്യുന്ന മനുഷ്യന് മരണം വന്നു. വീണ്ടും മനുഷ്യന് നിത്യത വേണമെങ്കിൽ ആ ദൈവത്തിൻ്റെ ആത്മാവ് ആദമിനകത്ത് കയറിയതുപോലെ മനുഷ്യനകത്ത് വീണ്ടും പ്രവേശനം നടത്തണം. എങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും പ്രവേശനം നടത്തും? ആമേൻ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 7-ാം അധ്യായം വായിച്ചാൽ പാപം ചെയ്ത തലമുറയെ നശിപ്പിക്കാൻ നോഗയുടെ കാലത്തിൽ ജലപ്രളയം കൊണ്ട് ഭൂമിയെ ന്യായം വിധിച്ചു. ആമേൻ. നോഗയെ മാത്രം രക്ഷിച്ച് നോഗയോട് പറഞ്ഞു, നിങ്ങൾ പെറ്റുപെരുകി ഭൂമിയെ നിറയ്ക്കാൻ പറഞ്ഞു. പക്ഷെ നോഗ പെറ്റുപിറങ്ങുന്ന ശുശ്രൂഷ നിർത്തിക്കളഞ്ഞു. ആമേൻ. അത് നിർത്തിയിട്ട് നോഗയുടെ മൈൻഡ് വേറെ ഭാഗങ്ങളിലേക്ക് ചതറിച്ചു. അതുകൊണ്ട് വീണ്ടും പാപം ചെയ്യുന്ന തലമുറ ഭൂമിയിൽ വളർന്നു. പാപം ചെയ്ത തലമുറയെ വീണ്ടും തിരിക്കാൻ സമാഗമന കൂടാരത്തിൽ ആമേൻ പുരോഹിതന്മാരിലൂടെ മൃഗത്തെയോ പക്ഷിയോ പാപം യാഗം കഴിക്കുന്നതോടെ പാപക്ഷമയ്ക്കുള്ള മാർഗം കണ്ടെത്തി. അങ്ങനെ ഒരു വ്യക്തി പാപം ചെയ്താൽ അവൻ ചെയ്ത പാപത്തിന് പകരമായിട്ടൊരു മൃഗത്തെയോ പക്ഷിയെയോ പുരോഹിതനടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ ആ പാപിയുടെ കൈയെടുത്ത മൃഗത്തിൻ്റെയോ പക്ഷിയുടെയോ തലയുടെ മേലെ വയ്ക്കും. തലയുടെ മേൽ കൈവയ്ക്കുമ്പോൾ ഇവൻ ചെയ്ത പാപം മുഴുവൻ ആ മൃഗത്തിൻ്റെ മേലോ പക്ഷിയുടെ മേലോ ചുമത്തപ്പെടും. അതിൻ്റെ തല കണ്ടിച്ച് അതിൻ്റെ രക്തം യാഗപീഠത്തിങ്കൽ തെളിക്കുന്നതോടെ ഇവൻ പാപത്തിൽ നിന്ന് മോചിതനാകും. അങ്ങനെ പാപക്ഷമയ്ക്കുള്ള മാർഗം കണ്ടെത്തി. ദൈവം നോക്കിയപ്പം യാഗം വർദ്ധിക്കുന്നതല്ലാതെ പാപം കുറയുന്നില്ല, പാപം വർദ്ധിച്ചുകൊണ്ടായിരിക്കുന്നത്. ഞാൻ എപ്പോഴും തമാശയ്ക്ക് എല്ലാ എക്സാമ്പിളും ഇതെടുക്കുമ്പോഴൊക്കെ പറയാറുള്ള ഒരു പദമാണ്. ഇന്നും അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ ഞായറാഴ്ച രാവിലെ നമ്മൾ ആരാധനയ്ക്ക് വരുമ്പോൾ വലിയ വലിയ കാളയും പോത്തൊക്കെ കൊണ്ടുവരും. കാരണം ഒരാഴ്ച മുഴുവൻ അത്ര വലിയ പാപം ചെയ്തിട്ടല്ലേ ആരാധനയ്ക്ക് വരുന്നത്. ആമേൻ. അതുപോലെ ആമേൻ യാഗപീഠത്തിങ്ങനെ രക്തപ്പുഴയായിരിക്കും ഒഴുകുന്നത്. ആമേൻ. കാരണം പാപം കൊണ്ട്, യാഗം കൊണ്ടാണ് പാപക്ഷമയുണ്ടെങ്കിൽ മറ്റീരത്തേ ഇല്ല. ഇത് കണ്ട പിതാവായ ദൈവം ഏക കൃപായാഗത്താൽ ജഡത്തിൽ പാപമില്ലാത്ത, എല്ലാവരും ഒന്നാ പദം പറഞ്ഞ്, ജഡത്തിൽ പാപമില്ലാത്ത ഏക കൃപായാഗത്താൽ മാനവരാശിക്ക് മുഴുവൻ രക്ഷ കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു യാഗം അർപ്പിക്കപ്പെടണമെങ്കിൽ ജഡത്തിൽ പാപം കാണരുത്. അങ്ങനെ ജഡത്തിൽ പാപം കാണരുതെന്ന് പറഞ്ഞാൽ മുഴുവൻ ആദമ്യ സന്തതികളിലെ ആദമ്യ സന്തതികളിൽ മുഴുവനും പാപമുണ്ട്. കൈകൾ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ വയ്യാന്നല്ല, ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ഇങ്ങനെ ശ്രദ്ധിക്കുക. തമാശയൊക്കെ പറഞ്ഞ് പോകാൻ സമയമില്ലാത്തതുണ്ട്, നോട്ട്സ് ഒത്തിരി ഉണ്ട്. ആമേൻ. അങ്ങനെ ജഡത്തിൽ പാപമില്ലാത്ത ഒരു രക്തത്തിന് മാത്രമേ മാനവരാശിയുടെ പാപത്തെ ക്ഷമിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ആദമ്യ സന്തതികൾ മുഴുവൻ ആദമ്യ ജഡമാണ്, അതിൽ പാപമുണ്ട്. അപ്പം പാപരക്തമാണ്. പാപരക്തത്തിന് മനുഷ്യനെ രക്ഷിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് പിതാവായ ദൈവം താൻ തന്നെ മനുഷ്യനായി ഇറങ്ങി വരാൻ തീരുമാനിച്ചു. അങ്ങനെ ഇറങ്ങി വരാൻ തീരുമാനിച്ച ദൈവം കന്യാമറിയത്തെ തിരഞ്ഞെടുത്ത് ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം പരിശുദ്ധാത്മാവിനാലും യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം വചനത്താലും കന്യാമറിയത്തിൻ്റെ വയറ്റിൽ ജഡമായി. അങ്ങനെ യേശു ബേത്ലഹേമിൽ ജനിച്ചു. അപ്പോൾ ആദം 100% ആദമ്യ സന്തതികൾ മാമൻ രക്തത്തിലും ജഡത്തിൻ്റെ ബന്ധത്താൽ വന്നതാണ്. പക്ഷേ യേശു ജഡബന്ധത്താലല്ല, 100% പരിശുദ്ധാത്മാവിലും വചനത്താലും ഉളവായവനാണ്. യേശുവിൻ്റെ ജഡം 100% ആത്മാവാലും 100% വചനത്താലും ഉളവായതാണ്. മാനുഷിക ബന്ധത്താലല്ല, ദൈവത്തിൽ നിന്നുള്ളവായ യേശുവിൻ്റെ ജഡം 100% വിശുദ്ധ ജഡമാണ്. യേശുവിൻ്റെ അകത്ത് ഓടുന്ന രക്തം 100% വിശുദ്ധ രക്തമാണ്. ആ വിശുദ്ധ രക്തം ബേത്ലഹേമിൽ ജനിച്ചു, നസറേത്തിൽ പാർത്തു, 3.5 വർഷം ഗലീലയിൽ സഞ്ചരിച്ചു, അത്ഭുത അടയാളങ്ങൾ വീര്യപ്രവർത്തികൾ ചെയ്തു. ദൈവരാജ്യം പ്രസംഗിച്ച യേശു അവസാനം പീലാത്തോസാൽ വിധിക്കപ്പെട്ട് കാൽവരി ക്രൂശിൽ 3 ആണികളുടെ മേൽ ജീവനെ അർപ്പിച്ചു. അങ്ങനെ യേശു തൻ്റെ ദേഹ തിരശീലയെ 2ആയി കീറിയപ്പം ആമേൻ ദേവാലയത്തിൻ്റെ തിരശീല 2ആയി കീറിപ്പോയി. ദേവാലയത്തിൻ്റെ തിരശീല 2ആയി കീറി എന്നതിൻ്റെ അടയാളം എന്നറിയാമോ? ഏത് പാപിക്കും ധൈര്യമായിട്ട് വിശുദ്ധ പീഠത്തിൽ കയറി വരാനുള്ള വഴി തുറന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി. ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലീജിയൻ, ക്രിസ്ത്യാനിറ്റി ഈസ് എ വേ ഓഫ് ഗോഡ്. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നൊരു മതമല്ല, ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നൊരു മാർഗമാണ്. എന്തുവാ മാർഗം? യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും
ജീവനുമായിരിക്കുന്നു. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ വരത്തില്ല. അസത്വമ സത്യമയ, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിച്ചാലും എന്താ സത്യം? യേശുവാണ് സത്യം. മൃത്യോമ അമൃതുംഗമയ, മരണത്തിൽ നിന്ന് നിത്യതയിലേക്ക് ജീവനിലേക്ക് നയിച്ചാലും എന്താ ജീവൻ? യേശുവാണ് ജീവൻ. ഒരാമേൻ പറഞ്ഞ കർത്താവിന്. യേശുവാണ് ജീവൻ. ആമേൻ. അങ്ങനെയാണെങ്കിൽ യേശു മരിച്ച് തേകത്തിരശീലയെ കീറിയതോടെ സർവ്വ പാപികൾക്കും രക്ഷയല്ല വന്ന്, തെറ്റിദ്ധരിക്കപ്പെടരുത്. യേശുവിൻ്റെ മരണത്തിലൂടെ രക്ഷയല്ല വന്ന്, രക്ഷിക്കപ്പെടാനുള്ള മാർഗമാണ് തുറക്കപ്പെട്ടത്. മനസ്സിലായോ? രക്ഷിക്കപ്പെടാനുള്ള മാർഗം തുറക്കപ്പെട്ടു. ഇനി രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണം? ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നാവ് കൊണ്ട് ഏറ്റുപറഞ്ഞാൽ രക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും. അതുകൊണ്ട് വിശ്വസിക്കുന്നവന് മാത്രമാണ് രക്ഷ. ക്രൂശിൽ യേശു മരിച്ചതോടെ എല്ലാ പാപവും കഴുകിക്കളഞ്ഞെന്ന് വിചാരിക്കരുത്. യേശു ക്രൂശിൽ മരിച്ചതോടെ എല്ലാവർക്കും രക്ഷ വന്നു എന്ന് വിചാരിക്കരുത്. എല്ലാവർക്കും രക്ഷ വന്നിട്ടില്ല. എല്ലാവർക്കും രക്ഷ വന്നാൽ ഇന്ന് ഭൂമി മുഴുവൻ രക്ഷിക്കപ്പെട്ടിരിക്കണം. ആമേൻ. എല്ലാവരുടെ പാപം ക്ഷമിക്കപ്പെട്ടുവെന്ന് കരുതരുത്. എല്ലാവരുടെ പാപം ക്ഷമിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ കരുതിയാൽ പിന്നെ നമ്മളെല്ലാവരും വിശുദ്ധന്മാരാ. ഒരാമേൻ പറഞ്ഞ്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ശാപമേ ഇല്ലല്ലോ. ആമേൻ. അത് ദുരുപദേശമാണ്, തെറ്റായ പഠിപ്പിക്കലാണ്. ആമേൻ. യേശു ക്രൂശിൽ മരിച്ചതോടെ പാപക്ഷമയ്ക്കുള്ള മാർഗം തുറന്നു കിട്ടി, വഴി തുറന്നു കിട്ടി. വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിക്കകത്താകപ്പെടും. സോ വിശ്വസിക്കുമ്പോൾ എങ്ങനെ വിശ്വസിക്കണം? ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നാവ് കൊണ്ട് ഏറ്റുപറഞ്ഞാൽ രക്ഷിക്കപ്പെടും. എല്ലാവരും പറഞ്ഞ്. വിശക്കാൻ തുടങ്ങിയോ? വായെല്ലാം തുറക്കുന്നത്. പറഞ്ഞേ. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നാവ് കൊണ്ട് ഏറ്റുപറഞ്ഞാൽ രക്ഷപ്പെടും, രക്ഷിക്കപ്പെടും. അപ്പൊ എങ്ങനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം? ആമേൻ. യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ രക്തം സകല പാപങ്ങളെയും കഴുകി നമ്മെ ശുദ്ധീകരിക്കും. അപ്പം യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് പാപക്ഷമിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കണം. ആമേൻ. വിശ്വസിച്ച് എങ്ങനെ ഏറ്റു പറയണം? ഇന്നേക്കും എൻ്റെ കൂടെ ഉണ്ടല്ലോ. ഇന്നേക്കും 2024 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്ന് മരിച്ച് അടക്കം ചെയ്യപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതുഭാഗത്ത് എനിക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന യേശു കർത്താവ് എൻ്റെ ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു കർത്താവിൻ്റെ വിശുദ്ധ രക്തം സകല പാപങ്ങളെയും കഴുകി നമ്മെ ശുദ്ധീകരിക്കുമെന്ന ദൈവവചനത്തെ ഞാൻ വിശ്വസിക്കുന്നു. ആ യേശു കർത്താവിനെ എൻ്റെ ദേഹം, പ്രാണൻ, ആത്മാവിൻ്റെ കർത്താവും രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായി സ്വീകരിക്കുന്നു. അങ്ങനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നാവ് കൊണ്ട് ഏറ്റുപറയുമ്പോൾ ആദമിൽ നിന്ന് വേർപിരിഞ്ഞ ദൈവത്തിൻ്റെ ആത്മാവ് യേശു ക്രിസ്തുവിലൂടെ വീണ്ടും കണക്റ്റ് ആകും. പിടികിട്ടുന്നുണ്ടോ? നമ്മുടെ അകത്തേക്ക് വരും. നമ്മുടെ അകത്തേക്ക് വരുമ്പോൾ നമ്മുടെ ആത്മാവും, ഹ്യൂമൻ സ്പിരിറ്റും ഗോഡ് സ്പിരിറ്റും, നമ്മുടെ ആത്മാവും യേശുവിൻ്റെ ആത്മാവും, രണ്ട് ആത്മാക്കൾ തമ്മിൽ ഒരു ഏറ്റുമുട്ടലുണ്ടാകും. ഈ ഏറ്റുമുട്ടലിൽ നമ്മുടെ ആത്മാവ് യേശുവിൻ്റെ ആത്മാവിൻ്റെ അകത്തേക്ക് പോകും. എന്നിട്ട് യേശുവിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനെ കവർ ചെയ്യും, നമ്മുടെ ആത്മാവിനെ മറയ്ക്കും. ഇതിനെയാണ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. എത്ര പേർക്ക് മനസ്സിലായി? ഇപ്പം രണ്ട് ആത്മാക്കൾ തമ്മിലുണ്ടാകുന്ന ഏറ്റുമുട്ടലിൽ ജനിക്കുന്ന ജനനമാണ് വീണ്ടും ജനനം. ഇതിനെയാണ് ബോൺ അഗൈൻ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് പൗലോസ് പറയുന്നത്, ഒരുവൻ വീണ്ടും ജനിച്ചാൽ, ആമേൻ, അവൻ ക്രിസ്തുവിലായാൽ, പൗലോസ് പറയുന്ന ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, എല്ലാം പുതിയതായി, സകലതും പുതിയതായി. ഇതിനെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു നിക്കോദോമസിനോട് പറയുന്നു, ഒരു മനുഷ്യൻ വീണ്ടും ജനിച്ചിട്ടല്ലാതെ സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. അപ്പം എങ്ങനെ വീണ്ടും ജനിക്കും? ജലത്താലും ആത്മാവാലും ജനിച്ചിട്ടല്ലാതെ. ജലത്താൽ ജനിക്കുന്നത് സ്നാനം, ആത്മാവാൽ ജനിക്കുന്നത് ഇങ്ങനെയാണ്. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറയുന്ന കാര്യം? മനസ്സിലായവർ മാത്രം ഒരു നല്ല ആമേൻ പറഞ്ഞ്. ഉറങ്ങുന്നവരെല്ലാം ഹല്ലേലൂയ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഒന്നും കേൾക്കാതെ. ആമേൻ. മനസ്സിലായവരോടാണ് ഞാൻ കൈവക്കാൻ പറഞ്ഞത്. മനസ്സിലാകാത്തവർ കൈ പൊക്കരുത്. നിങ്ങളെ എഴുന്നേൽപ്പിച്ച് നിർത്തി മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എല്ലാവരും കൈ പൊക്കുന്നോർത്ത് നിങ്ങൾ പൊക്കരുത്. മനസ്സിലായാൽ മാത്രമേ പൊക്കാവുള്ളൂ. ഒരാമേൻ പറഞ്ഞ കർത്താവിന് ഈ സബ്ജക്റ്റ് മനസ്സിലാക്കിയിട്ടേ പോകാവുള്ളൂ. സ്തോത്രം. ആമേൻ. അങ്ങനെയാണ് വീണ്ടും ജനനം നടക്കുന്നത്. മനസ്സിലായല്ലോ? സോ വീണ്ടും ജനനം നടക്കുന്നതോടെ നമ്മൾ ക്രിസ്തുവിലാകുന്നു. ക്രിസ്തു നമ്മുടെ ആത്മാവിനെ കവർ ചെയ്യുന്നു. അങ്ങനെ ക്രിസ്തു നമ്മുടെ ആത്മാവിനെ കവർ ചെയ്യുന്നതാ എഫേസ്യ ലേഖനം 4-ാമത്തെ അധ്യായം 21-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞിട്ട് ആത്മാവ് സംബന്ധമായി നീതിയും വിശുദ്ധിയും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ.
ആമേൻ. അപ്പൊ പഴയ മനുഷ്യൻ ആഡം, പുതിയ മനുഷ്യൻ ക്രിസ്തു. പഴയ മനുഷ്യൻ ചതി, മോഹം, വഷളത്വമുള്ള സ്വഭാവമുള്ളവൻ. പുതിയ മനുഷ്യൻ നീതി, വിശുദ്ധി, ദൈവാനുരൂപമുള്ളവൻ. പഴയ മനുഷ്യൻ ആദം, പുതിയ മനുഷ്യൻ ക്രിസ്തു. ആദമിനെയും ആദമിൻ്റെ സ്വഭാവത്തെയും നിങ്ങൾ ഉരിഞ്ഞു കളയുക, ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെയും ധരിച്ചു കൊള്ളുക. അങ്ങനെ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ ധരിക്കുന്നതോടെ നമ്മൾ ക്രിസ്തുവിൻ്റെ അകത്തായി. ഇപ്പം ക്രിസ്തു നമ്മുടെ മുകളിലുമാണ്. ഇതിനെയാണ് പൗലോസ് ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൊലോസ്യ ലേഖനം 3-ാമത്തെ അധ്യായം 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഇതിനെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 20-ാം വാക്യത്തിൽ യേശു പറഞ്ഞത്, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും ഇരിക്കുന്നു. ഇതിനെക്കുറിച്ച് കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ പൗലോസ് പഠിപ്പിക്കുന്നത്, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ ആത്മാവ് ഇപ്പം ഇരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവിനകത്താണ്. കാരണം ഞാൻ വീണ്ടും ജനിച്ചു, ഞാൻ മാനസാന്തരപ്പെട്ടു, ഞാൻ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു, ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചു, ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ പുതിയ സൃഷ്ടിയാണ്. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിലാണ് വസിക്കുന്നത്. സോ എൻ്റെ ആത്മാവിരിക്കുന്നത് ക്രിസ്തുവിലാണ്. ഇവിടെ വരെ എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. ഇപ്പം നിങ്ങൾ ക്രിസ്തുവിലായിരിക്കുന്നത്, മനസ്സിലായല്ലോ? സോ ക്രിസ്തുവിലായിരിക്കുന്നത് കൊണ്ട് നമ്മുടെ അകത്ത് ക്രിസ്തു വരുന്നതോടെ ക്രിസ്തുവിൻ്റെ ജീവൻ വരുന്നു, ക്രിസ്തുവിൻ്റെ നീതി വരുന്നു, ക്രിസ്തുവിൻ്റെ വിശുദ്ധി വരുന്നു. എല്ലാവരും പറഞ്ഞ് ക്രിസ്തുവിൻ്റെ കഥ കേട്ടിരിക്കുവാണോ?